എല്ലാവരും ഇവിടെ സൈഡിലോട്ട് വാ. ചേച്ചിമാരെ എല്ലാവരും വാ. എല്ലാവരും അറിഞ്ഞു. ಇಲ್ಲ ಯಾಕೋದಿಲ್ಲ ಸರ್ ಈಚೆ ಕುಡಿಕೊಂಡು ಈಗ ತೆಗಿತು ಸೆಟ್ ಆಗ್ತದೆ ಎಲ್ಲ ಕಾಣ್ತದೆ ಇಲ್ಲಿ ಬನ್ನಿ ಅದರಲ್ಲಿ അവിടെ ಅಲ್ಲ ಅವರಿಗೆ ഞങ്ങളുടെ പിതാവേ കാറ്റിന്റെ ചെറുകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഉണ്ണിമിശിഹായുടെ അനുഗ്രഹങ്ങൾക്കും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കണം. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവമിശിഹാദൻ കാരുണ്യവും സാധനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും ജനപദങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ഹല്ലേലൂയ. ഭൂവാസികളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധാത്മയുടെ സാമീപ്യവും പ്രാർത്ഥനയും ഈ തിരുനാൾ കാരണബോധന ദേശത്തിന്റെ നമ്മുടെ ഇടവകയുടെയും സംരക്ഷണ അത്ഭുത പ്രവർത്തനമായ പുണ്യമിശിഹായുടെ അനുഗ്രഹങ്ങളും നാം ഏവരോടും കൂടെ ഉണ്ടായിരിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മധ്യസ്ഥം ഈ തിരുനാൾ നമുക്ക് സഹായവും പ്രാർത്ഥനകളുടെ ശക്തിയുമായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പള്ളിയിൽ കയറി നമ്മൾ നൊവേന ആരംഭിക്കാം.
പരിശുദ്ധ പരമാധികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. നന്മയേകുവാൻ ഭൂമിയിൽ വന്ന ദൈവസൂനമേ ഉണ്ണീശോ, രക്ഷയേകും പ്രകാശമേ അങ്ങേ വന്നിപ്പൂ ഞങ്ങൾ കൈകൂപ്പി. നന്മയേകുവാൻ ഭൂമിയിൽ വന്ന ദൈവസൂനമേ ഉണ്ണീശോ, രക്ഷയേകും പ്രകാശമേ അങ്ങേ വന്നിപ്പൂ ഞങ്ങൾ കൈകൂപ്പി. ആശയില്ലാതലയുന്നേവർക്കും ആശിസേകുന്ന ദീപമേ, ആശയില്ലാതലയുന്നേവർക്കും ആശിസേകുന്ന ദീപമേ, ദുഃഖിതർ ഞങ്ങൾ ഭീതിതർ നാഥ പാപത്താൽ ക്ലേശമാനസർ, ചിന്തിടൂ നിത്യം ഞങ്ങളിലങ്ങേ ശാന്തി വിശ്വാസ നന്മകൾ. നന്മയേകുവാൻ ഭൂമിയിൽ വന്ന ദൈവസൂനമേ ഉണ്ണീശോ, രക്ഷയേകും പ്രകാശമേ അങ്ങേ വന്നിപ്പൂ ഞങ്ങൾ കൈകൂപ്പി. ക്ലേശിതരായി കേഴുവോർക്കെന്നും ആശ്വാസമല്ലോ പൊന്നുണ്ണി, ക്ലേശിതരായി കേഴുവോർക്കെന്നും ആശ്വാസമല്ലോ പൊന്നുണ്ണി, ആത്മീയന്ധത നീക്കി ഞങ്ങളിൽ വിശ്വാസദീപ്തി ചിന്തണേ, ആർത്തരായെത്തും ദാസരിൽ നിന്നും തീർക്കുക സർവവ്യാധിയും. നന്മയേകുവാൻ ഭൂമിയിൽ വന്ന ദൈവസൂനമേ ഉണ്ണീശോ, രക്ഷയേകും പ്രകാശമേ അങ്ങേ വന്നിപ്പൂ ഞങ്ങൾ കൈകൂപ്പി. ബെത്ലഹേമിലെയും നസ്രത്തിലെയും ഉണ്ണിയേശു വാഴ്ത്തപ്പെട്ടവനാകട്ടെ. നാം വിശുദ്ധരാകുന്നതിനു വേണ്ടി അവിടുന്ന് മനുഷ്യനായി. മറിയത്തിന്റെ മകനായ മിശിഹായെ സ്തുതിക്കുവിൻ. സകല ജനങ്ങളും അങ്ങയെ സ്തുതിക്കട്ടെ. കർത്താവേ, സകല ജനങ്ങളും അങ്ങയെ സ്തുതിക്കട്ടെ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തന്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ. അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിനു തന്നെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗീതം ആലപിക്കുകയും ചെയ്യട്ടെ. അങ്ങ് ജനതകളെ നീതിപൂർവ്വം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ജനതകൾ അങ്ങയെ സ്തുതിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ഭൂമി അതിന്റെ വിളവ് തന്നു. ദൈവം നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു.
അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു. ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ. സകല ജനങ്ങളും അങ്ങയെ സ്തുതിക്കട്ടെ. കർത്താവേ, സകല ജനങ്ങളും അങ്ങയെ സ്തുതിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഓ നിത്യപുരോഹിതനായ ഉണ്ണീശോയെ, സ്വർഗത്തെയും സ്വന്തം പിതാവിനെയും വിട്ട് ഞങ്ങളോടുള്ള സ്നേഹത്താൽ മനുഷ്യാവതാരം ചെയ്ത് ഭൂമിയിലേക്ക് വരുവാൻ തിരുമനസ്സായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേ തിരുമുമ്പിൽ പ്രവേശിക്കുന്നതിനും അങ്ങയുടെ മധുരഭാഷണം ചെയ്യുന്നതിനും അങ്ങേ തിരുദയത്തിൽ വസിക്കുന്നതിനും ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു. നീചപാപികളായ ഞങ്ങളുടെ യോഗ്യതകൾ പരിഗണിക്കാതെ അങ്ങേ അനന്ത നന്മയിൽ ശരണം വെച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ അണയുന്നു. അനുദിനം അങ്ങ് ഞങ്ങളിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങാണ് ഞങ്ങളുടെ സഹായവും രക്ഷയുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കാലത്തൊഴുത്തിൽ അങ്ങേ വന്ന് ആരാധിച്ച ആട്ടിടയന്മാരോടും പൂജരാജാക്കന്മാരോടും ഒത്ത് ഞങ്ങളും ഇന്ന് അങ്ങേ ആരാധിക്കുന്നു. ശൈശവകാലത്ത് അങ്ങ് അനുഭവിച്ച ദാരിദ്ര്യ ദുഃഖങ്ങളെയും പീഡാനുഭവങ്ങളെയും ഓർത്ത് അസ്വസ്ഥ മാനസരും ശാരീരിക രോഗികളുമായ ഞങ്ങളെ ദയാപൂർവം തൃക്കൺ പാർക്കണമേ. അങ്ങേ തിരുസ്വരൂപത്തിന് മുമ്പാകെ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്ന ഞങ്ങളുടെ മേൽ അങ്ങേ കൃപയുടെ തൃക്കൈ നീട്ടണമേ. സ്നേഹവും സമാധാനവും വിശ്വാസവും സംതൃപ്തിയും ഞങ്ങളിലും ലോകമെങ്ങുമുള്ള എല്ലാ വിശ്വാസികളിലും അങ്ങ് നിറയ്ക്കണമേ. അങ്ങേ തിരുസന്നിധിയിൽ അണഞ്ഞുകൊണ്ട് ഇന്ന് ഞങ്ങൾ പ്രത്യേകമായി അപേക്ഷിക്കുന്ന ആവശ്യങ്ങൾ, നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, ഉണ്ണീശോയുടെ അനുഗ്രഹങ്ങൾക്കായി നമുക്ക് ഈ സമയം സമർപ്പിക്കാം. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് സാധിച്ചു തരണമേ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സ്നേഹത്തിൽ ജ്വലിക്കുന്നതിനും ജീവിതകാലം മുഴുവൻ ഞങ്ങൾ അങ്ങയെ സേവിക്കുന്നതിനുമായി ക്രിസ്തുവിൻ്റെ മുഖത്തിൻ്റെ പ്രകാശം ഞങ്ങളുടെ മേൽ ജ്വലിക്കട്ടെ. എല്ലാ സമയവും അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുകയും അനുഗ്രഹത്തിൻ്റെ മഴ ഞങ്ങളുടെ മേൽ ചൊരിയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ലോകാവസാനം വരെ അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. സമാധാനം നിങ്ങളോട് കൂടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 2 മുതൽ 6 വരെ തിരുവാക്യങ്ങൾ. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. നമ്മുടെ ദൈവമായ കർത്താവിന് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരു നിമിഷം നമുക്കിരിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രസിദ്ധമായ ഈ ഉണ്ണിമിശിഹ തീർത്ഥാടന ദേവാലയത്തിൽ തിരുനാൾ ആഘോഷത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണല്ലോ. ഈശോയുടെ
ബാല്യകാലത്തെ ധ്യാനിച്ചുകൊണ്ടും അവിടുത്തെ ബാല്യകാലത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ടും ഈ തിരുക്കർമ്മങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. സാധാരണ നമുക്കറിയാം, വിശുദ്ധാത്മാക്കളുടെ നൊവേന ചൊല്ലുമ്പോൾ അവരുടെ തിരുശേഷിപ്പുകൾ നമ്മൾ ബലിവേദിയിൽ, വചനവേദിയിലൊക്കെ പ്രതിഷ്ഠിച്ച് വെച്ചുകൊണ്ടാണ് നമ്മൾ നൊവേന ആരംഭിക്കുക. നമുക്കറിയാം, എന്നാൽ ഉണ്ണീശോയുടെ നൊവേന ചൊല്ലുമ്പോൾ പരിശുദ്ധ കുർബാന തന്നെയാണ് നമ്മൾ എഴുന്നള്ളിച്ച് വയ്ക്കുക. കാരണം ഈശോയുടെ സാന്നിധ്യം തന്നെ നമ്മളോടുകൂടെ ആയിരിക്കുകയാണ്. അതായത് മറ്റേതൊരു വിശുദ്ധൻ്റെ നൊവേന സമർപ്പണത്തെക്കാളും വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ് ഉണ്ണീശോയുടെ നൊവേന ചൊല്ലുന്ന പുണ്യ നിമിഷങ്ങൾ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഉണ്ണീശോയുടെ ഭക്തരായ എല്ലാ മക്കൾക്കും അനുഗ്രഹങ്ങൾ പ്രത്യേകമായിട്ട് ഈ ഹൊസങ്കടി ഇടവക സമൂഹം പ്രാർത്ഥിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നൊവേന നേർന്നുകൊണ്ടും ഉണ്ണീശോയുടെ അനുഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ദേവാലയത്തിൻ്റെ തിരുനാൾ ദിവസങ്ങളിൽ പ്രത്യേകമായി സഹകരിച്ചുകൊണ്ടും പ്രവർത്തിക്കുന്ന നാനാജാതി മതസ്ഥരായ സഹോദരങ്ങൾ, മാധ്യമ പ്രവർത്തകർ, അതുപോലെ അഭ്യുദയകാംക്ഷികൾ, ഉപകാരികൾ, സാമൂഹിക സാംസ്കാരിക മത രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരായ വ്യക്തികൾ, ഇവരെല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുകയും ഉണ്ണീശോയുടെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവർക്കുമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ തിരുനാളിനൊരുക്കമായി നമ്മുടെ തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ പല സ്ഥലങ്ങളിലൂടെ കടന്നു പോവുകയുണ്ടായി. പ്രത്യേകിച്ച് അക്രൈസ്തവരായ സഹോദരങ്ങളുടെ ഭവനങ്ങളിലൂടെ കടന്നു ചെന്നപ്പോൾ വലിയ താല്പര്യവും വലിയ സ്നേഹവുമാണ് ഈ ദേവാലയത്തോട് അവർ പ്രകടിപ്പിച്ചതെന്ന് പങ്കുവയ്ക്കുകയുണ്ടായി. നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടുകൂടി ഓർക്കുകയാണ്. നമ്മുടെ നൊവേനയുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ, പേരുകൾ പരിശോധിക്കുമ്പോൾ എല്ലാ ജാതി മതസ്ഥരായ സഹോദരങ്ങളും നൊവേന നേർന്ന് പ്രത്യേകമായിട്ട് ഉണ്ണിയേശുവിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിക്കുകയാണ്. ഈശോ പറഞ്ഞു, വിളക്ക് കൊളുത്തി ആ വിളക്ക് നമ്മൾ മലമുകളിലാണ് വയ്ക്കുക. ആരും വിളക്ക് കൊളുത്തി പീഠത്തിനടിയിൽ വയ്ക്കാറില്ല. മലമുകളിൽ ഒരു വിളക്ക് കൊളുത്തി വയ്ക്കുമ്പോൾ ആ വിളക്ക് എല്ലാവർക്കും പ്രകാശം നൽകുന്നു. ആ പ്രകാശം എല്ലാവർക്കും കാണുവാൻ സാധിക്കുന്നു. ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ ശബരിമല തീർത്ഥാടന വേളയിൽ മകരവിളക്ക് എന്ന് പറയുന്ന ഒരു ദർശന സൗഭാഗ്യത്തെക്കുറിച്ച് പാരമ്പര്യങ്ങളിൽ അവർ വിശ്വസിച്ചു പോരുന്ന ഒരു മനോഹരമായ സങ്കല്പമുണ്ട്. ഈ മകരജ്യോതി ഒരു മലയുടെ മുകളിലാണ് തെളിയുക. ആ ദർശന സൗഭാഗ്യം, അനുഗ്രഹങ്ങൾ നൽകുന്നുവെന്ന് ആ സഹോദരങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞ ഉപമയും വിളക്ക് കൊളുത്തി മലയുടെ മുകളിൽ വയ്ക്കുമ്പോൾ അതെല്ലാവർക്കും പ്രകാശം നൽകുന്നു, അത് അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു. ഈ ഹൊസങ്കടി പ്രദേശത്ത്, ഈ ദേശത്ത് ഈ ദേവാലയം ഒരു കൊച്ചു മലയുടെ മുകളിലാണ്. നമുക്കറിയാം, നമ്മൾ പ്രധാന ഹൈവേയിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് നമ്മളൊരു ചെറിയ ഇറക്കമിറങ്ങി ഒരു മല കയറി വരുമ്പോഴാണ് മനോഹരമായി ദേവാലയം നമുക്ക് ദൃശ്യമാകുന്നത്. ഈശോയുടെ വാക്കുകളാണ്, മലമുകളിൽ കൊളുത്തി വെച്ച ഒരു വിളക്ക് പോലെ നമ്മളുടെ ഈ ഒരു ദേവാലയം ഈ പ്രദേശത്തിന്, ഈ സ്ഥലത്തിന്, ഈ ദേശത്തിന്, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന നാനാജാതി മതസ്ഥരായ മക്കൾക്ക് അവരുടെ ജീവിതത്തിൽ ആശ്രയമായിട്ട് മാറുകയാണ്. അവരുടെ കണ്ണുനീരിന് ഉത്തരമായിട്ട് മാറുകയാണ്. അവരുടെ സാമ്പത്തിക ക്ലേശങ്ങളിൽ സഹായമായിട്ട് മാറുകയാണ്. അവരുടെ ജീവിതത്തിൻ്റെ പ്രതിബന്ധങ്ങളിൽ അനുഗ്രഹമായിട്ട് തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ദിവസം ഈ നൊവേനയിൽ നമുക്കെല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഹൊസങ്കടി ഇടവകയുടെ മക്കളായ നമ്മൾ ഓരോരുത്തരും ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും ആതിഥേയരാണ്. നമ്മളെല്ലാവരും ഒരുപാട് പേരെ നമ്മൾ ക്ഷണിച്ചിരിക്കുന്നു. ഈ തിരുനാളിൻ്റെ പല സമയങ്ങളിലായിട്ട് അവർ പലരും ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ ദേവാലയം സന്ദർശിക്കും. ഈ ദേവാലയത്തിലൂടെ അവർ കടന്നുവരും, പ്രാർത്ഥിക്കും, ഇവിടെയുള്ള ശുശ്രൂഷകളിൽ പങ്കുചേരും, ഇവിടെ ഉള്ള കലാപരിപാടികൾ ആസ്വദിക്കുന്നതിന് വേണ്ടി വന്നെത്തപ്പോൾ നമ്മളെല്ലാവരും ആതിഥേയരാണ്. എല്ലാവർക്കും അനുഗ്രഹം നൽകുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സമൂഹമാണ്. ഈശോ നമ്മുടെ മുൻപിൽ എഴുന്നള്ളിയിരിക്കുമ്പോൾ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പ്രകാശം നൽകുന്ന, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾ വലിയൊരു പ്രകാശം കണ്ടു. അതാണ് ഈശോ, ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സാന്നിധ്യം. ആ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച ആ അന്ധകാരത്തിൽ കഴിഞ്ഞ ജനത്തിന് നൽകിയ വലിയ പ്രകാശം. അതുകൊണ്ട് ഈ ഉണ്ണിമിശിഹാ ദേവാലയം ഈ സ്ഥലത്ത്, ഈ ദേശത്ത് മാത്രമല്ല
ലോകത്തുള്ള ഏത് സ്ഥലത്തുനിന്നും പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും അഭയമായി അനുഗ്രഹമായി തീരാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദൈവവചനത്തിൻ്റെ അനുഗ്രഹം അഭിഷേകം നമുക്ക് സ്വീകരിക്കാം. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. വിവിധ സ്ഥലങ്ങളിൽ ഉണ്ണീശോയ്ക്ക് നൊവേന നേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും നമുക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥന ഉണ്ണീശോയോടുള്ള സ്തുതി കീർത്തനങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന നമുക്ക് തുടരാം. പിതാവിൽ നിന്നും സമയത്തിൻ്റെ പൂർത്തിയിൽ അവിടുന്ന് പുറപ്പെട്ടതിനെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ഞങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്ന കന്യകാമറിയത്തിൽ നിന്നുള്ള അങ്ങയുടെ അത്ഭുതകരമായ ജനനത്തെ ഓർത്ത് മറിയത്തെയും യൂസഫിനെയും മാലാഖമാർ അറിയിച്ച ഈശോ എന്ന ദിവ്യനാമത്തെ ഓർത്ത് ഇടയന്മാർക്കും കിഴക്ക് നിന്നുള്ള ജ്ഞാനികൾക്കും അങ്ങ് മഹത്വപൂർണനായി സ്വയം വെളിപ്പെടുത്തിയതിനെ ഓർത്ത് അങ്ങയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചതിനും ശിമയോനും എന്നെയും അങ്ങയെ ദർശിച്ചതിനെയും ഓർത്ത് മൂന്ന് ദിവസം കൊണ്ട് അവിടുത്തെ കാണാതെ അന്വേഷിച്ച് മൂന്നാം നാൾ കണ്ടെത്തിയതിനെ ഓർത്ത് നസ്രത്തിലെ ഭവനത്തിൽ അങ്ങ് മറിയത്തിനും യൂസഫ് പിതാവിനും എളിമയോടെ വിധേയപ്പെട്ടതിനെ ഓർത്ത് ദൈവമാതാവായ മറിയത്തിന്റെയും വിശുദ്ധ യൂസഫ് പിതാവിന്റെയും സകല സ്വർഗീയ വൃന്ദങ്ങളുടെയും മധ്യസ്ഥതയാൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണി യേശുവേ, പരിത്യക്തരും നിരാശരും അനാഥരും അഗതികളുമായി ഈ ദേവാലയത്തിൽ പ്രാർത്ഥന സമർപ്പിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. രണ്ടു നാൾ കാണാതാവുകയും മൂന്നാം നാൾ ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തുകയും ചെയ്ത ഉണ്ണീശോയെ പാപജീവിതത്താലും വിശ്വാസരാഹിത്യത്താലും സാമൂഹ്യ തിന്മകൾ കടിപ്പെട്ടും ഈ ദേവാലയത്തിൽ എത്തിച്ചേരുന്ന ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവമനുഷ്യപ്രീതിയിലും വളർന്നു ഉണ്ണിയേശുവേ, ഞങ്ങളുടെ കുഞ്ഞുമക്കൾ ദുഷ്ടന്റെ പ്രവർത്തനങ്ങളെ അതിജീവിച്ച് വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർന്നു വരുവാൻ അവരുടെ മേൽ കരുണയായിരിക്കണമേ. നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ തച്ചന്റെ വേലയെ യൂസഫ് പിതാവിനെയും തുന്നൽക്കാരുടെ ജോലി ചെയ്ത പരിശുദ്ധ അമ്മയെയും മടികൂടാതെ സഹായിച്ച തൊഴിലിന്റെ മഹാത്മ്യം ഉദ്ഘോഷിച്ച ഉണ്ണീശോയെ എല്ലാ തൊഴിലാളികളുടെ മേലും ഉദ്യോഗസ്ഥരുടെ മേലും കരുണയായിരിക്കണമേ. അങ്ങയുടെ ആലയത്തിൽ ഇപ്പോൾ അണഞ്ഞിരിക്കുന്ന എല്ലാ മക്കളും അവരുടെ പാപജീവിതത്തെ കുറിച്ച് അനുദപിക്കുവാനും മാനസാന്തരപ്പെടുവാനും അങ്ങയുടെ തിരുമനസ് നിറവേറ്റുവാനും അവരുടെ മേൽ കരുണയായിരിക്കണമേ. അങ്ങയുടെ ഈ ആലയത്തിൽ എത്തിയിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. മനുഷ്യാവതാരം വഴി ആകാശത്തിലും ഭൂമിയിലുമുള്ള സമസ്ത വസ്തുക്കളെയും നവീകരിക്കുവാനും പൗത്രീകരിക്കുവാനും തിരുമനസ്സായ ഉണ്ണിമിശിഹായെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പോരായ്മകൾ തിരുത്തുവാനും ഞങ്ങളെ അങ്ങേ ആഗ്രഹത്തിനൊത്ത പുതിയ മനുഷ്യരാക്കി മാറ്റുവാനും സഹായിക്കണമേ. അങ്ങേ ബാല്യകാലത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഞങ്ങളിൽ വിശ്വാസവും ഭക്തിയും വിനയവും അനുസരണവും സ്നേഹവും സേവനശീലവും വളർത്തണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ദാരിദ്ര്യ ദുഃഖങ്ങളെയും ശാരീരികവും മാനസികവുമായ എല്ലാ അസ്വസ്ഥതകളെയും സന്തോഷത്തോടും ക്ഷമയോടും കൂടി സഹിക്കുവാനുള്ള ശക്തിയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സാധുജനങ്ങളെ സഹായിക്കുവാനും സഹോദര തെറ്റുകൾ ക്ഷമിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. സാർവത്രിക സഭയ്ക്ക് പുരോഗതിയും എല്ലാ വൈദിക ശുശ്രൂഷകർക്കും സന്യാസിനികൾക്കും അൽമായ പ്രേക്ഷിതർക്കും വേണ്ട പ്രത്യേക അനുഗ്രഹങ്ങളും നൽകണമേ. യുവതീവാക്കന്മാർക്ക് തങ്ങളുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാനും നിലനിർത്തുവാനും വേണ്ട ശക്തി പ്രദാനം ചെയ്യണമേ. രോഗികൾക്ക് ആരോഗ്യവും മരണാസന്നർക്ക് ആശ്വാസവും നൽകണമേ. ആമേൻ. കൃപാവരങ്ങളുടെ ഉറവിടമായ ഉണ്ണിമിശിഹായെ,
ഈ ദൈവജനത്തിൻ്റെ മേൽ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ കരം നീട്ടണമേ. മാനസാന്തര ചൈതന്യവും ദൈവതിരുമനസ്സ് നിറവേറ്റി ജീവിക്കുവാനുള്ള മനസ്സും ഈ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. മരണം വരെ ഇവരെ പ്രസാദപരാവസ്ഥയിൽ സൂക്ഷിക്കണമേ. അങ്ങയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം യാത്രാ വഴികളിലും ശുശ്രൂഷാ മേഖലകളിലും ഇവർക്ക് നൽകി പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ. അങ്ങയുടെ മഹത്വത്തിന് ഉപകരിക്കുന്നതും മനുഷ്യ നന്മയ്ക്കുതകുന്നതുമായ കാര്യങ്ങൾ മാത്രം ചെയ്യുവാൻ ഇവരെ പ്രാപ്തരാക്കണമേ. മാനസികവും ശാരീരികവുമായ എല്ലാ വേദനകളിൽ നിന്നും അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ ഇവർക്ക് പരിപൂർണ മോചനം നൽകണമേ. ഈ നൊവേനയിൽ ഈ മക്കൾ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും സ്വീകരിച്ച് ഉണ്ണിമിശിഹായെ ഇവരെ സന്തുഷ്ടമാനസരും നന്മ നിറഞ്ഞവരുമായി രൂപാന്തരപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേ ഗണമേ. നരരക്ഷകന മിശിഹായേ ദിവ്യാനുഗ്രഹമേ ഗണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേ ഗണമേ. പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേ ഗണമേ. കൃപണാം മിശിഹാ കർത്താവേ, നിത്യപിതാവിൻ പ്രിയസൂനോ, മർത്യകുലത്തിൻ രക്ഷകനേ, ദിവ്യാനുഗ്രഹമേ ഗണമേ. നരരുടെ നിലവിളി കേട്ടവനേ, നരരെ തേടിയണഞ്ഞവനേ, കനിവു നിറഞ്ഞൊരു നല്ലിടയ, ദിവ്യാനുഗ്രഹമേ ഗണമേ. മർത്യശരീരമെടുത്തവനേ, മർദ്ദനമേറ്റു മരിച്ചവനേ, മഹിമയിൽ വീണ്ടും ഉയർത്തവനേ, ദിവ്യാനുഗ്രഹമേ ഗണമേ. പാപം കൂട്ടിയ നാഗത്തിൻ പാവനവാതിൽ തുറന്നവനേ, മാനവനാശ പകർന്നവനേ, ദിവ്യാനുഗ്രഹമേ ഗണമേ. അധ്വാനിച്ചു വലഞ്ഞവനും ഭാരമെടുത്തു കുഴഞ്ഞവനും സാന്ത്വനമരുളിയ ഗുരുനാഥ, ദിവ്യാനുഗ്രഹമേ ഗണമേ. മർത്യനു നേർവഴി കാട്ടിടുവാൻ, അത്തലകറ്റി നയിച്ചിടുവാൻ, കൂരിരുൾ നീക്കിയുദിച്ചവനേ, ദിവ്യാനുഗ്രഹമേ ഗണമേ. പുതിയൊരു കൽപ്പന നൽകിടുവാൻ, പുതിയൊരു ജീവനുണർത്തിടുവാൻ, ധരയിൽ വന്നു പിറന്നവനേ, ദിവ്യാനുഗ്രഹമേ ഗണമേ. ദിവ്യശരീരം ഭോജനമായി മാനവനേകിയ ദേവസുധ, കരുണാനിധിയാം കർത്താവേ, ദിവ്യാനുഗ്രഹമേ ഗണമേ. വിനയത്തിൻ തിരുദർപ്പണമേ, ശാന്തഗുണത്തിൻ പാർപ്പിടമേ, ദുഃഖിതരൂഴിയിലാശ്രയമേ, ദിവ്യാനുഗ്രഹമേ ഗണമേ.
ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ, പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ, ഞങ്ങളിൽ കനിയേണമേ. മിശിഹ കർത്താവേ, നരകുലപാലകനേ, ഞങ്ങളണച്ചിടുമീ പ്രാർത്ഥന തിരുമുമ്പിൽ, പരിമളമിയലും ധൂപം പോ കൈക്കൊണ്ടരുളേണം. പരിമളമിയലും ധൂപം പോ കൈക്കൊണ്ടരുളേണം. മിശിഹ കർത്താവേ, അലകനേ, ഞങ്ങളണച്ചിടുമീ പ്രാർത്ഥന തിരുമുമ്പിൽ, പരിമളമിയലും ധൂപം പോ കൈക്കൊണ്ടരുളേണം. പരിമളമിയലും ധൂപം പോ കൈക്കൊണ്ടരുളേണം. ബത്ലഹേമിലെയും നസ്രത്തിലെയും ഉണ്ണീശോ നമ്മെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പിതാവിൻ്റെ ഹിതാനുസരണവും മറിയത്തിൻ്റെ സമ്മതത്തോടെയും മാംസമായി തീർന്ന വചനമേ, മറിയത്തിൻ്റെ മടിയിലായിരിക്കുന്ന അങ്ങേ ഞങ്ങൾ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടരുളണമേ. അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന സകല ആവശ്യങ്ങളും നിറവേറ്റി തരുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമൊപ്പം നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന സർവേശ്വരായ എന്നേക്കും ആമേൻ. ആർത്തരായെത്തും ഭക്തരിൽ നിത്യം ബാലേശോനാഥ കണിയണേ. കരയുന്നു ഞങ്ങൾ, തളരുന്നു നാഥ, പാപത്തിൽ കാണു വലയുന്നു. നിത്യം കുരിശുകൾ ജീവ ധരയൽ നിരയായി എരിയുന്നു ചിത്തം, തിരിയുന്നു ബുദ്ധി, തിരിയാതീരമൻ മനതാരിൽ. ആധികൾ വ്യാധിയൊക്കെയും നീക്കി അനുതാപമുള്ളിൽ തരണമേ. കനകപ്രഭയിലൊളിജിന്നോ മങ്ങി തിരുമുഖം കാൺമാൻ വരമേകൂ. ആശ്വാസം തേടി തിരുമുൻപിലെത്തും ദാസരേ നിത്യം കാക്കണേ. തൃക്കരം നീട്ടി മക്കളായെന്നും ഭക്തരെ നിന്നിൽ ചേർക്കണേ. എല്ലാവർക്കും മക്കൾ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിച്ച് പരിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായി നമുക്ക് മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി നിൽക്കാം. പരിശുദ്ധ ശരീരത്താലും
വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നത് നമ്മളുടെ മുൻവികാരിയച്ഛൻ ബഹുമാനപ്പെട്ട സുബിൻ റാത്തപ്പള്ളിൽ അച്ഛനാണ്. തലശ്ശേരി അതിരൂപതയുടെ വൈസ് ചാൻസലറായി അച്ഛൻ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുകയാണ്. ദീർഘദൂരം യാത്ര ചെയ്ത് നമ്മളുള്ള സ്നേഹത്തെ പ്രതി ഇന്ന് ഈ ബലിയർപ്പിക്കാം എന്ന് ഏറ്റെടുക്കുകയും അച്ഛൻ ദീർഘദൂരം യാത്ര ചെയ്ത് നമ്മളോടൊപ്പം ഈ ബലിയർപ്പിക്കുവാൻ വരികയും ചെയ്തു. എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മളുടെ ഇടവക സമൂഹത്തിൻ്റെ പേരിലും വിശ്വാസ സമൂഹത്തിൻ്റെ പേരിലും ബഹുമാനപ്പെട്ട അച്ഛനെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് അച്ഛനോടൊപ്പം ബലിയർപ്പിച്ച് നമ്മളുടെ ഈ തിരുനാളിൻ്റെ ഒന്നാം ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്കറിയാം, ഇന്ന് മരണം മൂലം വേർപിരിഞ്ഞു പോയ നമ്മുടെ പൂർവികർക്ക് വേണ്ടിയുള്ള അനുസ്മരണ ദിവസം കൂടിയാണ്. നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ആഘോഷമായ കുർബാനയാണ് അർപ്പിക്കുന്നതെങ്കിലും നമ്മളുടെ മൺമറഞ്ഞു പോയ എല്ലാ പൂർവികരെയും നമ്മൾ ഓർക്കുന്ന ദിവസമാണ്. പാരമ്പര്യങ്ങളിൽ ഇടവക തിരുനാളുകളുടെ ആദ്യ ദിവസം നമ്മൾ മരിച്ചവർക്ക് വേണ്ടിയും അവരുടെ ആത്മശാന്തിക്കും വേണ്ടിയുമാണ് ബലി ചെയ്യുക. പ്രിയപ്പെട്ടവരെ, അത്തരത്തിൽ നമ്മുടെ മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരങ്ങൾ, മൺമറഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർ, വൈദികർ, സമർപ്പിതർ, മക്കൾ എല്ലാവരെയും നമുക്ക് ഈ പരിശുദ്ധ ബലിയിൽ ഓർക്കാം. അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരുടെ കഴിഞ്ഞ കാലത്തിൻ്റെ അധ്വാനവും കഷ്ടപ്പാടുമാണ് നമുക്കുള്ളത്, ഇന്നുള്ളതെല്ലാം എന്ന് നാം തിരിച്ചറിയുന്നു. നമുക്ക് പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ ബലിയുടെ പ്രാരംഭഗാനം ആലപിച്ച് പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
നമ്മളിന്ന് മരണം മൂലം നമ്മിന്ന് വേർപിരിഞ്ഞു പോയവരെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകയിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരെ എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഇപ്പോഴാണ് നമ്മുടെ ഇടവകയിൽ ആയിരുന്ന ശ്രീമതി ഫെൽസി വർഗീസ് കളപ്പുരയ്ക്കൽ നിര്യാതിയായ വിവരം അറിഞ്ഞിട്ടുള്ളത്. അത് നിങ്ങളെ അറിയിക്കുകയാണ്. ആ പരിധിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമുക്ക് പ്രിയപ്പെട്ടവരായ എല്ലാവരെയും നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ആത്മാർത്ഥമായി വിശുദ്ധ ബലിയിൽ പങ്കുചേരാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകയണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാ
സ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാലെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേനാമേൻ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ രക്ഷാപദ്ധതിയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ വിളിച്ചങ്ങടന്റെ കാരണത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഇടവകയുടെ പേരിന് കാരണബോധനായ ഉണ്ണിയേശുവെ ഓർമ്മയാചരിച്ചുകൊണ്ട് ഈ ദിവരസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ, നിൻ സ്തുതി പാടും. അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ
ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായി നീക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നാ പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 3-ാം അധ്യായം 7 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കുന്നു. അനുഗ്രഹിക്കട്ടെ. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇക്കാരണത്താൽ വിജാതീയരായ നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്ന പൗലോസായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ മുൻപ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതുപോലെ വെളിപാട് വഴിയാണ് രഹസ്യം എനിക്ക് അറിവായത്. അത് വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം.
ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പോസ്തലന്മാർക്കും പ്രവാചകർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ഈ വെളിപാടനുസരിച്ച് വിജാതിയർ കൂട്ടാവകാശികളും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാക്കുകളുമാണ്. ദൈവത്തിൻ്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായി. അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടത്രേ എനിക്ക് ഈ കൃപാവരം നൽകപ്പെട്ടത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ആമേൻ. എൻ്റെ സഹോദരരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വിവേകപൂർവ്വം ചിന്തിക്കുവിൻ. നമുക്കൊരു ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്, എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ്. പ്രവചനവരം വിശ്വാസത്തിന് ചേർന്ന വിധം പ്രവചിക്കുന്നതിലും, ശുശ്രൂഷാവരം ശുശ്രൂഷാ നിർവഹണത്തിലും, അധ്യാപനവരം അധ്യാപനത്തിലും, ഉപദേശപരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും നേതൃത്വം നൽകുന്നവൻ തീഷ്ണതയോടെയും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ
തൂലിക പോലെ താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ, ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശു അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവന്റെ വാക്കുകേട്ട പലരും ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവനിതെല്ലാം എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത്? ഇത്ര വലിയ കാര്യങ്ങളാണ് ഇവന്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. ഇവൻ മറിയത്തിന്റെ മകനും യാക്കോബ്, യോസേ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവന്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിടറി. യേശു അവരോട് പറഞ്ഞു, സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യുവാൻ അവന് സാധിച്ചില്ല. അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ എത്രയും സ്നേഹിക്കപ്പെടുന്ന മര്യാദ സച്ച സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഏവർക്കും ആദ്യമേ തന്നെ ഈ ഇടവകാ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടുകൂടെ നേരുകയാണ്. അല്പം വൈകിപ്പോയി, ട്രെയിൻ വൈകിയതുകൊണ്ടാണ്, ക്ഷമ ചോദിക്കുന്നു. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും ഇപ്രകാരം നമ്മുടെ ഇടവകാ തിരുനാൾ ഒരിക്കൽ കൂടി നമ്മൾ ആഘോഷമായിട്ട് കൊണ്ടാടുമ്പോൾ അതിലേറ്റവും ആത്മാർത്ഥമായിട്ട് നമ്മൾ ഭാഗവാക്കാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ദൈവത്തിൻ്റെ കൃപ നമ്മൾ സ്വീകരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് നമ്മുടെ ഇടവകാ തിരുനാൾ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ പങ്കുചേരുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വ്യക്തി ജീവിതത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഈ 3 ദിവസത്തെ ഇടവകാ തിരുനാളിൽ നമുക്ക് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പങ്കുചേരുകയും നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവത്തിന് സമർപ്പിക്കുന്നതോടൊപ്പം കഴിഞ്ഞ നാളുകളിൽ ദൈവം നമുക്ക് തന്ന നന്മകൾക്ക്, കൃപകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയും ചെയ്യാം. പ്രിയമുള്ളവർ, ഉണ്ണീശോയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഉണ്ണീശോയെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലേ? കുഞ്ഞുങ്ങൾ നമുക്ക് വളരെ പ്രിയങ്കരരാണ്. കാരണം അവരുടെ നൈർമല്യതയും അതോടൊപ്പം തന്നെ ആ ഒരു കൊഞ്ചലും ഒക്കെ നമുക്ക് ഇഷ്ടമാണ്. മാത്രമല്ല അവർ നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയും ആ ഒരു നൈർമല്യത ഉള്ളതുകൊണ്ട് തന്നെ നമുക്കും അവരോട് എപ്പോഴും വാത്സല്യവും അവർക്ക് നമ്മോടും വളരെ സ്നേഹവുമാണ്. പ്രിയമുള്ളവർ, ഉണ്ണീശോനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, സാധാരണ ഒരു മനുഷ്യ കുഞ്ഞ് എന്ന പോലെ ഈ ഭൂമിയിൽ അവതരിച്ചവനാണ് മിശിഹ. അവനെ ഈ ഭൂമിയിൽ അവൻ്റെ മാതാപിതാക്കൾ വളർത്തിയപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ കാണുന്നു, അവൻ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചു എന്നുള്ളതാണ്. വിധേയപ്പെട്ട് ജീവിച്ചു. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് വിധേയപ്പെട്ട് ജീവിക്കുവാൻ തീർച്ചയായിട്ടും നമ്മൾ ഉണ്ണിയേശുവിൻ്റെ കൃപ അപേക്ഷിക്കണം. പല മാതാപിതാക്കളും ഈ കാലഘട്ടത്തിൽ പറയുന്നതാണ്, അച്ഛാ ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും കുഞ്ഞുങ്ങൾ കേൾക്കുന്നില്ല, അച്ഛൻ പറയണം, ഇല്ലെങ്കിൽ സിസ്റ്റർ പറയണം, ഇല്ലെങ്കിൽ അധ്യാപകർ പറയണം എന്നുള്ള വലിയൊരു പ്രതിസന്ധി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അനുസരിക്കുന്നില്ല, നമ്മൾ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ കേൾക്കുന്നില്ല, ഇല്ലെങ്കിൽ നമ്മൾ പറയുന്നതിന് വില കൽപ്പിക്കുന്നില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങൾ പലപ്പോഴും മാതാപിതാക്കളായ നിങ്ങൾ ഓരോരുത്തരും അഭിമുഖീകരിക്കാറുണ്ട്. പ്രിയമുള്ളവർ, ഇവിടെ ദൈവത്തിൻ്റെ, പ്രത്യേകിച്ച് ഉണ്ണിയേശുവിൻ്റെ വലിയ കൃപ അതിന് നമ്മെ സഹായിക്കും. നമ്മൾ പറയുന്നത് അനുസരിക്കുവാനും അതിന് വിധേയപ്പെടുവാനുമുള്ള ഈ കൃപ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ട് പാരൻറ്റിങ്ങിൽ അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് നേരിടുന്ന ഈ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് ഉണ്ണിയേശുവിനോട് പ്രാർത്ഥിക്കാം. ഇനി ഉണ്ണിയേശുവിൻ്റെ പ്രത്യേകത നമുക്കറിയാം,
അവൻ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ടതുപോലെ തന്നെയാണ് അവൻ എല്ലാ കാര്യങ്ങളും പഠിച്ചിരുന്നു. എങ്ങനെ? മാതാപിതാക്കളിൽ നിന്നും അവൻ്റെ ശുശ്രൂഷകളെല്ലാം അവൻ പഠിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പനെ ആശാരിപ്പണിയിൽ അവൻ സഹായിച്ചു. നല്ലൊരു മരപ്പണിക്കാരനായിട്ട് ഈശോ മാറുന്നുണ്ടെന്ന് നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉണ്ണിയേശു തൻ്റെ അമ്മയെ പലപ്പോഴും സഹായിച്ചിരുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നല്ല മറ്റ് പല ലേഖനങ്ങളിൽ നിന്നും നമ്മൾ കാണുന്നുണ്ട് മാതാപിതാക്കളെ സഹായിച്ചത്. ഇപ്രകാരം സ്വന്തം മാതാപിതാക്കളെ സഹായിക്കുന്ന ഒരു നല്ല വ്യക്തിത്വമായിരുന്നു ഉണ്ണിയേശു എന്നുള്ളത് നമ്മൾ കാണുന്ന ഒരു സത്യമാണ്. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്രകാരം നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സഹായിക്കുകയും അവരുടെ ക്ഷേമത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും തന്നെ മുതിർന്ന ആളുകളാണ്. അതുകൊണ്ട് മുതിർന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ തൊഴിലുകൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കണം. നിങ്ങളുടെ തൊഴിലുകൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ അഭ്യസിപ്പിക്കണം. കാരണം എന്താണെന്നറിയാമോ? യോസേപ്പ് ആശാരിപ്പണിക്കാരനായിരുന്നു, മരപ്പണിക്കാരനായിരുന്നു. അവിടെ ഉണ്ണിയേശു സഹായിക്കാനായിട്ട് വന്നിട്ട് അവൻ അത്യാവശ്യം പണികൾ പഠിച്ചിരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ റബ്ബർ വെട്ടുന്ന ഒരാളാണെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ മക്കൾക്ക് ആർക്കൊക്കെ റബ്ബർ വെട്ടാൻ അറിയാം? ഒരു തൂമ്പയെടുത്ത് കളയ്ക്കാൻ അറിയാം. നിങ്ങളുടെ മാതാപിതാക്കൾ അധ്യാപകരാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലയാണ് ചിന്തിക്കുക. നിങ്ങളുടെ മക്കൾ ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ക്ലാസ്സുകളൊക്കെ നയിക്കാനായിട്ട് നിങ്ങൾ പരിശീലനം കൊടുക്കുന്നുണ്ടോ? ശിക്ഷണം കൊടുക്കുന്നു? നിങ്ങളുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ കൊടുക്കുന്നത് പോലെയുള്ള ശിക്ഷണങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നുണ്ടോ? പ്രിയമുള്ളവരെ, അത് വളരെ ചിന്തനീയമായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ അത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പരിശീലിപ്പിക്കണം, അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം. അപ്പോഴാണ് തങ്ങളുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ നേടി എന്ന് ആ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു ദൂഷ്യമാണ് ആ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. വീട്ടിലൊരു പാത്രം കഴിക്കുന്നില്ല, വീടൊന്ന് അടിച്ചു വാരാനായിട്ട് അവരുടെ കുഞ്ഞുങ്ങളോട് പറയുന്നില്ല, അവരുടെ വസ്ത്രങ്ങൾ അലക്കാൻ നമ്മൾ പറയുന്നില്ല. ഇതൊക്കെ നമ്മൾ ആ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ്. അതുകൊണ്ട് പ്രിയമുള്ള മാതാപിതാക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള കുഞ്ഞു ശീലങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ അഭ്യസിപ്പിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഇതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഈശോയെ ദേവാലയത്തിൽ കാണാതാകുന്നൊരു സന്ദർഭമുണ്ട്. ദേവാലയത്തിൽ കാണാതാകും. അപ്പോൾ ഈശോയുടെ മാതാപിതാക്കൾ തിരിച്ചു നിന്ന് കാണുമ്പോൾ എന്താണ് സംഭവിക്കുക? അവൻ അവരോട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ചോദ്യോത്തരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക. 12 വയസ്സുള്ള ഒരു ബാലൻ ഇപ്രകാരം ഒരു ജ്ഞാനം അവനോട് നിന്ന് കിട്ടി. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഈശോ ദൈവപുത്രനായിട്ട് എല്ലാ വെളിപാടും കൂടെ പുത്രന് കിട്ടിയെന്നില്ല. അവൻ്റെ അമ്മ, അവൻ്റെ മാതാപിതാക്കൾ ഈ പറഞ്ഞ പ്രവാചകന്മാരെ കുറിച്ചും രാജാക്കന്മാരെ കുറിച്ചും പഴയ നിയമത്തിലെ നമുക്കറിയാം ഗ്രന്ഥങ്ങളെക്കുറിച്ചുമുള്ള വിശുദ്ധീകരണങ്ങൾ ആ കുഞ്ഞിന് നൽകിയിരുന്നു. അവൻ ആ ഒരു അറിവുണ്ടായിരുന്നു, ബോധ്യമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ ഇപ്രകാരമുള്ള തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും നടത്തുന്നത്. അത് തിരിച്ചറിയാനും മനസ്സിലാക്കാനുമുള്ള ഒരു കൃപ ദൈവപുത്രനായിട്ട് പ്രത്യേകിച്ചുണ്ടായിരുന്നു. പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മൾ ഈ കുഞ്ഞുങ്ങൾ ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിപ്പിക്കും. ഇന്നലെയാണ് പെങ്ങളുടെ കൊച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വീട്ടിലുണ്ടായിരുന്നു. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച്, വലിയൊരു ഇംഗ്ലീഷ് പുസ്തകം, സയൻസിൻ്റെ ഏതാണ്ട് ഞാനത് വായിച്ചു നോക്കിയിട്ട് ഈ പറഞ്ഞതുപോലെ വലിയ കാര്യങ്ങളാണ് അതിനകത്ത് പഠിക്കുന്നത്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച്. ഞാൻ ഈ കൊച്ചുങ്ങളൊക്കെ ഇത്രയും വലിയ കാര്യങ്ങൾ എന്തിനാണ് കഷ്ടപ്പെട്ടൊക്കെ പഠിക്കുന്നത്? ഞങ്ങളൊക്കെ 3ാം ക്ലാസ്സിൽ കുഞ്ഞു കാര്യങ്ങളെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ICSE സിലബസും CBSE സിലബസൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നു. നമ്മൾ എത്ര പേര് ഈ പറഞ്ഞതുപോലെ ദൈവീക കാര്യങ്ങൾ അല്ലേ, അത്രയും ടഫായ കാര്യമാണ്. ഈ പറഞ്ഞ ICSE CBSE സിലബസൊക്കെ അത്ര എളുപ്പമുള്ള സാധനങ്ങളൊന്നുമില്ല. നിങ്ങൾ വളരെ ടഫായ സാധനങ്ങൾ ഈ കുഞ്ഞുങ്ങളെ വളരെയധികം പഠിപ്പിക്കാൻ ശ്രമപ്പെടുന്നു. അതേസമയം തന്നെ നമ്മുടെ സന്ധ്യാപ്രാർത്ഥന, ഒരു നമസ്കാരം, കർത്താവിൻ്റെ മാലാഖ, നമ്മൾ എത്രമാത്രം തീക്ഷ്ണത അതിനകത്ത് എടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആത്മശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ള മാതാപിതാക്കളെ, ഈശോ അവരോട് തർക്കിച്ചു എന്ന് പറയുമ്പോൾ മറ്റൊന്നും കൊണ്ടല്ല, അവന് ആ ഒരു വിവരം, അറിവ്, ബോധ്യം വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂൾ വിഷയങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അവർ മറ്റ് ചിത്രകഥകളൊക്കെ വായിക്കുന്നത് പോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിലെ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ചിത്രകഥയായിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളൊന്ന് കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുത്ത് അവരെ വിശുദ്ധ ഗ്രന്ഥമൊക്കെ പഠിപ്പിക്കാനായിട്ടും കൂടെ നമുക്ക് സാധിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ഇടവകയുടെ പ്രത്യേകമായിട്ട് നമുക്ക് ഉണ്ണിയേശുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഉണ്ണിയേശുവിൻ്റെ വലിയ കൃപയുണ്ടാകട്ടെ. കുഞ്ഞുങ്ങൾ നമുക്കറിയാം, നമ്മൾ വീട്ടിലൊക്കെ അമ്മയ്ക്ക് കൊച്ചു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ കുഞ്ഞത് ചെയ്യും. അല്ലെങ്കിൽ പപ്പയ്ക്ക് അസുഖമാണ്, നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ കുഞ്ഞത് ചെയ്യും. ഇതുപോലെയാണ് ഉണ്ണിയേശു അല്ലേ. ഉണ്ണിയേശു നമ്മൾ പറയുന്നതൊക്കെ കേൾക്കും.
നമ്മൾ പറയുന്നതൊന്നും ഉപേക്ഷിക്കില്ല ഉണ്ണീശോ. അതുകൊണ്ട് ആ ഉണ്ണീശോയുടെ അടുത്ത് നമുക്ക് ഒരു അപ്പൻ്റെ അമ്മയുടെ ആ ഒരു വാത്സല്യത്തോട് പറയാം, എൻ്റെ കുഞ്ഞുണ്ണീശോയെ നീ അനുഗ്രഹിക്കണം, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം, എൻ്റെ കൊച്ചിനെ അനുഗ്രഹിക്കണം, എൻ്റെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണം എന്ന് ഏറ്റവും സ്നേഹത്തോടുകൂടെ നമുക്ക് അപേക്ഷിക്കാം, പ്രാർത്ഥിക്കാം. ഉണ്ണിയേശു നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവൻ എൻ്റെ പ്രിയപുത്രനാവുന്നു എന്ന പിതാവിൽ നിന്ന് സാക്ഷി ലഭിച്ച വിഷയം കർത്താവും ദൈവമായി നിന്നെ ഏറ്റുപറയാൻ സഭയെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സകല നീതിയും പൂർത്തിയാക്കാൻ യോഹന്നാനിൽ നിന്നും മാമോദിസ സ്വീകരിച്ച മിശയെ നിന്റെ കൽപ്പനകൾ വിശ്വസ്തതാപൂർവ്വം പാലിച്ചുകൊണ്ട് ദൈവത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. യോർദാനിൽ വെളിപ്പെട്ട പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയെ മാതൃകയാക്കി യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം നയിക്കാൻ സഭാ മക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പ്രകാശമായി നിന്നിലൂടെ ലഭിച്ച വിശ്വാസത്തിൽ വളരാനും സൽപ്രവൃത്തികൾ നിന്നെ മഹത്വപ്പെടുത്താനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ നിന്റെ കൃപയിൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തി സമാധാനവും ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നാമത്തിൽ പിതാവിനും പുത്രനും വിശുദ്ധന്മാരും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ യാചനകൾ ശ്രവിക്കണമേ. ഉണ്ണിയേശുവിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമേ. വിശുദ്ധരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ കൃപയ്ക്ക് ഞങ്ങൾ അർഹരാവുകയും നിത്യാനന്ദത്തിൽ പങ്കുകാരാവുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥായ നീക്കും ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേനിടവുമിതാ പാവനബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടും ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. സാദരും അതുപോലാത്മജനും ദിവ്യറുഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാം. പാവനമീ ബലിയിൽ സുതൻ
ഒന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോദ്ധാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവി ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടി സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീഹായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ലൈംഗികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിലെ ഉയർപ്പും നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സ്ഥലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. പാത്രാർക്കിസ്മാരും മേജർ ആർച്ച് മെത്രാപ്പൊലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരും അനുസ്മരിക്കുവിൻ. മിശയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗത്തിൽ നിത്യജീവനും കാരണമാവട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ
നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന് ശരീര രക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തിനും വിശുദ്ധിയും കൂടെ കർത്താവ് നന്ദി പറയുകയും അടുത്ത് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദ്യം നിന്ന് ഇഷ്ടപ്പെടുന്നത് സൂക്ഷിച്ച് വീക്ഷിക്കുകയും ലോകത്തിജന്മ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തനിമാസ വഴി സമാധാന സമൃദ്ധാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് എത്തി നിശബ്ദരായി ഏകാധിയുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ, രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ് കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്ന അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു.
പരിശുദ്ധരും രൂപികളുമായ ക്രോവേന്മാരുടെ ശ്രാപ്പയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീഥിയിലോശാന, ദാവീദിൻ സുതനോശാന, കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാ, വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീഥിയിലോശാന, കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുരുമായി ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നതാൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങിപ്പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിശുപോ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ റോമാലെ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപതധ്യക്ഷൻ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്കും ജോർജ് പിതാക്കന്മാർക്ക് വേണ്ടിയും പുരോഹിതന്മാർ, സംസ്ഥാനമാർ, സമർപ്പിതരൽമായ പരിശുദ്ധർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ തൊലിക സഭ മുഴുവനും വേണ്ടി
ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്തകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിനകമാവിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരും എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. യേശുദരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോല മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും ഇവരുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായിരിക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്ന് ഞങ്ങളുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവും അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധി ഞങ്ങളെ പഠിപ്പിച്ചു എന്നെല്ലാ മനുഷ്യർ അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയത്തിനകവും പരിശുദ്ധവും ജീവിതമായ ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് അവസ്ഥിതിനെ ആശീർവദിക്കുകയും പൗത്രിരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ പിള്ളലി വൃത്തിയാശിക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്വമാ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്ന ഞങ്ങളുടെ അഭിഷക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. ദൈവമേ, ഞങ്ങളുടെ കൃപയ്ക്കൊത്ത വിധനോട് ദയതോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രയത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതായും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് ഞങ്ങളുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും, നേടുമൻ സ്വർഗം നിശ്ചയമായി. കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷന്റെ അമലമായ ശരീരത്തിലെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാണ് സമീപിക്കാം.
അന്യതാമത്തെ നാളാകുന്ന ക്ഷണത്തോടെ അപരാധങ്ങൾ പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിനാഥനത്തോടെ കൃപയെ പാപജനെ യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും അടിച്ച് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുത്തിൽ വിദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തിനു കൂടി ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷക്കാരമാവട്ടെ, നിത്യജീവനം കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ദാസരുടെ പാപക്ഷമേത്രങ്ങളെ പതിരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങളുടെ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ചവനോ വിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, കടക്കാരനെ ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരോപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. വരുവിൻ, മനുഷ്യകുലത്തെയും ലോകം മുഴുവനെയും ദുഷ്ടനിൽ നിന്ന് മോചിപ്പിക്കുന്നവനെ നമുക്ക് ഒന്ന് ചേർന്ന് ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യാം. എന്തുകൊണ്ടെന്നാൽ അവൻ തന്റെ കൃപയാൽ കടങ്ങളുടെ പൂർത്തിക്കായി തന്റെ ശരീരത്തുകളാകുന്ന സ്വർഗീയ ദാനം നമുക്ക് നൽകി. ഹല്ലേലൂയ. നമ്മെ ജീവിതം ആവശ്യംശയുടെ കൃപാരുടെ കാരണത്താൽ നാം എല്ലാവരിലും പൂർണ്ണമാകട്ടെ, ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദര, സ്വർഗരാജ്യത്തുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ ക്ഷണിക്കുന്നു. ഒഴുകി 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 ദൂരത്തെങ്ങോ പോയി, എൻ്റെ ഘോരവേദനകൾ ദൂരത്തെങ്ങോ പോയി. ഒഴുകി 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 ദൂരത്തെങ്ങോ പോയി, എൻ്റെ ഘോരവേദനകൾ ദൂരത്തെങ്ങോ പോയി. നല്ലിടയൻ എൻ മനസ്സിൽ വന്നണഞ്ഞപ്പോൾ എൻ്റെ ഘോര പാപങ്ങൾ ദൂരത്തെങ്ങോ പോയി. നനഞ്ഞ കണ്ണുകൾക്കു നല്ല കുളിർമയായി
ഒഴുകി 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 ദൂരത്തെങ്ങോ പോയി എൻ്റെ ഘോരവേദനകൾ ദൂരത്തെങ്ങോ പോയി. ഇന്നെൻ്റെ ജീവിതം ഈശോയിൽ ധന്യമായ ആനന്ദം കൊണ്ടിടുന്നു. ഇന്നെൻ്റെ കർത്തവ്യം യേശുവെ ഘോഷിക്കാൻ മാത്രമായി മാറ്റിവെച്ചു. ഇന്നെൻ്റെ ജീവിതം ഈശോയിൽ ധന്യമായ ആനന്ദം കൊണ്ടിടുന്നു. ഇന്നെൻ്റെ കർത്തവ്യം യേശുവെ ഘോഷിക്കാൻ മാത്രമായി മാറ്റിവെച്ചു. ഇന്നെൻ്റെ നാവുകൾ യേശുവിൻ നാമം ഇമ്പമായി പാടിടുന്നു. ഇന്നെൻ്റെ ആത്മാവ് ഓരോ നിമിഷവും വചനങ്ങൾ പാലിക്കുന്നു. ഇന്നെൻ്റെ ആത്മാവ് ഓരോ നിമിഷവും വചനങ്ങൾ പാലിക്കുന്നു. ഒഴുകി 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 ദൂരത്തെങ്ങോ പോയി എൻ്റെ ഘോരവേദനകൾ ദൂരത്തെങ്ങോ പോയി. ഓരോ ദിനത്തിലും ദിവ്യകാരുണ്യം കൈക്കൊള്ളുവാനെത്തുന്നു. ഓരോ സമയവും ദിവ്യകാരുണ്യ മാഹാത്മ്യമോർത്തിടുന്നു. ഓരോ ദിനത്തിലും ദിവ്യകാരുണ്യം കൈക്കൊള്ളുവാനെത്തുന്നു. ഓരോ സമയവും ദിവ്യകാരുണ്യ മാഹാത്മ്യമോർത്തിടുന്നു. ഓർത്തിടും നേരം എൻ മുഖമാകെ ജ്യോതിസായി തീർന്നിടുന്നു. ഓർമ്മയിലെന്നും യേശുവിൻ രൂപം പൊൻപ്രഭ തൂകിടുന്നു. ഓർമ്മയിലെന്നും യേശുവിൻ രൂപം പൊൻപ്രഭ തൂകിടുന്നു. ഒഴുകി 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 ദൂരത്തെങ്ങോ പോയി എൻ്റെ ഘോരവേദനകൾ ദൂരത്തെങ്ങോ പോയി. നല്ലിടയൻ എൻ മനസ്സിൽ വന്നണഞ്ഞപ്പോൾ എൻ്റെ ഘോര പാപങ്ങൾ ദൂരത്തെങ്ങോ പോയി. നനഞ്ഞ കണ്ണുകൾക്കു നല്ല കുളിർമയായി ഒഴുകി 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 ദൂരത്തെങ്ങോ പോയി എൻ്റെ ഘോരവേദനകൾ ദൂരത്തെങ്ങോ പോയി. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശാപതി കാരണമാകാതെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധി സന്തോഷിക്കുന്ന നിദാനമാകട്ടെ. സ്ഥലത്തിൻ്റെയും നാഥായ നീക്കും. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കറകളും കടങ്ങളും നിന്റെ ശരീരരക്തങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണ്ണമായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോട് എതിരേൽക്കുവാൻ സ്വർഗീയ ഗണങ്ങളോടുകൂടെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യനാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട് നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
കർത്താവായ ദൈവമേ, ഉണ്ണിയേശുവിൻ്റെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് സുത്രഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങളെ കൃപ നൽകി. ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. പ്രത്യാശയ വിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുകയും ചെയ്ത അമൂല്യമായ ദാനമെന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. ഉണ്ണിയേശുവിനെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്റെ ജീവിതം കാഴ്ചവെക്കുവാനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ. സലിലത്താൽ തിരുസഭയാകും ഭവനത്തിൽ സുതരായി നമ്മെയുയർത്തിയിടും താതനെ വാഴ്ത്താം സാമോദം. മധ്യസ്ഥർ വഴിയനുദിനവും മാതൃക നൽകും തിരുനാഥൻ. കൃപയും കരുണയും അനവരതം നിങ്ങളിലെന്നും ചൊരിയട്ടെ. ഏക ശരീരം പോലെന്നും സ്നേഹത്തിൽ നിലനിന്നിടാൻ പാവനരൂഹ അനുദിനവും നിങ്ങളിലെന്തു വസിക്കട്ടെ. ജീവനേഴും തിരുസ്ലീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങൾ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടകളുടെ പുറത്തേക്കും പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ദേവാലയത്തിന് പുറത്തിറങ്ങി ഒന്ന് റിഫ്രഷായി ഉടൻ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികളാണ്. ആരും പോകരുത്, എല്ലാവരും കലാപരിപാടികൾ ആദ്യ അവസാനം അതിന് നിങ്ങളെല്ലാവരും ഉണ്ടാവണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. നമുക്ക് കുരിശുവരച്ച് ദേവാലയത്തിന് പുറത്തിറങ്ങി ഉടൻ തന്നെ മീറ്റിങ്ങിന് വേണ്ടിയ ക്രമീകരണങ്ങൾ ചെയ്ത് നമുക്ക് റെഡിയാകാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദിയുടെ ഒരു വാക്ക് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച ബഹുമാനപ്പെട്ട സുബിനച്ഛന് ഹൃദയപൂർവ്വം ഇടവക സമൂഹത്തിൻ്റെയും എൻ്റെ വ്യക്തിപരമായ പേരിൽ നന്ദി പറയുകയാണ്. അച്ഛൻ തന്നെയാണ് നമുക്ക് മീറ്റിങ്ങിനും കുഞ്ഞുങ്ങളുടെ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യുന്നതും അതുകൊണ്ട് ഔദ്യോഗികമായ നന്ദി പറയുന്നത് കൊണ്ട് ഞാൻ ഒരു വാക്കിൽ നന്ദി അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
എന്നമ്മച്ചി. ആരാണു ദൈവം ആരാണു ദൈവം ചൊല്ലിത്തന്നു എന്നമ്മച്ചി. എന്താണു സ്നേഹം എന്താണു സ്നേഹം കാട്ടിത്തന്നു എന്നമ്മച്ചി.
Bluetooth mode. Paired.
അടിയനിലണയൂ സുഖകരമാണാ ദർശനം. ഹിമകണമഴ പോ അടിയനിലണയൂ സുഖകരമാണാ ദർശനം. വടക്ക് കർണാടകത്തോടും പടിഞ്ഞാറ് അറബിക്കടലിനോടും കിഴക്ക് അതിമനോഹരമായ പർവ്വതനിരകളോടും ചേർന്ന് കിടക്കുന്ന നാനാജാതി മതസ്ഥർ സ്നേഹത്തിലും സാഹോദര്യത്തിലും ഒരുമിക്കുന്ന നമ്മുടെ സ്വന്തം നാടായ ഹൊസങ്കടിയിൽ സ്ഥിതി ചെയ്യുന്ന അനേകരുടെ അഭയകേന്ദ്രമായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞ ഹൊസങ്കടി ഉണ്ണിമിശിഹ ദേവാലയം അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ഒരു ദശകം പൂർത്തിയായ വേളയിൽ നാം ഇന്ന് ഇടവകാ ദിനമായി ആചരിക്കുകയാണല്ലോ. ഓരോ ഇടവകാ ദിനവും നമ്മുടെ ആഹ്വാനം ചെയ്യുന്നത് പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും അനിവാര്യതയെക്കുറിച്ചാണ്. ഉണ്ണീശോയുടെ വരപ്രസാദങ്ങളാൽ അനുഗ്രഹീതമായ ഈ സമൂഹം ഇടവകാ ദിനം ആചരിക്കുന്ന ഈ അസുലഭ സുന്ദര വേളയിൽ അവിടുന്ന് കനിഞ്ഞരുളിയ ഓരോ അനുഗ്രഹങ്ങളെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. As we gather in this space, let us prepare our heart and minds to worship our loving God. This prayer song is an offering of our praise and gratitude. Let us sing with a faith and devotion. I invite Minvi Joy Kirakadath, Anne Maria Vettika, Anna Maria Kitera to begin our prayer song.
Thank you, dears, for your creating a heavenly atmosphere. അടുത്തതായി ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നതിനായി ശ്രീമാൻ ജോയ് വെട്ടിക്കലിനെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, ഈ പരിപാടിയുടെ ചീഫ് ഗസ്റ്റായ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഇടവകയുടെ കോർഡിനേറ്റർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നമ്മുടെ ഉണ്ണിമിശിഹ ദേവാലയം സ്ഥാപിതമായിട്ട് 11 വർഷം പിന്നിടുന്ന ഈ സമയത്ത് ഉണ്ണീശോയുടെയും വിശ്രുത രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാളിൻ്റെ 3 ദിവസത്തെ തിരുനാളിൻ്റെ 1-ാം ദിനമായ ഇന്ന് സൺഡേ സ്കൂളിൻ്റെയും സംയുക്ത ഭക്തസംഘടനയുടെയും വാർഷികാഘോഷത്തിനാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഇന്ന് ഈ ആദ്യ ദിനത്തിൽ നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും അതുപോലെ തന്നെ വചന സന്ദേശം നൽകുവാനും ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിയിട്ടുള്ളത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ സുബിൻ റാത്തപ്പള്ളി അച്ഛനാണ്. അച്ഛൻ നിലവിൽ തലശ്ശേരി അതിരൂപതയുടെ വൈസ് ചാൻസലറായിട്ട് സുദീർഘമായ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അതിരൂപതയുടെ ഹെൽപ്പ് ഡെസ്ക് ഡയറക്ടർ എന്ന സ്ഥാനം കൂടിയും അദ്ദേഹം വഹിക്കുകയാണ്. വളരെ ഉന്നതമായ പദവിയിലേക്ക് ചുരുങ്ങിയ സമയം കൊണ്ടാണ് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ ഇടവക വികാരിയായതിനു ശേഷവും അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ബിരുദാനന്തര ബിരുദം വളരെ ഉന്നതമായ വിജയം നേടിയതിനു ശേഷമാണ് തലശ്ശേരി അതിരൂപതയുടെ സുപ്രധാനമായ ഒരു സ്ഥാനത്തേക്ക് പിതാവ് അച്ഛനെ നിയോഗിച്ചിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് നമ്മളെല്ലാവരും കണ്ടതാണ് എഡൂർ ഫൊറോന ചർച്ചിനെ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന നിയമന പത്രം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അച്ഛനാണ് അത് വായിച്ച് നമ്മളെ ലോകത്തെ അറിയിച്ചത്. അതുപോലെ തന്നെ അതിരൂപതയിലെ 19ഓളം ഫൊറോനകളിൽ ഈ ഹെൽപ്പ് ഡെസ്കിൻ്റെ ഭാഗമായിട്ട് അവരൊക്കെ കോർത്തിണക്കിക്കൊണ്ട് വളരെ സുന്ദരമായിട്ട് അച്ഛൻ ആ ദൗത്യം നിർവഹിച്ചു വരികയാണ്. ഏൽപ്പിക്കുന്ന ഏത് കാര്യങ്ങളും വളരെ ഭംഗിയായി നിർവഹിക്കുന്നുള്ളൊരു വിശ്വാസം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അച്ഛനെ ഇത്രയും സുപ്രധാനമായ സ്ഥാനത്തേക്ക് എത്തിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അച്ഛന് ദൈവം തന്ന സൗഭാഗ്യത്തിന് നമുക്ക് സന്തോഷിക്കാം. അതുപോലെ തന്നെ അതിനൊപ്പം തന്നെ നമ്മുടെ ഇടവകയിൽ ചുരുങ്ങിയ കാലമാണെങ്കിലും ഇവിടെ സേവനമനുഷ്ഠിക്കുമ്പോൾ നമ്മളെല്ലാവരെയും ഒപ്പം ചേർത്ത് നിർത്തുവാനും നമ്മുടെ ഇടയിൽ സന്തോഷത്തിൻ്റെ പങ്കുവഹിച്ചുകൊണ്ട് എല്ലാവരെയും ഒരേപോലെ കാണാനുള്ള ഒരു സന്മനസ്, ഒരു മാർഗദീപം എപ്പോഴും അച്ഛന് കൈമുതലായിട്ടുണ്ട്. നമുക്കേറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അച്ഛനെ വളരെ ഹൃദയപൂർവ്വം ഈ ചടങ്ങിലേക്ക് എൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരും പേരിലും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് നമ്മളെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ ലൂയി മരിയദാസ് അച്ഛനാണ്. റാത്തപ്പള്ളി അച്ഛൻ പോയതിനു ശേഷമാണ് അച്ഛൻ ഇവിടെ ചാർജ് എടുക്കുന്നത്. അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അനുഗ്രഹീത ഗായകൻ, ഗാനരചയിതാവ്, ഒരു നല്ലൊരു സഹൃദയൻ, സർവോപരി നല്ലയിടനായ ഈശോയുടെ രൂപവും ഭാവവും ജീവിതത്തിൽ സ്വന്തമാക്കുന്ന ഒരു നല്ല ഇടയനാണ് ഒസങ്കടി ഇടവക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം
ഈ അടുത്ത ദിനങ്ങൾ, ഈ കഴിഞ്ഞ കുറേ ദിനങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മകുടോദ്ധാരമാണ് അത്യാവകാശപൂർവം നമ്മളിവിടെ നടത്തപ്പെടുന്ന, വളരെ വിപുലമായ രീതിയിൽ നമ്മൾ നടത്തപ്പെടുന്ന, അച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ 3 ദിവസത്തെ തിരുനാൾ ആഘോഷം. അച്ഛനറിയാം, നമുക്കറിയാം, അച്ഛൻ സംഗീതത്തിലൂടെ ഒരുപാട് ജനഹൃദയങ്ങൾ ഒന്നിപ്പിക്കാനുള്ള സർഗാത്മകമായ ഒരുപാട് വൈഭവമുള്ള ഒരു വ്യക്തിത്വമാണ്. നമ്മൾ ഇന്നലെ അന്തരിച്ച നമ്മുടെ ഭാവഗായകൻ, ഇന്ത്യയിലെ ഏറ്റവും നല്ല ഭാവഗായകനായിരുന്ന ശ്രീ പി ജയചന്ദ്രൻ, അദ്ദേഹം അച്ഛൻ രചിച്ച 2 ഗാനങ്ങൾക്കാണ് ശബ്ദം നൽകിയത്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ പ്രശസ്തി നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അച്ഛൻ നിയമ പഠനത്തിനിടയിൽ തന്നെ നമ്മുടെ ഇടവകയിലെ ഭൗതികവും ആത്മീയവുമായ എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യമായി ക്രമീകരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നേതൃത്വം നൽകിക്കൊണ്ട് നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്നു. അച്ഛൻ്റെ സാന്നിധ്യം തന്നെ നമ്മുടെ ഇടവകയിൽ ദൈവത്തിൻ്റെ ഒരു ദാനമായിട്ട് ഞാൻ കാണുകയാണ്. അച്ഛനെ ഏറ്റവും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് നിങ്ങളെല്ലാവരും പേരിൽ, എൻ്റെയും സ്വന്തം പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ചടങ്ങിൻ്റെ ചീഫ് ഗസ്റ്റ് ബഹുമാനപ്പെട്ട മഞ്ചേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജീൻ ലവേന മന്തോര അവർകളാണ്. എല്ലാവർക്കും അവരെ വളരെ സുപരിചിതരാണ്. കാരണം കഴിഞ്ഞ 4 വർഷമായിട്ട് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് എല്ലാ മേഖലകളിലും പതിവിന് വിപരീതമായിട്ട് സംശുദ്ധമായ ഒരു ഭരണം കൊണ്ട് പഞ്ചായത്തിനെ വികസനത്തിൻ്റെ പാതയിൽ കെട്ടിപ്പിടുക്കാൻ അശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പഞ്ചായത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ജില്ലയിലും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിൽ തന്നെ അത് സമർപ്പിച്ചുകൊണ്ട് ഒരുപാട് പദ്ധതികൾ നേടിയെടുക്കാനും അത് നടപ്പിലാക്കുവാനും പ്രസിഡന്റ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഹൊസങ്കടി ടൗൺ ഗതാഗത തിരക്കുകൊണ്ടും മറ്റ് സൗകര്യങ്ങളും വീർപ്പുമുട്ടിയിരുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു ടെമ്പോ സ്റ്റാൻഡ്, അതിന് അനുബന്ധ സൗകര്യങ്ങൾ, അതുപോലെ തന്നെ അവിടെ വരുന്ന യാത്രക്കാർക്കോ വ്യാപാരി സമൂഹത്തിനോ പ്രാഥമിക സൗകര്യങ്ങൾ, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒന്നുമില്ലായിരുന്ന സമയത്ത് വർഷങ്ങളോളം ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം പ്രസിഡന്റ് അധികാരമേറ്റതിന് ശേഷം ഏറ്റവും ആദ്യം നടപ്പിലാക്കേണ്ടായി. ഇങ്ങനെ ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ച് സംശുദ്ധമായ ഒരു ഭരണത്തിലൂടെയാണ് ശ്രീമതി ജീൻ ലവേന മന്തോരോ പഞ്ചായത്തിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. It is our great honor to welcome President of Manjeshwar Gram Panchayat, Srimati Jean Laveno Mandero, to this Parish Day celebration. ഈ ചടങ്ങിന് നന്ദി പ്രകാശിക്കുന്നത് വേദിയിൽ സന്നിധിയായിരിക്കുന്ന നമ്മുടെ ഇടവക കോർഡിനേറ്റർ ശ്രീ തോമസ് പനക്കൽ അവറുകളാണ്. നമുക്കറിയാം, ഈ പള്ളിയുടെ ആരംഭകാലം തൊട്ട് തന്നെ പള്ളി എല്ലാ കാര്യങ്ങൾക്കും ആത്മാർത്ഥമായി മുന്നിൽ നിന്ന് പ്രയത്നിക്കുകയും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. കോർഡിനേറ്റർ നിലയിൽ അച്ഛനോടൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നേതൃത്വം കൊടുക്കുന്നു. ശ്രീ തോമസ് പനക്കൽ അവറുകളെ വളരെ ഹൃദയപൂർവ്വം ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാം. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മദർ സുപ്പീരിയർ പുഷ്പ, അതേപോലെ തന്നെ സിസ്റ്റർ ആൽഫി, ഈ 2-3 ദിവസങ്ങളായിട്ട് നമുക്ക് വന്ന് സഹകരിക്കുന്ന തിരുനാളിൻ്റെ മൊത്തം എല്ലാ കാര്യങ്ങളും സഹകരിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ഇരിക്കുന്ന സിസ്റ്റർ കൃപ, സിസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം അവരുടെ സാന്നിധ്യം നമ്മുടെ പള്ളിക്ക് എപ്പോഴും അനുഗ്രഹമാണ്. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ ധാരാളം പള്ളിയുടെ അകത്തും പുറത്തുമായിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് പള്ളി അലങ്കരിക്കാനൊക്കെ തന്നെ അവർ നേതൃത്വം കൊടുക്കുന്നു. സിസ്റ്റേഴ്സിൻ്റെ എല്ലാ സപ്പോർട്ടിനും നമ്മൾ നന്ദിയുള്ളവരാണ്. സിസ്റ്റേഴ്സിനെ ഈ ചടങ്ങിലേക്ക് വളരെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യാണ്. അതുപോലെ തന്നെ ഈ ഇടവകയിലെ ട്രസ്റ്റിമാരായ ശ്രീ സണ്ണി, ശ്രീ വിജി അത്തിക്കളം, അതേപോലെ തന്നെ
മത അധ്യാപകർ, ഭക്തസംഘടനാ ഭാരവാഹികൾ, അങ്ങനെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ സംയുക്ത ഭക്തസംഘടന എല്ലാവരുടെയും റിപ്പോർട്ട് വായിക്കുന്നത് സൺഡേ സ്കൂൾ എച്ചമായ ശ്രീമതി ഗ്രേസി പുൽത്തകടിയിൽ അവരുകളാണ്. നമുക്കറിയാം, നമ്മുടെ പള്ളിയുടെ പ്രാരംഭകാലം തൊട്ട് ഇന്ന് വരെയും സൺഡേ സ്കൂളിൻ്റെ എച്ച് എന്ന നിലയിൽ വളരെ സുദീർഘമായ നിസ്വാർത്ഥമായ ഒരു സേവനമാണ് ഗ്രേസി പുൽത്തകടിയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീമതി ഗ്രേസി പുൽത്തകടിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന ദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾക്ക്, അതോടൊപ്പം തന്നെ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, ഈ തിരുനാളിൻ്റെ വിജയത്തിന് വേണ്ടി അക്ഷീണ പ്രയത്നം നടത്തുന്ന തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ, അങ്ങനെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവരെയും സ്വാഗതം ചെയ്ത ഈ പരിപാടിയുടെ കൺവീനർ കൂടിയായ ജോയ് സാറിന് നന്ദി അർപ്പിക്കുന്നു. 2024 ജനുവരി മുതൽ 2024 ഡിസംബർ വരെയുള്ള എല്ലാ സംഘടനകളുടെയും വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുവാനായി നമ്മുടെ കാറ്റഗിസം ഹെഡ് മിസ്ട്രസ് ഗ്രേസി ടീച്ചറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാന്യസദസ്സിന് വന്ദനം. ദൈവപിതാവിൻ്റെ അനന്ത പരിപാലനയിൽ ഉണ്ണീശോ തൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അതിധാരാളമായി ഒഴുക്കി കാത്തു സംരക്ഷിക്കുന്ന ഹൊസങ്കടിയിലെ കൊച്ചു ഇടവക സമൂഹം കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന അജപാലകരുടെ ആത്മീയ നേതൃത്വത്തിൽ ഇടവക ജനം ചുവടുറപ്പിച്ചു. ദൈവം നൽകിയ പ്രകൃതിയുടെയും പ്രസാദപരത്തിൻ്റെയും എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ബഹുമാനപ്പെട്ട വികാരിയച്ചന്മാർ ഈ ഇടവകയെ വളർത്താൻ കഠിനാധ്വാനം ചെയ്തു. 14/1/2023 കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത റവറൻഡ് ഫാദർ ജോസഫ് രാത്തപ്പള്ളി തലശ്ശേരി അതിരൂപത വൈസ് ചാൻസലറായി സ്ഥലം മാറിപ്പോയി. നല്ല ഈടനായ ഈശോയുടെ മുൻകൂട്ടിയുള്ള പദ്ധതി അനുസരിച്ച് റവറൻഡ് ഫാദർ ലൂയിസ് മരിയാദാസ് ഇടവകയുടെ പുതിയ ഇടയനായി 3/8/2024 ചാർജ് ഏറ്റെടുത്തു. ദൈവിക പരിപാലനയിൽ ആശ്രയിച്ചും പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചും ഉണ്ണീശോയുടെ അനുഗ്രഹാശിസുകൾ അപേക്ഷിച്ചും ഈ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളും നന്നായി തുടർന്നുകൊണ്ടു പോകുന്നു. 2024 ജനുവരി മുതൽ 2024 ഡിസംബർ വരെയുള്ള മതബോധന വാർഷിക റിപ്പോർട്ട്. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു എന്ന ആപ്തവാക്യം സ്വീകരിച്ചുകൊണ്ട് വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങൾ വിജയകരമായി മുന്നോട്ട് പോകുമ്പോൾ തമ്പുരാൻ കനിഞ്ഞു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് 2024 ജനുവരി മുതൽ 2024 ഡിസംബർ വരെയുള്ള ഒസങ്കടി ഇൻഫാന്റ് ജീസസ് ഇടവകയുടെ സൺഡേ സ്കൂൾ റിപ്പോർട്ട്. ഒസങ്കടിയിലെ മക്കളെ ദൈവോന്മുഖരായി വളർത്തുക എന്ന ദൗത്യത്തിന് ചുക്കാൻ പിടിക്കുന്നത് റവറൻഡ് ഫാദർ ലൂയിസ് മരിയാദാസും മദർ പുഷ്പ SCMC ഗ്രേസി പുൽത്തകടിയിൽ, സെക്രട്ടറി ബിജി വെട്ടിക്ക, സോളി ചുണ്ടശ്ശേരി, സവിത പ്ലാത്തോട്ടം, ബിജി വലിയപറമ്പിൽ, തങ്കമ്മ മുളയ്ക്കൽ, മിനി പനക്കൽ, റിയ തയ്യിൽ, PTA ഭാരവാഹികൾ റോബിൻ നടുപ്പറമ്പിൽ, ഡാനി അത്തിക്കളം എന്നിവരാണ്. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലായി 24 കുട്ടികൾ പഠിച്ചു വരുന്നു. നേതൃത്വ പരിശീലനത്തിൻ്റെ പാഠഭാഗങ്ങൾ പ്രായോഗിക തലത്തിലെത്തിക്കുവാൻ വിദ്യാർത്ഥികളെ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ലീഡേഴ്സിനെ തിരഞ്ഞെടുത്തു. ഷാരോൺ കുന്നംപുറം പ്രസിഡൻ്റായും ആൻമരിയ വെട്ടിക്ക വൈസ് പ്രസിഡൻ്റായും തിരഞ്ഞെടുത്തു. കുർബാനയിൽ എല്ലാ കുട്ടികളെയും പങ്കാളിത്തം സജീവമാക്കുവാൻ ഞായറാഴ്ചകളിലെ ലേഖനം കുട്ടികൾ മാറി മാറി വായിക്കുന്നു. എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അധ്യാപകർ വേണ്ട എല്ലാ അറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകി വരുന്നു. ക്ലാസ് ഒരുക്കത്തിൻ്റെ ഭാഗമായി എല്ലാ അധ്യാപകരും ലെസൺ പ്ലാൻ തയ്യാറാക്കി ക്ലാസ് ഒരുക്കുന്നു. ബൈബിൾ പഠനത്തിൻ്റെ ഭാഗമായി ഇടവക തലത്തിൽ നടത്തുന്ന ലോഗോസ് ക്വിസ് മത്സരത്തിൽ 4 മുതൽ 12 വരെയുള്ള ക്ലാസ്സിലെ എല്ലാ കുട്ടികളും പങ്കെടുത്തു. ഇടവക തലത്തിൽ നടത്തപ്പെട്ട കലാമത്സരങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ കാസർഗോഡ് സോണിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു.
മതപഠനത്തിൻ്റെ ഭാഗമായി സൺഡേ സ്കൂൾ ഇൻസ്പെക്ഷൻ പ്രിൻസ് സാർ കുമ്പള നടത്തുകയും എല്ലാ കുട്ടികളെയും ഒരുമിച്ച് കൂട്ടുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയും ചെയ്തു. ദുഃഖറാന തിരുനാളിനോടനുബന്ധിച്ച് കുട്ടികളുടെ കലാപരിപാടികൾ നടത്തുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. ഈശോ നമ്മുടെ രാജാവാണെന്ന് ഓർമ്മിപ്പിക്കുന്ന മിശിഹായുടെ രാജ്യത്തെ തിരുനാൾ മുദ്രാവാക്യം വിളിച്ച് കുട്ടികളും ഇടവക ജനങ്ങളും മത അധ്യാപകരുടെ നേതൃത്വത്തിൽ റാലി നടത്തി. മത അധ്യാപകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ചാൾസ് ബൊറോമിയയുടെ തിരുനാൾ ദിനത്തിൽ PTA ഭാരവാഹികൾ മത അധ്യാപകരെ സമ്മാനങ്ങളും സ്നേഹവിരുന്നും നൽകി ആദരിച്ചു. വിശ്വാസ പരിശീലനത്തിൻ്റെ മാറ്റുകൂട്ടുന്നതിൻ്റെ ഭാഗമായി മത അധ്യാപകരുടെ ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ പ്രോഗ്രാമും ആസ്പെക്ട്സ് പരീക്ഷകളും പങ്കെടുത്തു വരുന്നു. ഈശോയിൽ വിശ്വസിക്കുന്നവൻ സന്തോഷം കണ്ടെത്തുന്നു എന്ന ബോധ്യം കുട്ടികളിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പരിപാടികൾ ഉൾപ്പെടുത്തി വിശ്വാസോത്സവം ആഘോഷപൂർവ്വം ഏപ്രിൽ മാസത്തിൽ കൊണ്ടാടി. ഈ വർഷത്തെ കാറ്റഗിസം ഓണപരീക്ഷ സെപ്റ്റംബർ 14-നും ക്രിസ്മസ് പരീക്ഷ ഡിസംബർ 8-നും നടത്തപ്പെട്ടു. നമ്മുടെ ഇടവകയിൽ നിന്ന് 4 കുട്ടികൾ കഴിഞ്ഞ വർഷം ഡിപ്ലോമ പരീക്ഷ എഴുതുകയും നല്ല രീതിയിൽ വിജയം കരസ്ഥമാക്കുകയും ചെയ്തു. നല്ല അച്ചടക്കത്തോടും ഉണർവോടും കൂടെ വിശ്വാസ പരിശീലനം നടത്താൻ സാധിക്കുന്നത് നമ്മുടെ ഇടവക വികാരിയും HM-ഉം മറ്റെല്ലാ അധ്യാപകരുടെയും ആത്മീയമായ നേതൃത്വ ഫലമായിട്ടാണ്. ഞങ്ങളോടൊപ്പം വിശ്വാസ പരിശീലനത്തിന് സഹായിക്കുന്ന PTA ഭാരവാഹികൾക്കും എല്ലാ മാതാപിതാക്കൾക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ചെറുപുഷ്പ മിഷൻ ലീഗ് 2024-25 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് അന്ന് ശാഖാ ഡയറക്ടറായിരുന്ന റവറൻ ഫാദർ ജോസഫ് റാത്തപ്പള്ളി 2/6/24 നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ മാസത്തിൽ നടന്ന വിശ്വാസോത്സവത്തിൽ വെച്ച് ശാഖാ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ദിവ്യകാരുണ്യ വർഷത്തോടനുബന്ധിച്ച് നടത്തിയ ഏകദിന കൺവെൻഷനുകളിൽ കുട്ടികൾ സംബന്ധിക്കുകയും ദിവ്യകാരുണ്യ ഈശോയോടുള്ള സ്നേഹത്തിൽ ആഴപ്പെടുവാൻ ഇത് സഹായിക്കുകയും ചെയ്തു. ജൂലൈ 3, ജൂലൈ 28, ഓഗസ്റ്റ് 15 ക്രിസ്തുരാജൻ്റെ തിരുനാൾ തുടങ്ങിയ ദിനാചരണങ്ങൾ വിവിധ പരിപാടികളോടെ നടത്തി. അതിരൂപത നടത്തിയ വിശുദ്ധ അൽഫോൻസ ക്വിസ്, കലാസാഹിത്യ മത്സരങ്ങൾ എന്നിവയിൽ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു. ഒക്ടോബർ 1 അംഗങ്ങൾ അംഗത്വ നവീകരണം നടത്തി. KCYM റിപ്പോർട്ട്. യുവാവായിരുന്ന ഈശോയുടെ ഊർജ്ജസ്വലതയും തീഷ്ണതയും കൈമുതലാക്കി യുവജനങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് മൂറിൻ്റെ പ്രത്യേക മാധ്യസ്ഥം അപേക്ഷിച്ച് ഈ ഇടവകയിലെ യുവജനങ്ങൾ മുന്നേറുന്നു. ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളും യുവജനങ്ങൾ സഹകരിക്കുന്നു. 28/1/2024 കാസർഗോഡ് വെച്ച് നടത്തിയ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ യൂണിറ്റിൽ നിന്നും 10 യുവജനങ്ങൾ പങ്കെടുത്തു. 18/2/2024 ഫൊറോന തലത്തിൽ പള്ളിമുറ്റം യുവജന കൂട്ടായ്മ ഇവിടെ വെച്ച് നടത്തിയത് വിജയത്തിലെത്തിക്കുവാൻ യുവജനങ്ങൾ പരിശ്രമിച്ചു. യുവജനങ്ങൾക്കായി എല്ലാ മാസത്തിൻ്റെയും അവസാന ഞായറാഴ്ച നടത്തിവരുന്ന യുവജന കൂട്ടായ്മയിലും ക്ലാസ്സിലും ദിവ്യബലിയിലും യുവജനങ്ങൾ പങ്കെടുത്തിരുന്നു. ഉയർപ്പ് ഞായറോടനുബന്ധിച്ചുള്ള കല്ലറ മനോഹരമായി നിർമ്മിച്ചു. ക്രിസ്മസ് ട്രീ മനോഹരമാക്കുവാനും പുൽക്കൂട് നിർമ്മിക്കുവാനും സഹായിച്ചു. ഇടവക ദിനത്തിൻ്റെ വിവിധ ചെലവുകൾക്കായി 10,000 രൂപ യുവജനങ്ങൾ സംഭാവന ചെയ്തു. കൂടാതെ കൂപ്പൺ വിൽക്കുവാനും കലാസന്ധ്യ മനോഹരമാക്കുവാനും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പഠനത്തിൻ്റെയും ജോലിയുടെയും തിരക്കുകൾക്കിടയിൽ വീണുകിട്ടുന്ന അല്പനിമിഷങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാൻ ഇടവക കൂട്ടായ്മയിൽ പങ്കുചേരാനും യുവജനങ്ങൾ പരിശ്രമിക്കുന്നു. ഇതിന് ആത്മീയ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛനും ആനിമേറ്റർ സിസ്റ്ററിനും നന്ദിയോടെ ഓർക്കുന്നു. 2024 ജനുവരി മുതൽ 2024 ഡിസംബർ വരെയുള്ള ഹൊസങ്കടി മാതൃവേദിയുടെ പ്രവർത്തന റിപ്പോർട്ട്. ഹൊസങ്കടി മാതൃവേദിയിലുള്ള എല്ലാ അമ്മമാരെയും അവർക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഫാദർ ലൂയി മര്യാദാസ് മേനാച്ചേരിയെയും ആനിമേറ്റർ സിസ്റ്റർ ആൽഫി ജോസ് CMCയെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് ആരംഭിക്കുന്നു. മാതൃവേദി യൂണിറ്റ് ഭാരവാഹികളായ പ്രസിഡന്റ് ശ്രീമതി ബിജി വലിയപറമ്പിൽ, വൈസ് പ്രസിഡന്റ് സിബിൾ ജോൺ കുമ്മണ്ണൂർ,
സെക്രട്ടറി റിയ തയ്യൽ, ജോയിൻറ്റ് സെക്രട്ടറി സോളി ചുണ്ടശ്ശേരി, ട്രഷറർ സബിത പ്ലാത്തോട്ടം, സെനറ്റ് മെമ്പേഴ്സ് ഡാനി അത്തിക്കളം, തങ്കമ്മ മുളയ്ക്കൽ എന്നിവരുടെ നേതൃത്വത്തിലും എല്ലാ അമ്മമാരുടെ കൂട്ടായ്മ പ്രവർത്തനത്തിലൂടെയും മാതൃവേദി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ വർഷം അമ്മമാർക്ക് വളരെയധികം അഭിമാനത്തിൻ്റെ വർഷമായിരുന്നു. രൂപതാ തലത്തിൽ 2023 വർഷത്തെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച യൂണിറ്റിനുള്ള സമ്മാനം അഭിമന്യ പിതാവ് മാർ ജോസഫ് പാംബ്ലാനിയിൽ നിന്നും അമ്മമാർ ഏറ്റുവാങ്ങി. പരിശുദ്ധ അമ്മ വഴിയായി ഈശോ തന്ന ഈ അനുഗ്രഹത്തിന് ആദ്യമേ തന്നെ 1000 നന്ദി. ഏതൊരു സംഘടനയ്ക്കും മികച്ച പ്രവർത്തനം നടത്താൻ കഴിയുന്നതിൻ്റെ പിന്നിൽ ഒരു മികച്ച നേതൃത്വം ഉണ്ടായിരിക്കും. ഞങ്ങളുടെ മുൻ ഡയറക്ടറായിരുന്ന ഫാദർ സുബിൻ റാത്തപ്പള്ളിയുടെയും സിസ്റ്റർ ആൻ ലിജിയുടെയും മികച്ച നേതൃത്വം മൂലമാണ് ഇത് സാധ്യമായത്. നാളിതുവരെ എല്ലാ മാസവും ജനറൽ ബോഡി, എക്സിക്യൂട്ടീവ് മീറ്റിംഗ് എന്നിവ കൂടുകയും ഡയറക്ടർ അച്ഛന്മാരുടെയും ആനിമേറ്റർ സിസ്റ്റേഴ്സിൻ്റെയും നിർദ്ദേശമനുസരിച്ച് അമ്മമാർ ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ വർഷം മുതൽ മാതൃവേദിയിൽ പുതിയതായി മദേഴ്സ് കെയർ യൂണിറ്റ് അഥവാ മൊബൈൽ ക്ലിനിക് ആരംഭിച്ചു. ഇതിൻ്റെ ഉദ്ഘാടനം ജനുവരി 21 ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഫാദർ സുബിൻ റാത്തപ്പള്ളി നിർവഹിച്ചു. ഇതിനാവശ്യമായ BP അപ്പാരറ്റസ്, ഗ്ലൂക്കോസ് മീറ്റർ എന്നിവ സിസ്റ്റർ ആൻ ലിജി CMC സ്പോൺസർ ചെയ്തു. എല്ലാ മാസവും ആദ്യ ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മൊബൈൽ ക്ലിനിക്ക് പ്രവർത്തിക്കുന്നു. കൂടാതെ വീടുകളിൽ കിടപ്പിലായ രോഗികളെ സന്ദർശിക്കുകയും BP, ഷുഗർ എന്നിവ ടെസ്റ്റ് ചെയ്തുകൊണ്ടുവരുന്നു. മാതൃവേദിയുടെ മേൽനോട്ടത്തിൽ ഭക്തസാധനങ്ങൾ വിൽക്കുന്ന മാതൃവേദി സ്റ്റാൾ നടത്തുന്നു. രൂപത മേഖല കലാസാഹിത്യ മത്സരങ്ങളിൽ അമ്മമാർ സജീവമായി പങ്കെടുത്തതിനെല്ലാം സമ്മാനങ്ങൾ വാങ്ങുകയും ചെയ്തു. രൂപതാ തലത്തിൽ നടത്തിയ മത്സരത്തിൽ ഫ്രാൻസിസ് അസീസിയെക്കുറിച്ചുള്ള വീഡിയോ നിർമ്മാണ മത്സരത്തിൽ ശ്രീമതി നൈസി ചേനാട്ടുതാഴെ 1ാം സ്ഥാനം കരസ്ഥമാക്കി. അതുപോലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നിർമ്മാണ മത്സരത്തിലും 1ാം സ്ഥാനം ശ്രീമതി നൈസി ചേനാട്ടുതാഴെ നേടി. മേഖലാ തലത്തിൽ സിസിലി വാണിയപ്പുരയ്ക്കൽ സിംഗിൾ സോങ്, നൈസി ചേനാട്ടുതാഴെ വാർത്ത തയ്യാറാക്കൽ, റിയ തയ്യൽ മോണോ ആക്ട്, മിനി പനയ്ക്കൽ ബൈബിൾ ക്വിസ്, സംഘഗാനം എന്നിവയ്ക്കും 1ാം സ്ഥാനം നേടി. പങ്കെടുത്ത എല്ലാ അമ്മമാർക്കും സമ്മാനം ലഭിച്ചവർക്കും വളരെയധികം നന്ദി അറിയിച്ചുകൊള്ളുന്നു. രൂപതയുടെയും മേഖലയുടെയും ഇടവകയുടെയും എല്ലാ പ്രവർത്തനങ്ങളിലും അമ്മമാർ പങ്കെടുക്കുന്നു. മതബോധന രംഗങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങളിലും ഭക്ഷണം തയ്യാറാക്കൽ എന്നിവയിലും അമ്മമാർ സഹകരിക്കുന്നു. മറ്റ് സംഘടനകളോട് കൂടി ചേർന്നുള്ള പ്രവർത്തനങ്ങളും അഗതി മന്ദിര സന്ദർശനം, രോഗി സന്ദർശനം എന്നിവയും അമ്മമാർ നടത്തിവരുന്നു. ഇതുവരെ കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങളിലൂടെ മാതൃവേദിയെ മുന്നോട്ട് നയിച്ച ഒന്നാമതെത്തിച്ച ഒസങ്ങടിയിലെ ഉണ്ണീശോയ്ക്ക് നന്ദിയുടെ നറുമലരുകൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ മികച്ച നേതൃത്വം നൽകി ഞങ്ങളെ നയിക്കുന്ന ബഹുമാനപ്പെട്ട ഡയറക്ടർ ഫാദർ ലൂയി മരിയാദസ് അച്ഛനെയും ആനിമേറ്റർ സിസ്റ്ററിനെയും നന്ദിയോടെ ഓർക്കുന്നു. ഉണ്ണീശോയുടെ ദിവ്യ അനുഗ്രഹത്തിൽ ഈ ഇടവകയുടെ എല്ലാ ഭക്തസംഘടനകളുടെയും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് അധ്യക്ഷ സമക്ഷം സമർപ്പിച്ചുകൊള്ളുന്നു. നമ്മുടെ ഇടവകയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങളുടെയും റിപ്പോർട്ട് അതിമനോഹരമായി അവതരിപ്പിച്ച സ്നേഹമുള്ള ഗ്രേസി ടീച്ചറിന് ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. നലം തികഞ്ഞ ദൈവമാതൃഭക്തനും നല്ലൊരു വാത്മീകിയും അതിലുപരിയായി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സംഗീത ലോകത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭയുമായ നമ്മുടെ വികാരിയച്ഛനെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സത്യസനാതന സ്നേഹ ചൈതന്യമേ, നിത്യപ്രകാശമേ, കൈതൊഴുന്നേ. സത്യവും സ്നേഹവും നീതിയും ധർമ്മവും നിത്യവും മർത്യരിൽ
കൈവളർത്താൻ ചിന്തകൾ വാക്കുകൾ കർമ്മങ്ങളേതുമേ ചിന്മയരൂപ നീ ശുദ്ധമാക്കൂ. സത്യസനാതന സ്നേഹചൈതന്യമേ നിത്യപ്രകാശമേ കൈതൊഴുന്നേ. നമ്മളെ വേർപിരിഞ്ഞു പോയ ഭാവഗായകനും കേരളത്തിൻ്റെ അഭിമാനവുമായ പി ജയചന്ദ്രൻ സാറിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമ്രശിരസ്കനാകുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2 ഗാനങ്ങൾ അദ്ദേഹത്തെ തൃശ്ശൂർ സ്റ്റുഡിയോയിലിരുന്ന് പഠിപ്പിക്കുവാനും അദ്ദേഹത്തിൻ്റെ മനോഹരമായ ആ റെക്കോർഡിങ്ങിൽ പങ്കെടുക്കുവാനും ഈ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യത്തിന് ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയും ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോസഫ് റാത്തപ്പള്ളിലച്ച, മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും നമുക്ക് വലിയ ഇൻസ്പിരേഷനും ധാരാളം പൊതു സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മത രംഗങ്ങളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹത് വ്യക്തിയുമായ ജീൻ ലവീന മൊണ്ടേരോ മേഡം, അതുപോലെ ഈ പ്രോഗ്രാമിൻ്റെ എല്ലാം കോർഡിനേറ്ററും നമുക്ക് ഹൃദ്യമായ ഒരു സ്വാഗത പ്രസംഗത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ ഈ പ്രോഗ്രാമിൻ്റെ ചൈതന്യത്തിലേക്ക് ആദ്യമേ കൂട്ടിക്കൊണ്ടുവന്ന പ്രഗത്ഭനായ എൻജിനീയർ ബഹുമാനപ്പെട്ട മിസ്റ്റർ VK ജോയ് സാർ അവറുകൾ, നമ്മളുടെ ഇടവകയുടെ കോർഡിനേറ്ററും നമ്മുടെ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് മനോഹരമായി ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ എന്നോടൊത്ത് സവിശേഷമായ പ്രവർത്തനങ്ങളിലൂടെ ഇടവകയെ മുൻപോട്ട് നയിക്കുന്ന ഇടവകയുടെ പാരിഷ് കോർഡിനേറ്റർ തോമസ് പനിക്കൽ സാറെ, മറ്റ് സദസ്സിലെ വേദിയിലെ പ്രഗത്ഭരായ സഹോദരി സഹോദരന്മാരെ, മനോഹരമായ ഒരു കലാവിരുന്ന് നമുക്ക് സമ്മാനിക്കുവാൻ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കൊച്ചു കലാകാരന്മാരെ, കലാകാരികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എന്താണ് അധ്യക്ഷ പ്രസംഗം പറയേണ്ടത് എന്ന് ചിന്തിച്ചു. അധ്യക്ഷ പ്രസംഗം അധിക പ്രസംഗമാകാനും പാടില്ല, കാരണം നമുക്ക് ഒരു കലാവിരുന്ന് ആസ്വദിക്കേണ്ടതുണ്ട്. ഞാനങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് ഈ ഹൊസങ്കടി ഇടവകയിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തെയാണ്. ഇസ്രായേൽ എന്ന രാജ്യം വളരെ ചെറിയ ഒരു രാജ്യമാണ്. എന്നാൽ ഇസ്രായേലിൻ്റെ സംഭാവനകൾ ലോകം മുഴുവനും ആദരിക്കുന്നതാണ്. ഇസ്രായേൽ എന്ന രാജ്യം നമുക്കറിയാം, ലോകത്തിൽ വളരെ ചെറിയ രാജ്യമാണ്. ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് പല ശക്തികളും വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ കാലത്തൊക്കെ. പക്ഷേ എങ്കിലും ഇസ്രായേൽ എന്നും ലോകത്തിനൊരു അത്ഭുതമാണ്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കൃപാ കടാക്ഷം ഇസ്രായേലിനോടൊപ്പം ചരിത്രാതീത കാലം, മനുഷ്യോൽപത്തിയുടെ കാലം മുതൽ ഇസ്രായേൽ രൂപം കൊണ്ട കാലം മുതൽ ഉണ്ടെന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു സത്യമാണല്ലോ പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മൾ ഈ ഹൊസങ്കടി ഇടവകയും ഒരു ഇസ്രായേൽ പോലെ ഉള്ള ഒരു രാജ്യം, ഇസ്രായേൽ പോലുള്ളൊരു ഇടവക, ആ ഒരു ഇസ്രായേലിനോട് ഉപമിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം 45 വീടുകൾ മാത്രമുള്ള ഈ ചെറിയ സമൂഹം, വി ആർ ഓൺലി 45 ഫാമിലീസ്, ഒരു 450 lakhs ഒരു സെലിബ്രേഷൻ, ഒരു തിരുനാൾ നടത്തുക എന്ന് പറയുമ്പോൾ വലിയ ഫൊറോനകളിൽ പോലും നടക്കുന്ന തിരുനാളുകളൊക്കെ ഏകദേശം ഈ ഒരു കാര്യപരിപാടികളും ഇത്തരത്തിലുള്ളൊരു ബഡ്ജറ്റിലും ഒക്കെയാണ് ക്രമീകരിക്കപ്പെടുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നിച്ചു നിന്നാൽ, ഒറ്റക്കെട്ടായി നിന്നാൽ, നമ്മൾ ഓരോരുത്തരും അവരുടെ ഭാഗം ഭംഗിയായി ചെയ്താൽ നമുക്ക് വലിയ വിജയങ്ങൾ ഇനിയും കൊയ്തെടുക്കാൻ സാധിക്കും. ഈ ദിവസങ്ങളിലൊക്കെ
പത്രമാധ്യമങ്ങളിലൊക്കെ പ്രധാന വാർത്തകളിലൊന്ന് ഈ ദേശത്തെ ബാലയേശുവിൻ്റെ, ഉണ്ണിയേശുവിൻ്റെ, ഇൻഫൻറ്റ് ജീസസിൻ്റെ ഈ തിരുനാളിനെ കുറിച്ചുള്ള വാർത്തകളാണ്. അതിൽ കന്നഡ പത്രങ്ങളൊക്കെ ഞാൻ വായിച്ചു. എനിക്ക് കന്നഡ അറിയില്ലാത്തത് കൊണ്ട് എൻ്റെ ലോ കോളേജിലെ കുട്ടികളെ കൊണ്ട് ഞാനത് വായിപ്പിച്ച് അത് കേട്ടു. വാർത്ത വന്നപ്പോൾ അത് വായിച്ച് ഞാൻ കേട്ടു. അപ്പോൾ അവരൊക്കെ വളരെ വിശാലമായിട്ടുള്ള നല്ല വാർത്തകളാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ സ്നേഹം നിറഞ്ഞ മാധ്യമ പ്രവർത്തകരായ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. കാരണം ഇവിടെ ഈ ഒരു ചെറിയ സമൂഹം ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അതിലവിടെ ഹൈലൈറ്റ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് മതസൗഹാർദ്ദ സാംസ്കാരിക സമ്മേളനമാണ്. മാജിക് ഷോയെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയായ ഒന്നിച്ചുള്ള സ്നേഹഭക്ഷണം, സ്നേഹവിരുന്ന്. പ്രിയപ്പെട്ടവരെ, ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് സാംസ്കാരിക വേദികളിൽ ശ്രദ്ധിക്കുമാറ് പത്രമാധ്യമങ്ങൾ എഴുതണമെങ്കിൽ എന്തോ പുതിയ വ്യത്യസ്തമായ കാര്യങ്ങൾ ഈ കൊച്ചു ദേവാലയത്തിൽ നടക്കുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമ്മുടെ തിരുനാളിൻ്റെ കൺവീനറായ ജോയ് സാറും തോമസ് സാറും മറ്റ് കമ്മിറ്റി അംഗങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ഈ സമീപ പ്രദേശങ്ങളിലുള്ള വീടുകളിലൂടെയൊക്കെ അവർ കടന്നു ചെന്നു. എല്ലാ ജാതി മതസ്ഥരായ സഹോദരങ്ങളുടെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർ തിരിച്ചു വന്ന് വൈകുന്നേരം ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അവർ പങ്കുവെച്ചൊരു കാര്യമാണ്, എല്ലാവരും വളരെ ഹൃദ്യമായിട്ടാണ് നമ്മളെ സ്വീകരിക്കുന്നത്. എല്ലാവരും ഇവിടേക്ക് വരാൻ ഒരു വലിയ താല്പര്യം കാണിക്കുന്നു. നമ്മളുടെ കാര്യങ്ങളിൽ സഹകരിക്കാൻ ഒരു താല്പര്യം കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സിനർജി നമ്മളെന്നും നിലനിർത്തേണ്ടവരാണ്. കാരണം ഈശോയുടെ ആധ്യാത്മിക ഭാവങ്ങൾക്ക് അതിർവരമ്പുകളില്ലായിരുന്നു. നമുക്കറിയാം, അതിർവരമ്പുകളില്ലായിരുന്നു. ഈശോയുടെ ആധ്യാത്മിക ഭാവങ്ങൾക്ക് മനുഷ്യ നന്മ മാത്രമായിരുന്നു ലക്ഷ്യം. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ ഇങ്ങനെ മനുഷ്യനെ വേർതിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകൾ പോലെ മനുഷ്യനെ വേർതിരിക്കുന്ന ഒരു കാലഘട്ടം. വൃക്ഷങ്ങളിങ്ങനെ ഒരു വലിയ വനത്തിൽ പല വൃക്ഷങ്ങളിങ്ങനെ വളർന്നു വരുമ്പോൾ ഈ വൃക്ഷത്തിൻ്റെ ചില്ലകൾ പരസ്പരം തൊടാൻ പാടില്ല എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി ഈ തോട്ടക്കാരൻ ഓരോ ചില്ലയും വെട്ടിമുറിക്കുകയാണ്. ഒരു വൃക്ഷത്തിൻ്റെ ചില്ല മറ്റൊരു വൃക്ഷത്തെ തൊടാൻ പാടില്ല. എന്നാൽ ഈ തോട്ടക്കാരൻ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, ചില്ലകൾ വെട്ടുംതോറും ഈ വൃക്ഷത്തിൻ്റെ വേരുകൾ തമ്മിൽ ആലിംഗനബദ്ധരാവുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നതുപോലെ ഈ കാലഘട്ടം, ഈ സംസ്കാരം, ഈ അത്യാധുനിക കമ്പോളവൽക്കരണം ഒരുപക്ഷെ നമ്മളോട് വെവ്വേറെ നിൽക്കുവാൻ, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ ഇൻഡിപെൻഡൻ്റ് ആകുവാൻ, അല്ലെങ്കിൽ സാമുദായികമായിട്ടുള്ള ഒരു വേർതിരിവുകളൊക്കെ രൂപീകരിക്കുമ്പോൾ ഈ ഒരു ചെറിയ മലയിൽ നിന്ന്, ഇത്തരത്തിലുള്ള ഒരു ചെറിയ ആലയത്തിൽ നിന്ന് നമ്മൾ ആരംഭിക്കുന്ന ഈ സ്നേഹത്തിൻ്റെ സംസ്കാരം, ഇതൊരു വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പാരീഷിൻ്റെ പൊതുയോഗം കൂടി ഒരു കാര്യം നമ്മുടെ കമ്മിറ്റിക്കാരെ തിരഞ്ഞെടുത്ത് അവരെ ഏൽപ്പിച്ചു. അവരത് വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ ചെയ്തു. പല ദിവസങ്ങളിൽ അവർ ഉറങ്ങിയിട്ടില്ല. പല ദിവസങ്ങളിലും ദീർഘമായ മണിക്കൂറുകൾ അവർ ചർച്ചകളിൽ ഏർപ്പെട്ടു. പല ദിവസങ്ങളിലും ഈ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഓടി നടന്നു. വളരെ ധൈര്യമായിട്ട് ഈ കാര്യങ്ങളെ അഭിമുഖീകരിച്ചു. വളരെ ധീരതയോടെ അതിന് നേതൃത്വം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാൻ ഇസ്രായേലിനോട് നമ്മുടെ ഈ കൊച്ചു സമൂഹത്തെ ഉപമിച്ചത്. ഒരിക്കലും പതറാത്ത, ഒരിക്കലും നഷ്ടമാകാത്ത, ഒരിക്കലും അന്യം നിന്നു പോകാത്ത വലിയ പ്രത്യാശയുടെ പ്രകാശത്തിൻ്റെ ഒരു ബഹിർസ്ഫുരണങ്ങളാണ് ഈ വിജയത്തിന് പിന്നിൽ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഈ സ്ഥലത്ത് കണ്ട ഒരു മഹാപ്രതിഭാസം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് പല കാര്യങ്ങൾക്ക് മാതൃകയായി നമ്മൾ ഇസ്രായേലിലേക്ക് പോവുകയാണ്. കൃഷി പഠിക്കാൻ ഇസ്രായേലിലേക്ക് പോകും. നമുക്കറിയാമല്ലോ, കേരളത്തിൽ നിന്ന് കൃഷി പഠിക്കാൻ പോയവരിൽ ഒരാൾ അവിടെ മുങ്ങി. കേരളക്കാരുടെ ഒരു സ്വഭാവമൊക്കെ കാണിച്ച് അവിടെ മുങ്ങി കയ്യോടെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നു, അല്ലേ? നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മളതെല്ലാം ഓർത്തിരിക്കും. കൃഷിരീതികൾ, ആധുനിക കൃഷിരീതികൾ പഠിക്കാൻ വേണ്ടി പോയ സമയത്ത് നമ്മുടെ ഒരു പാർട്ടി അവിടെ മുങ്ങിയ കാര്യമൊക്കെ പത്രങ്ങളിലൊക്കെ വന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ പങ്കുവെച്ചത് ഇത്തരത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഓരോ കൊച്ചു കാര്യങ്ങളും ഏറ്റവും മനോഹരമായ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ ചരിത്രം ഉണ്ടാക്കുവാൻ സാധിക്കും. അതാണ് ഈ ഹൊസങ്കടി ഇടവക സമൂഹത്തിൽ നിന്നുണ്ടാകേണ്ടത്. വെട്ടിയ വഴിയെ നടക്കുന്ന മനുഷ്യരും
വഴിവെട്ടി നടക്കുന്ന മനുഷ്യരുമുണ്ട്. വെട്ടിയ വഴിയെ നടക്കുക എന്ന് പറഞ്ഞാൽ മുൻപാരോ സ്ഥാപിച്ചു വെച്ച, മുൻപാരോ നിർമ്മിച്ചു വെച്ച വഴികളിലൂടെ അങ്ങ് കടന്നു പോവുക എന്നുള്ളതാണ്. അതാണ് ജീവിതത്തിൽ 99% ആളുകളും ചെയ്യുന്നത്. എന്നാൽ ചില വ്യക്തികൾ പുതിയ വഴികൾ വെട്ടുന്നു, ചില വ്യക്തികൾ പുതിയ വഴികൾ വെട്ടി നടക്കുന്നു, ചില സമൂഹങ്ങൾ പുതിയ വഴികൾ ഉണ്ടാക്കുന്നു. അവരെ നമ്മൾ മഹാന്മാരെന്ന് വിളിക്കുന്നു. അത്തരം സമൂഹങ്ങൾക്ക് ലോകം വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ മാധ്യമ സുഹൃത്തുക്കളും പത്രമാധ്യമങ്ങളുമൊക്കെ നമ്മുടെ ഈ കൊച്ചു സമൂഹത്തിന് ഒരു പ്രത്യേക സ്ഥാനം നൽകിയത് ഇത്തരത്തിലുള്ള ഒരു ചുവടുവയ്പ്, ഒരു മതസൗഹാർദ്ദത്തിൻ്റെ, ഒരു സ്നേഹത്തിൻ്റെ, ഒരു സാംസ്കാരികതയുടെ ഒരു വ്യത്യസ്തമായ ഒരു ചുവടുവയ്പ് നമ്മൾ നടത്തിയത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചുവടുവയ്പ്പുകൾ അതെന്നും മനുഷ്യ സമൂഹത്തിന് നന്മയേകുന്നതാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. അതുകൊണ്ട് അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു പുതിയ ഒരു ചുവടുവയ്പ് അതിനിയും കൂടുതൽ ആളുകൾക്ക് നന്മ നൽകുന്നതാകട്ടെ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഈ സ്ഥലത്തൊക്കെ ധാരാളം പാവപ്പെട്ട മനുഷ്യരുണ്ട്. ഞാനിങ്ങനെ മനസ്സിലോർത്ത ഒരു ആശയം മാത്രം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഇവിടെ നമ്മൾ ഒരു വലിയ ഒരു ബോക്സ് സ്ഥാപിക്കുക, വിശക്കുന്നവർക്കുള്ള ഭക്ഷണപ്പൊതികൾ അതിൽ വെക്കുക, അല്ലെങ്കിൽ അരി സാധനങ്ങൾ അതിൽ വെക്കുക. ആർക്കും വന്ന് എടുത്തുകൊണ്ട് പോകാവുന്ന രീതിയിൽ ഏത് സമയത്തും ആർക്കും വന്ന് അരിയില്ലാത്തവർക്ക് അല്ലെങ്കിൽ ഭക്ഷണമില്ലാത്തവർക്ക് എടുത്തുകൊണ്ട് പോകാവുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് അന്നം നൽകുന്ന ഒരു പുതിയൊരു സംവിധാനം അത് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ചുവടുവയ്പ്പുകൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കും കൊച്ചു സമൂഹമാണെങ്കിലും. ആകെ ഈ ഒരു അവസരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ മനോഹരമായിട്ട് ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകരായ നിങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് ജോയ് സാറ്, തോമസ് സാറ്, അവരോടൊത്ത് പ്രവർത്തിക്കുന്ന കൈക്കാരന്മാർ വിജിച്ചേട്ടൻ, സണ്ണിച്ചേട്ടൻ, അതുപോലെ തന്നെ മറ്റ് കമ്മിറ്റിയിലുള്ള മറ്റ് അംഗങ്ങൾ, ഇതിൻ്റെ പ്രവർത്തകരെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറുക, നമുക്കറിയാമല്ലോ. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങളിലുള്ള സർഗവാസനകൾ പരിപോഷിപ്പിക്കുക, അവർക്ക് നല്ല അവസരങ്ങൾ കൊടുക്കുന്നതിലൂടെ അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക. അവർ കൊച്ചു ചുവടുകൾ വയ്ക്കുമ്പോൾ അത് ചിലപ്പോൾ തെറ്റിപ്പോയാലും അല്ലെങ്കിൽ ആ ചുവടുകൾക്ക് നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്നത്, കാരണം നമ്മുടെ ഒരു ആസ്വാദനത്തിൻ്റെ തലമൊക്കെ ഇപ്പോൾ വളരെ ഉയരെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ യൂട്യൂബിലൂടെയൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ കണ്ട് പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ആസ്വാദന തലം വളരെ ഹൈ ലെവലിലാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു തലത്തിലാണ് നമ്മുടെ മനസ്സ് നിൽക്കുക. എന്നാൽ നമ്മുടെ കുഞ്ഞുമക്കളുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഡാൻസ് ചെയ്ത സമയത്ത് ഞാൻ ജോയ് സാറിനോട് ചോദിച്ചു, ജോയ് സാറേ, വിജയ് ടീച്ചർ ഡാൻസ് ചെയ്യുന്നത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് അവൻ സാധിച്ചിരിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ അതെല്ലാം വളരെ സന്തോഷത്തിൻ്റെതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് മനോഹരമാണ്. നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഇത്രയും സമയം നിങ്ങളിവിടെ വന്നിരുന്ന് നമ്മുടെ കുഞ്ഞുമക്കളുടെ പ്രോഗ്രാം, ഏതാണ്ട് കുറച്ച് ഐറ്റംസ് മാത്രമുള്ള പ്രോഗ്രാമുകൾ, നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ മേഡം ജീൻ ലവീന മേഡം നമുക്ക് ഇവിടെ വന്നു. ഏറ്റവും ആപ്റ്റായ ഒരാളെയാണ് നമുക്ക് കിട്ടിയിരിക്കുക. ഒരു വലിയ കലാഹൃദയം മാമിനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയുണ്ടായി. കുറച്ച് സമയമാണ് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് സംസാരിച്ചതെങ്കിലും, ഞാനും സുബിനച്ചനും മേഡമൊക്കെ ഒന്നിച്ചിരുന്ന് സംസാരിച്ചതെങ്കിലും മേഡത്തിൻ്റെ ആപ്റ്റിറ്റ്യൂഡുകൾ അറിയുവാനായിട്ട് സാധിച്ചു. കലയോട് അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളോട് ജോയ് സാറൊക്കെ പങ്കുവയ്ക്കുകയുണ്ടായി. മേഡത്തെ ഞാൻ വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടു കൂടി പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സുബിനച്ചൻ അച്ഛനും ഇപ്പോൾ വലിയ ഒരു കാര്യം രൂപതയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തിരക്കുകളുള്ള പ്രവർത്തനങ്ങൾ, അച്ഛന് പുതിയ സംരംഭങ്ങളൊക്കെ ഏറ്റെടുത്തതിന് ശേഷം വിശ്രമമില്ലാതെ ഓടുന്നത് കാണുന്നുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഒരു വലിയ ഒരു ആശയമാണ് അതിരൂപത മുൻപിൽ വെച്ചിരിക്കുന്നത്, അച്ഛൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അച്ഛനത് വളരെ മനോഹരമായിട്ട് ചെയ്യുന്നു. അച്ഛനെയും അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ ഭാഷണം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി അവസാനിപ്പിക്കുകയും അതുപോലെ തന്നെ ഈ പരിപാടി ഔദ്യോഗികമായിട്ട് ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിന് അവർ ഔദ്യോഗികമായിട്ട് ക്ഷണിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. അതിമനോഹരമായ ഗാനത്തിൽ തുടങ്ങി ഹൃദയസ്പർശിയായ വാക്കുകളിലൂടെ നമ്മെ അഭിസംബോധന ചെയ്ത സ്നേഹമുള്ള ലൂയിസ് മരിയദാസ് അച്ഛന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു.
യുവത്വത്തിൻ്റെ പ്രസരിപ്പും തീഷ്ണതയോടും കൂടെ ശാന്തഗംഭീര ഭാവത്തിൽ ഓടി നടന്ന് തലശ്ശേരി അതിരൂപതയുടെ വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിക്കുന്ന സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ സുബിനച്ചനെ നിലവിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യുവാനും ആശംസാ പ്രസംഗത്തിനുമായി ക്ഷണിക്കുന്നു. As we light these lamps, may they represent the warmth and love of our community. May our gathering be filled with joy, laughter, and spirit of togetherness. ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട ലൂരി മരിദാസ് അച്ഛ, നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യാതിഥി ജീൻ ലവിന മാം, നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ കൺവീനറായ ജോയ് സാർ, അതോടൊപ്പം തന്നെ ഇടവക കോർഡിനേറ്റർ തോമസ് സാറേ, മറ്റ് സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു പ്രാവശ്യം പാടുന്നവൻ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു എന്നാണ് പറഞ്ഞു വയ്ക്കുക. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യനായ നല്ല ഒരു വികാരി അച്ഛനെ ഈ സമയത്ത് ലഭിച്ചിരിക്കുന്നു. കാരണം അച്ഛനിവിടെ പ്രാരംഭത്തിൽ പ്രസംഗം ആരംഭിച്ചപ്പോൾ തന്നെ ഒരു നല്ല ഗീതത്തോടു കൂടിയാണ് ആരംഭിച്ചത്. ഞങ്ങൾക്കറിയാം, മുൻപുണ്ടായിരുന്ന 2 വികാരിയച്ഛന്മാർ അത്ര വലിയ പാട്ടുകാരൊന്നും അല്ലായിരുന്നു, ഒപ്പിച്ചൊക്കെ പാടുന്നവരായിരുന്നു. പക്ഷെ നല്ല ഈണത്തിലുള്ള പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കാം. മാത്രമല്ല, ഈ അടുത്ത ദിനങ്ങളിലാണ് അച്ഛനെ ഇതിനെക്കുറിച്ച്, അച്ഛൻ്റെ പ്രസ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് ആഴത്തിൽ അറിയുവാനും മനസ്സിലാക്കുവാനൊക്കെ ആയിട്ട് സാധിച്ചത്. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും വലിയ ബന്ധങ്ങൾ നമ്മളെ വലിയ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. ഈ കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് എനിക്കും അനുഭവമായിട്ടുള്ളൊരു കാര്യം അത് തന്നെ. നമ്മൾ വലിയ ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ കൂടുതൽ വലുപ്പത്തിൽ ചിന്തിക്കാനും ആഴത്തിൽ ചിന്തിക്കുവാനും വലിയ രീതിയിൽ പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കും. ഇന്ന് ഈ ഇടവകയിൽ ഇപ്രകാരം ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന് കാരണം അച്ഛൻ ഇപ്രകാരമുള്ള വലിയ ആളുകളോടുകൂടെ പ്രവർത്തിച്ചതിൻ്റെയും അച്ഛൻ്റെ വലിയ ബന്ധങ്ങളുടെയും ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. അല്ലെങ്കിൽ ഇപ്രകാരം ഒരു പ്രോഗ്രാം നമുക്ക് സംഘടിപ്പിക്കാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഇവിടുത്തെ പ്രോഗ്രാമിൻ്റെ കന്നഡ ഭാഷയിലുള്ള നോട്ടീസ് അയച്ചു. എനിക്ക് കന്നഡ വായിക്കാൻ അറിയില്ല, എന്നാലും കന്നഡ ഭാഷയിലും മലയാള ഭാഷയിലുമുള്ള നോട്ടീസുകൾ അയച്ചു തന്നു. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിലെ യൂട്യൂബിലുള്ള വാർത്ത എനിക്ക് അയച്ചു തന്നു. ഞാനത് കിട്ടിയ പാടെ തന്നെ എൻ്റെ കോളേജിൽ എൻ്റെ കൂടെ പഠിച്ച കന്നഡ അറിയാവുന്ന കൂട്ടുകാർക്കല്ല, കാരണം മലയാളത്തിൽ ആർക്ക് അയച്ചു കൊടുത്തിട്ട് കാര്യമില്ല, ഇതെന്താ പറയുന്നതെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് എൻ്റെ കൂടെ കർണാടകത്തിലുണ്ടായിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാനത് അയച്ചു കൊടുത്തു. കാരണം നമ്മുടെ പേരൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. മാത്രമല്ല, ഹൊസങ്കടി പള്ളി, ഇവിടെ നിങ്ങൾക്കറിയാം പാടാനൊക്കെ എൻ്റെ കൂടെ വന്നിട്ടുള്ള വിദ്യാർത്ഥികളെയൊക്കെ അവർക്ക് അയച്ചു കൊടുത്തു. തീർച്ചയായിട്ടും അവർ പറഞ്ഞു, അച്ഛാ കൊള്ളാലോ, ഭയങ്കര പരിപാടികളൊക്കെയാണല്ലോ ഇപ്രാവശ്യം വരുന്നതാണ്. ഞാൻ പറഞ്ഞു, നല്ലൊരു പുതിയൊരു അച്ഛൻ വന്നിട്ടുണ്ട്, അച്ഛനാണ് ഈ പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. പ്രിയമുള്ളവർ, ഇപ്രകാരം നമ്മുടെ ഇടവക കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകണം, ഇനിയും ശക്തമാകണം, അല്ലേ? എത്ര പ്രതിസന്ധി വന്നാലും അതിലൊന്നും തളരാതെ നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. അച്ഛൻ ഈ ഹൊസങ്കടി ഉപമിച്ചത് ഇസ്രായേലിനോടാണ്. ശക്തിയാണ്, ശരിയാണ്. കാരണം ഈ ചെറിയ ഇടവകയിൽ 45 കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ 25 സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ ഓരോരുത്തരും തെളിയിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ തലശ്ശേരി ചെന്ന ഹൊസങ്കടിക്ക് ഒരു പേരുണ്ട്. അത് ഞങ്ങൾ വികാരിയായിരുന്നുകൊണ്ടൊന്നുമല്ല, അവിടെ എന്ത് ചെന്നാലും ഏതെങ്കിലുമൊക്കെ മത്സരത്തിന് ഹൊസങ്കടിയിൽ നിന്നാണ് ആളുകൾ സമ്മാന അർഹരാണ്. അതുകൊണ്ട് തന്നെയാണ്
അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ അഭിമാനിക്കുക. ഈ ഇടവകയുടെ പേര് അതിരൂപതാ കേന്ദ്രത്തിൽ ഇപ്പോഴും മുഴങ്ങി കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു അഭിമാനത്തിൻ്റെ നിമിഷമാണ്. ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം അവിടെ വികാരിയായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് ഞാനെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അഭിമാനത്തിൻ്റെ നിമിഷമാണ്. എനിക്ക് വ്യക്തിപരമായി നിങ്ങളോട് പറയാനുള്ളത്, അച്ഛൻ സൂചിപ്പിച്ചു ഇവിടെ വലിയ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച്. തീർച്ചയായിട്ടും നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, ചില കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം ഹെൽപ്പ് ഡെസ്കിൻ്റെ ഒരു മീറ്റിങ്ങുകളും അതോടൊപ്പം തന്നെ അവയർനെസ്സും ഒക്കെ നമ്മുടെ ഇടവകയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2 ആഴ്ച മുമ്പ് കാസർഗോഡ് മൈനോറിറ്റി കമ്മീഷൻ്റെ ചെയർപേഴ്സണായിട്ടുള്ള ലേഡി, തൃശ്ശൂരുള്ള ഒരു കാത്തലിക് ലേഡിയാണ്, അവരെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ മൈനോറിറ്റി കമ്മീഷൻ നേതൃത്വത്തിൽ ഒത്തിരിയേറെ ലോണുകൾ കൊടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് സ്വയം തൊഴിൽ മേഖലയ്ക്ക് വേണ്ടിയിട്ട് വലിയ ഫണ്ടുകളുണ്ട്, അച്ഛനത് ആളുകളിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് നിർദ്ദേശിച്ചു. ഞാനത് അതിൻ്റെ പോസ്റ്ററുകളും വാർത്തകളും ഒക്കെ അച്ഛന്മാരുടെ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തു. എനിക്ക് തോന്നുന്നു അന്നേ ദിവസം തന്നെ ചുരുങ്ങിയത് ഒരു 150 പേരെങ്കിലും, അത് എൻ്റെ നമ്പറാണ് കൊടുത്തത്, 150 പേരെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ട്. അത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ നിന്ന് മാത്രമല്ല, മറ്റു പല ഇത് അയച്ചു കൊടുത്ത് പല മേഖലകളിൽ നിന്നും ആളുകൾ എന്നെ വിളിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മുടെ ഒന്നാമതായി തിരിച്ചറിയേണ്ട സത്യം, ഇങ്ങനെയുള്ള ഒത്തിരിയേറെ ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളും നമ്മുടെ സമൂഹത്തിന് സർക്കാരും അതോടൊപ്പം തന്നെ സർക്കാർ ഇതര സംവിധാനങ്ങളും നൽകുന്നുണ്ട്. ഇത് നമ്മൾ അറിയാതെ പോകരുത്. തീർച്ചയായിട്ടും നമുക്ക് ഇത് നേടിയെടുക്കേണ്ടത് നമ്മുടെ ആവശ്യകതയാണ്. പ്രത്യേകിച്ച് നിങ്ങളിവിടെ ആയിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒത്തിരിയേറെ ചെറുതും വലുതുമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. മെയിൻലി നമ്മൾ നേരിടുന്നൊരു ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സംവിധാനം നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. അതിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കുകയും അത് നേടിയെടുക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല ഉദാഹരണമാണ് EWS. ഞാൻ കഴിഞ്ഞ വർഷം നെറ്റ് എക്സാം എഴുതി അതിൻ്റെ ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് മാർക്ക് 180 മാർക്കായിരുന്നു. എനിക്ക് 170 മാർക്ക് കിട്ടിയുള്ളൂ. എനിക്കതുകൊണ്ട് പോയി. പക്ഷേ അതേസമയം തന്നെ EWS എടുത്തൊരു വിദ്യാർത്ഥിക്ക് 140 മാർക്ക് മതി ഈ പറഞ്ഞ നെറ്റ് എക്സാമിന് ക്ലാരിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനതിൻ്റെ പ്രാധാന്യം അന്നേരം തിരിച്ചറിഞ്ഞു. ഞാൻ അന്ന് EWS എടുത്ത് വെച്ചായിരുന്നെങ്കിൽ സുഖമായിട്ട് നെറ്റ് എക്സാം പാസ്സാകുമായിരുന്നു ഞാൻ വിചാരിക്കുകയും ചെയ്തു. അപ്പം ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള സംവരണങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് നേടിയെടുക്കാനായിട്ട്, അതെനിക്ക് നേടിയെടുക്കാൻ ഇത്ര സ്ഥലം വേണം, ഇത്ര മാത്രമേ സാമ്പത്തികം പാടുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ, ക്രൈറ്റീരിയാസ് ഒക്കെ എനിക്ക് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികളോ കുഞ്ഞുങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ എടുത്തു വെക്കണം. കാരണം അത് ജീവിതത്തിൽ അവർക്ക് ഒരു അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ, ഒരു ജോലിക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്നുള്ള സത്യം തന്നെയാണ്. മാത്രമല്ല, നമ്മുടെയൊക്കെ ആളുകൾ, നമുക്കറിയാം പഞ്ചായത്തിലൊക്കെ നമ്മുടെ ആളുകളൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ. പക്ഷേ ഇവരോടൊക്കെ ചോദിച്ചാൽ അറിയാം, വളരെ മിനിമം ആളുകളാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നമ്മളാരും വലിയ കളക്ടറായിട്ട് ഒരു സുപ്രഭാതത്തിൽ മാറുകയല്ല, മറിച്ച് ഇങ്ങനെയുള്ള മേഖലകളിൽ ഏറ്റവും താഴേക്കിടയിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് വർഷങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലേക്കൊക്കെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു അവബോധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക, അവരെ അതിലേക്ക് നയിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുക. മറ്റൊരു സംവിധാനമാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എജ്യൂസ് പാർക്ക് എന്ന് പറയുന്ന സംവിധാനം. എനിക്ക് സന്തോഷമുണ്ട്, ഈ ഹൊസങ്കടിയിൽ നിന്ന് നമ്മുടെ പ്രിയങ്കരനായ എറിക്ക് അതിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. ഒത്തിരിയേറെ കുട്ടികളെ നമുക്ക് അതിലൂടെ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ട്, നമുക്കറിയപ്പോൾ ഒരു ട്രെൻഡാണ് വിദേശത്ത് പോകുക എന്നുള്ളത്. വിദേശത്ത് പോകുന്നത് തെറ്റൊന്നുമല്ല. പക്ഷെ അതേസമയം തന്നെ ഈ കുഞ്ഞുങ്ങൾ അറിവില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ 12ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ വിദേശത്തേക്ക് പോകുന്നത്, അത് പല മേഖലകളിലും ആ കുഞ്ഞുങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയുക, ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ അവർ ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാൻ പറ്റും, വേറെ എവിടേക്കും പോകാൻ പറ്റില്ല. അപ്പോൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇവർക്ക് സുഗമമായിട്ട് ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ ഒരു ബേസിക് ഡിഗ്രി എങ്കിലും ഇന്ത്യയിൽ നിന്ന് വേണം. അതല്ലാതെ നമ്മൾ ഈ പറഞ്ഞ നേഴ്സിങ്ങോ ഡോക്ടറോ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്താൽ മാത്രമേ അവർക്ക് അവിടെ സേവനം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്രകാരമുള്ള കാര്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു ബേസിക് ഡിഗ്രി, നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്യിപ്പിക്കാനായിട്ട് സാധ്യതകളുണ്ട്. നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നല്ല കോളേജുകൾ പഠിപ്പിക്കാൻ സാധിക്കും. അതിന് ഈ ഒരു സംവിധാനം തീർച്ചയായിട്ടും അതിന് ഉപകരിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പ്രിയമുള്ളവർ, ഇപ്രകാരം നമ്മുടെ സമൂഹത്തെ തീർച്ചയായിട്ടും ശക്തിപ്പെടുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യകതയാണ്. നമുക്കെപ്പോഴും ഈ ഒരു സമൂഹത്തിലായിരിക്കുമ്പോൾ കൂട്ടായ്മയും സ്നേഹവും അനിവാര്യമാണ്. അതേസമയം തന്നെ നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവസാനമായിട്ട് എനിക്ക് ഏറ്റവും സ്നേഹത്തോട് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് എപ്പോഴും നോ പറയാൻ വളരെ എളുപ്പമാണ്. നമുക്ക് നോ പറയാൻ ഭയങ്കര എളുപ്പം. പക്ഷെ അതേസമയം തന്നെ ഒരു കാര്യത്തോട് നമ്മൾ എസ് പറയുമ്പോൾ അതിൻ്റെതായ ത്യാഗമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആ എസ് നമ്മൾ പറയുമ്പോൾ നമ്മൾ വലിയൊരു മാറ്റം കൊണ്ടുവരികയാണ്. പരിശുദ്ധ അമ്മ
ദൈവം പറഞ്ഞപ്പോൾ അവൾക്ക് നോ പറയാമായിരുന്നു, പക്ഷേ പരിശുദ്ധാമ്മ നോ അല്ല, എസ്സാ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ദൈവപുത്രനായ മിശിഹായുടെ അമ്മയാകുവാൻ പരിശുദ്ധാമ്മയ്ക്ക് ഭാഗ്യം ലഭിച്ചു അല്ലേ? നമ്മൾ ഇന്നെല്ലാം വണങ്ങുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവൾ ആ ഒരു യെസ് പറഞ്ഞതുകൊണ്ടാണ്. ആ ഒരു യെസ് പറയാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കും. നമുക്ക് ഈ സമൂഹത്തിൽ അംഗീകാരം വേണമെങ്കിൽ, നമ്മളെ സമൂഹം ബഹുമാനിക്കണമെന്നെങ്കിൽ ഇപ്രകാരമുള്ള നോ പറച്ചിലുകളല്ല, യെസ് പറയാനായിട്ട് ഞാൻ റെഡിയാണ്, ഞാൻ ചെയ്യാം, ഞാൻ മുന്നോട്ട് വരാം, അങ്ങനെ യെസ് പറയാൻ നമുക്ക് പറ്റണം. നമുക്ക് എളുപ്പത്തിൽ നോ പറഞ്ഞുകൊണ്ട് കാര്യങ്ങളോട് മറ്റൊരുവനൊരു സഹായം ചോദിക്കുമ്പോൾ, മറ്റൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ നമുക്ക് നോ പറഞ്ഞുകൊണ്ട് അതിനെ പെട്ടെന്ന് തന്നെ ഡിനൈ ചെയ്യാം, തീർന്നു. ബട്ട് അതേസമയം തന്നെ നമ്മൾ എസ് പറയുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ അതിനകത്തൊരു ത്യാഗമുണ്ട്, സഹനമുണ്ട്, വേദനയുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഞാൻ എസ് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ആ ഒരു സമൂഹത്തിന് നന്മയായിട്ട് മാറും. ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടുകൂടെ ബഹുമാനപ്പെട്ട ലൂയി മരിയദാസ് അച്ഛനെ നന്ദിയോട് ഓർക്കുകയാണ്. അച്ഛൻ ഈ ഒരു തിരുനാൾ ഇതിന് എന്നെ പ്രത്യേകമായിട്ട് ക്ഷണിച്ചു, ഇവിടെ ഒരു പ്രോഗ്രാമിന് ഉദ്ഘാടകനായിട്ടൊക്കെ വിളിച്ചു. അച്ഛനെ നന്ദിയോട് ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഐ വുഡ് ലൈക്ക് ടു റിമെമ്പർ ദ റിയർ പഞ്ചായത്ത് പ്രസിഡന്റ് respected Jean Levina ma'am for your presence, and also I humbly request you for the special benefits that is provided to the minority communities to the Hosangadi area. There are many projects that is provided to the local communities so that you can support, especially to the Malayali people, those who are here in the Catholic community. So I hope your help will be beneficiary and supporting to the community. സോ ആൻഡ് ഓൾസോ ഞാൻ പ്രത്യേകമായിട്ട് ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ആളുകൾക്കും നന്ദി അർപ്പിക്കുകയാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ ക്രമീകരിച്ചതിൽ. കാരണം കുട്ടികളുടെ കഴിവുകൾ തെളിയിക്കാനും നിങ്ങളുടെ ഓരോരുത്തരുടെയും, നമുക്കറിയാം നമ്മൾ 45 കുടുംബമേ ഉള്ളൂ, 100 പേര് 150 പേരേ ഉള്ളൂ ഈ പ്രോഗ്രാം കാണാനും ചെയ്യാനും ഒക്കെയായി. പക്ഷേ അത് ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. നിങ്ങളത് ഏറ്റെടുത്ത് ചെയ്യുന്നു. അത് നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ഇതിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ ഒരു മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സ്നേഹം തുളുമ്പുന്ന വാക്കുകളാൽ നമ്മുടെ കാര്യപരിപാടികൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട സുബിൻ റാത്തപ്പള്ളി അച്ഛന് ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. Now, I am very happy to invite President Manjeshwar Grama Panchayat, Mrs. Jean Levina Mondero, to deliver a message. She is a dynamic leader and dedicated public servant who has been tirelessly working for the welfare and development of our Manjeshwar Panchayat. Very good evening to all the respected dignitaries on the dais, Reverend Father Louis Mariadas Minacheri and Reverend Father Joseph Ratipille, Mr. V.K. Joy, Mr. Thomas Panakal, and Reverend Sisters and my dear parishioners, a very happy Parish Day for you. I'm very happy to be a part of this Parish Day because once many years ago you were a part of our parish. Few people I can see that I can recognize you. Once upon a time, I think 5-6 years ago you were a part of our parish, and I was very happy to see you again. And that time while reading the report, it is only 45 families, I think nearly 100 people you are, but the report is like 1,000 people's report it is. So I was thinking that such a long report it was. You think that imagine you only appreciate yourself that you have such a lot of programs you have done in 1 year. I was very grateful it is for the parish priest, because he is and both the fathers very energetic, young and very talented fathers. You are very lucky because only few minutes I spoke with them. Such a knowledge he has transferred to me. I am very happy to spoke with those fathers. Thank you so much, Father, sharing your experience to me. And one more thing, I wanted to speak in Kannada because many people are here Kannada. I want to give the information about Panchayat in Kannada because the local language I am not able to speak Malayalam like you. I can understand. I can speak a few lines after becoming a president, not before that. So shall I speak in Kannada? Shall I give information about Panchayat in Kannada? Are you able to understand? Okay.
ನನಗೆ ನಿಮ್ಮಾಗೆ ಮಲಯಾಳಂ ಮಾತಾಡಲಿಕ್ಕೆ ಬರುವುದಿಲ್ಲ, ಸ್ವಲ್ಪ ಮಾತ್ರ ಮಾತಾಡಲಿಕ್ಕೆ ಬರುತ್ತೆ. ಅದು ಸಮೇತ ಪ್ರೆಸಿಡೆಂಟ್ ಆದ ಮೇಲೆ ಕಲ್ತಂಥದ್ದು. ಯಾಕಂತ ಹೇಳಿದರೆ ಎಲ್ಲವೂ ಮಲಯಾಳಮಲ್ಲಿ ಇರುವ ಕಾರಣ ಯಾವುದನ್ನು ನನಗೆ ಅಲ್ಲಿ ಮಾಡಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. ಹಾಗಾಗಿ ಅವರೊಟ್ಟಿಗೆ ಸ್ಟಾಫಿನೊಟ್ಟಿಗೆ ನಾವು ಮಾತನಾಡಬೇಕು ಅಂತಾರೆ ಮಲಯಾಳಂ ಕಲೀಲೇಬೇಕು. ಮಲಯಾಳಂ ಅಲ್ಲಿಂದ ಬಂದವರು ಖಂಡಿತವಾಗಿಯೂ ಅವರು ಕನ್ನಡ ಕಲಿಯುವುದಿಲ್ಲ, ಇಂಗ್ಲೀಷ್ನಲ್ಲಿ ಮಾತನಾಡುವುದಿಲ್ಲ. ಅದು ನಮಗೆ ತುಂಬ ಕಷ್ಟ ಆಗುವಂಥದ್ದು, ವ್ಯವಹಾರ ಮಾಡಲಿಕ್ಕಿರುವಂಥದ್ದು. ಹಾಗಾಗಿ ನಾವು ಕಲಿಬೇಕಾಗುತ್ತೆ. ನನಗೆ ತುಂಬ ಸಂತೋಷ ಇದೆ, ಯಾಕಂದ್ರೆ ನಾನು ಮಲಯಾಳಂ ಕಲ್ತಿದ್ದೇನೆ ಅಂತ ಹೇಳೋದಕ್ಕೆ. ಆದರೆ ಕೆಲವೊಂದು ನನಗೆ ಪಂಚಾಯತಿನ ಬಗ್ಗೆ ವಿಷಯವನ್ನು ಹೇಳಲಿಕ್ಕೆ ಬಯಸ್ತೇನೆ ಕನ್ನಡದಲ್ಲಿ. ಯಾಕೆ ಅಂತ ಹೇಳಿದರೆ, ಎಲ್ಲರೂ ಇಲ್ಲಿ ಮಂಜೇಶ್ವರಕ್ಕೆ ಸಂಬಂಧಪಟ್ಟ ಹಾಗೆ ಇಲ್ಲ. ನಾನು ಏನೆಲ್ಲ ಮಾಡಿದ್ದೇನೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ಹೋಗೋದಿಲ್ಲ. ಯಾಕಂತ ಹೇಳಿದರೆ ಅದು ನಮಗೆ ಗೊತ್ತಾಗುತ್ತೆ, ಏನೆಲ್ಲ ಮಾಡಿದ್ದೇವೆ ಅಂತ ಹೇಳಿ ನಿಮಗೆ ನೋಡುವಾಗ ಗೊತ್ತಾಗುತ್ತೆ. ಆದರೆ ನನಗೆ ಕೆಲವೊಂದು ಮಾಹಿತಿಯನ್ನು ಕೊಡಬೇಕು. ಕಳೆದ ವರ್ಷ ನಾವು ಡಿಜಿಟಲ್ ಲ್ಯಾಂಡ್ ಸರ್ವೆ ಅಂತ ನಾವು ಮಾಡಿದೆವು. ನಿಮಗೆ ಗೊತ್ತಿರ್ಬೋದು, ಹೆಚ್ಚಿನವರು ಮಾಡದೇ ಇದ್ದರೆ ದಯವಿಟ್ಟು ಅದನ್ನು ನೀವು ಮಾಡಿಸಬೇಕು. ಒಂದು ವೇಳೆ ಡಿಜಿಟಲ್ ಲ್ಯಾಂಡ್ ಸರ್ವೆ ನೀವು ಮಾಡದೇ ಇದ್ದರೆ, ನಾವು ಯಾವಾಗ ಪಂಚಾಯಿತು ಡಿಜಿಟಲ್ ಲ್ಯಾಂಡ್ ಸರ್ವೆ ಕಂಪ್ಲೀಟ್ ಆಯಿತು ಅಂತ ಒಂದು ಸತಿ ಡಿಕ್ಲೇರ್ ಮಾಡಿದರೆ ನಿಮ್ಮ ಜಾಗವನ್ನು ನಿಮಗೆ ಮಾರಲಿಕ್ಕಾಗಲಿ ಅಥವಾ ತಗೊಳ್ಳಿಕ್ಕಾಗಲಿ ಸಾಧ್ಯ ಆಗೋದಿಲ್ಲ. ಇದೀಗ ನಾವು ಪಂಚಾಯಿತು ಸರ್ಕಾರ ಮಾಡ್ತಾ ಇರುವಂಥದ್ದು ಫ್ರೀ ಆಫ್ ಕಾಸ್ಟಲ್ಲಿ. ಮತ್ತೆ ನಿಮಗೆ ಮಾಡಬೇಕು ಅಂತ ಹೇಳಿದರೆ 2 ವರ್ಷದ ನಂತರ ನೀವು ದುಡ್ಡು ಖರ್ಚು ಮಾಡಬೇಕಾದಂಥದ್ದು. ನಿಮಗೆ ಖಂಡಿತವಾಗಿ ಗೊತ್ತಿದೆ, ಸರ್ಕಾರದ ಕೆಲಸ ಮಾಡಬೇಕಾದ್ರೆ ಎಷ್ಟು ಡಿಲೇ ಆಗುತ್ತೆ ಅಂತ ಹೇಳುವಂಥದ್ದು. ಅದು ಪಂಚಾಯತ್ನಲ್ಲಿ ಆಗೋದಿಲ್ಲ, ನೀವು ಮತ್ತೆ ತಹಶೀಲ್ದಾರ್ ಹತ್ರವೇ ಹೋಗಬೇಕು, ತಾಲೂಕು ಆಫೀಸಿಗೆ ಹೋಗಿ ಮಾಡಬೇಕಾಗುತ್ತೆ. ಒಂದದು ಲಾಸ್ಟ್ ಟೈಮ್ ನಾವು ಮಾಡಿದಂಥ ಡಿಜಿಟಲ್ ಲ್ಯಾಂಡ್ ಸರ್ವೆ ಬಗ್ಗೆ ನಾನು ಹೇಳ್ತಾ ಇರುವಂಥದ್ದು. ಇನ್ನೊಂದು ಈಗ ಪ್ರಸ್ತುತ ನಡೀತಾ ಇದೆ, ಎಲ್ಲ ಬಾವಿ ನೀರಿನ ಬಗ್ಗೆ ಸರ್ವೆ ನಾವು ಮಾಡ್ತಾ ಇದ್ದೇವೆ. ನಿಮ್ಮ ಮನೆಗಳಿಗೆ ಬಂದಿರ್ಬೋದು, ಬಾವಿ ಇದೆಯಾ, ಬೋರ್ವೆಲ್ ಇದೆಯಾ, ಹೇಗೆ ಉಪಯೋಗಿಸ್ತಿದ್ದಾರೆ, ಕನ್ಸ್ಟ್ರಕ್ಟ್ ಮಾಡಿದ್ಯಾವುದು, ಯಾವಾಗ ಮಾಡಿದ್ದು, ಎಲ್ಲ ಡೀಟೇಲ್ ಅಂತ ತಗೊಳ್ತಾ ಇದ್ದಾರೆ. ಖಂಡಿತವಾಗಿ ಕೆಲವು ಗೊತ್ತಿರ್ಬೋದು, ಗೊತ್ತಿಲ್ಲ ಇದ್ದರೆ ದಯವಿಟ್ಟು ನಿಮ್ಮ ಮನೆಗಳಿಗೆ ಅವರು ಬರ್ತಾರೆ, ಮಾಹಿತಿಯನ್ನು ನೀವು ಕೊಡಬೇಕಾದಂಥದ್ದು. ಹಾಗೆಯೇ ಇನ್ನೊಂದು ಸರ್ವೆ, ದೊಡ್ಡ ಸರ್ವೆ ನಡೀತಾ ಇರುವಂಥದ್ದು ಏನು ಅಂತ ಹೇಳಿದರೆ, ಪ್ರತಿ ಒಂದು ಬಿಲ್ಡಿಂಗ್ನ ಸರ್ವೆ ನಾವು ಮಾಡ್ತಾ ಇದ್ದೇವೆ. ಕಳೆದ ವರ್ಷ ಮಾಡಿದಂಥದ್ದು ಲ್ಯಾಂಡ್ ಸರ್ವೆ, ಈ ಸತಿ ನಾವು ಮಾಡ್ತಾ ಇರುವಂಥದ್ದು ಬಿಲ್ಡಿಂಗ್ನ ಸರ್ವೆ. ಆ ಬಿಲ್ಡಿಂಗ್ ಸರ್ವೆ ಮಾಡುವಾಗ ನಿಮ್ಮ ಬಿಲ್ಡಿಂಗ್ ಎಷ್ಟು ಸ್ಕ್ವೇರ್ ಮೀಟರಲ್ಲಿ ಇದೆಯಾ, ಎಷ್ಟು ಸ್ಕ್ವೇರ್ ಫೀಟ್ ಇದೆ ಅಂತ ಹೇಳುವಂಥದ್ದು 1 ಇಂಚು ವ್ಯತ್ಯಾಸ ಇಲ್ಲದೆ ಅಷ್ಟು ಚೆನ್ನಾಗಿ ಅವರು ಏನು ಮಾಡ್ತಾರೆ, ಸರ್ವೆ ಮಾಡಿ ಎಲ್ಲ ಡಿಟೇಲ್ ಆಗಿ ಬರೆದಿಡ್ತಾರೆ. ಅದರ ಒಟ್ಟಿಗೆ ಕೆಲವೊಂದು ವೈಯಕ್ತಿಕವಾಗಿರುವಂಥ ಮಾಹಿತಿಯನ್ನು ಸಮೇತ ಕೇಳ್ತಾರೆ. ನಿಮ್ಮ ಎಜುಕೇಷನ್ ಆಗಿರ್ಬೋದು, ಆಧಾರ್ ಕಾರ್ಡು, ಪಾನ್ ಕಾರ್ಡು, ಎಲ್ಲ ಮಾಹಿತಿಯನ್ನು ನಾವು ಕೇಳ್ತೇವೆ. ಯಾಕಂತ ಹೇಳಿದರೆ ಮುಂದೆ ನಮಗೆ ಪ್ರಾಜೆಕ್ಟ್ ಮಾಡಬೇಕಾದಂಥ ಸಂದರ್ಭದಲ್ಲಿ ನಮ್ಮದು ಈಗ 7 ತಿಂಗಳೊಳಗೆ ನಮ್ಮ ಅವಧಿ ಮುಗೀತದೆ, 5 ವರ್ಷ ಆಗ್ತದೆ, 4 ವರ್ಷ ಈಗಾಗಲೇ ಕಂಪ್ಲೀಟ್ ಆಗಿದೆ. ಆದರೆ ಮುಂದೆ ಯಾವುದೇ ಪ್ರಾಜೆಕ್ಟ್ ಮಾಡಲಿಕ್ಕೆ ಇದ್ರೂ ಸಮೇತ ಇದು ಸುಲಭ ಆಗಲಿಕ್ಕೋಸ್ಕರ, ಯಾವ ಡೇಟಾವನ್ನು ತೆಗೆದ್ರೂ ಸಮೇತ ಸುಲಭ ಆಗಲಿಕ್ಕೋಸ್ಕರ ಈ ಡೇಟಾವನ್ನು ನಾವು ಕಲೆಕ್ಷನ್ ಮಾಡ್ತಾ ಇರುವಂಥದ್ದು. ದಯವಿಟ್ಟು ನಿಮ್ಮ ಮನೆಗಳಿಗೆ ಬಂದ ಸಂದರ್ಭದಲ್ಲಿ ನೀವು ಯಾವುದೇ ಸಂಶಯ ಪಡೋದು ಬೇಡ, ಎಲ್ಲ ಡೀಟೇಲ್ಸನ್ನು ನೀವು ಕೊಡಬೇಕಾಗುತ್ತೆ. ನಾವು ಅಧಿಕೃತರೇ ಅಲ್ಲಿ ಕಳಿಸ್ತಾ ಇರುವಂಥದ್ದು. ULCC ಈಗ ಹೈವೇಯಲ್ಲಿ ಕನ್ಸ್ಟ್ರಕ್ಟ್ ಮಾಡ್ತಾ ಇದ್ದಾರಲ್ಲ, ಆ ಡಿಪಾರ್ಟ್ಮೆಂಟ್ನವರ ಮುಖಾಂತರ ನಾವು ಈ ಸರ್ವೆಯನ್ನು ಮಾಡಿಸ್ತಾ ಇದ್ದೇವೆ. ದಯವಿಟ್ಟು ಇದಕ್ಕೆ ನೀವು ಸಹಕಾರ ಕೊಡಬೇಕು. ಹಾಗೆಯೇ ನಿಮಗೆ ಗೊತ್ತಿಲ್ಲದೆ ಇದ್ದವರಿಗೆ, ನಿಮ್ಮ ಮನೆ ಹತ್ರ ಕೆಲವೊಮ್ಮೆ ಗೊತ್ತಿರೋದಿಲ್ಲ, ದಿನಾಲು ನಮಗೆ ಫೋನ್ ಬರೋದುಂಟು, ಯಾರನ್ನಾದ್ರು ನೀವು ಸರ್ವೆ ಕಳಿಸಿದ್ದೀರಾ ಅಂತ. ಅಂದರೆ ಹೆದರ್ತಾರೆ ಜನರು, ಯಾರೋ ಬಂದಿರ್ತಾರೆ ನಮ್ಮ ಮಾಹಿತಿಗಳನ್ನು ತಗೊಳ್ತಾರೆ ಅಂತ ಹೇಳುವಂಥ. ದಯವಿಟ್ಟು ಹೆದರೋದು ಅಗತ್ಯ ಏನಿಲ್ಲ. ನಿಮ್ಮ ಪಕ್ಕದಲ್ಲಿ ಇರುವವರಿಗೆ ಅದನ್ನು ತಿಳಿಸಿದರೆ ಸಾಕು, ಅಷ್ಟೇ. ನಿಮ್ಮ ಪಕ್ಕದಲ್ಲಿರುವವರು ತಿಳಿಸಿದರೆ ಸಾಕು, ಆ ಪಕ್ಕದವರು ಇನ್ನೊಬ್ಬರಿಗೆ ಹೇಳ್ತಾರೆ. ಸೊ ಇದು ನಮಗೆ 6 ತಿಂಗಳೊಳಗೆ ಈ ಸರ್ವೆ ಆಗಬೇಕು ಅಂತ ಹೇಳುವಂಥದ್ದು ನಮ್ಮದೊಂದು ಏಮ್ ಇರುವಂಥದ್ದು, ನಮ್ಮ ಉದ್ದೇಶ ಇರುವಂಥದ್ದು. ಹಾಗಾಗಿ ದಯವಿಟ್ಟು ಎಲ್ಲರೂ ಸಹಕಾರ ಕೊಡಬೇಕು ಅಂತ ನಾನು ಕೇಳ್ಕೊಳ್ತಾ ಇದ್ದೇನೆ. ಮತ್ತು ಹಲವಾರು ಕಾರ್ಯಕ್ರಮಗಳನ್ನು ನಾವು ಪಂಚಾಯತಿಯಿಂದ ಮಾಲಿನ್ಯಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಾಗಿ ನಾವು ಮಾಡಿದ್ದೇವೆ, 100 ಮೀಟಿಂಗ್ಗಳನ್ನು ನಾವು ಮಾಡಿದ್ದೇವೆ. ಆದರೆ ಅಷ್ಟು ಫಲಪ್ರದವಾಗಲಿಲ್ಲ. ನಾವು ಏನು ಯೋಚಿಸಿದ್ದೇವೋ ಅಷ್ಟರ ಮಟ್ಟಿಗೆ ಫಲಪ್ರದ ಆಗಲಿಲ್ಲ. ಅದಕ್ಕೆ ಕಾರಣಗಳು ತುಂಬ ಇದೆ. ಜನರಿಂದ ಸಹಕಾರ ಇಲ್ಲ, ಹಾಗೆ ಕೆಲವೊಂದು ಜನರಿಂದ ಸಹಕಾರ ಇಲ್ಲ ಅಂತ ಹೇಳಿದರೆ ಯಾವುದೇ ಯೋಜನೆ ಅದು ಒಂದು ಕಂಪ್ಲೀಟ್ ಆಗುವುದೇ ಇಲ್ಲ. ಹಾಗಾಗಿ ಪ್ರತಿಯೊಂದು ಸತಿಗೆ ನಾವು ಹೇಳುವಂಥದ್ದು ಸಹಕಾರ, ಜನರ ಸಹಕಾರ ಯಾವಾಗ ಇರ್ತದೋ ಯಾವುದೇ ಒಂದು ಕಾರ್ಯಕ್ರಮ ಆಗಿರಲಿ, ಯಾವುದೇ ಒಂದು ಸರ್ವೆ ಆಗಿರಲಿ, ಅದು ಫಲಪ್ರದ ಆಗುತ್ತೆ ಮತ್ತು ಅಭಿವೃದ್ಧಿಯತ್ತ ಹೆಜ್ಜೆ ಹಾಕಲಿಕ್ಕೆ ಸಾಧ್ಯ ಆಗ್ತದೆ ಅಂತ ಹೇಳುವ ನಿಟ್ಟಿನಲ್ಲಿ ಇದನ್ನು ನಾವು ಮಾಡ್ತಾ ಇರುವಂಥದ್ದು. ಇದಕ್ಕೆ ಸಹಕಾರ ನೀವು ಈಗಾಗಲೇ ಕೊಟ್ಟಿದ್ದರೆ ನಿಮಗೆ ಧನ್ಯವಾದ, ಕೊಡದೇ ಇದ್ದರೆ ದಯವಿಟ್ಟು ಇದಕ್ಕೆ ಸಹಕಾರ ಕೊಡಬೇಕು ಅಂತ ನಾನು ಕೇಳ್ತಾ ಇದ್ದೇನೆ. Once again, I wish you happy Paris Day, and I pray the infant Jesus to grant you health, wealth, peace of mind, happiness to you and your family and forever. Thank you so much for inviting me. Thank you, Honorable Panchayat President, Mrs. Jean Lavina Montero ma'am. We are really grateful for your inspiring words. Your leadership and vision have been a guiding force for our community. Thank you so much. അടുത്തതായി ഏവർക്കും നന്ദി അർപ്പിക്കുന്നതിനായി നമ്മുടെ ഇടവകയുടെ കോർഡിനേറ്റർ ശ്രീമാൻ തോമസ് പനക്കലിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
സ്നേഹമുള്ളവരെ, വേദിയിലിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെ, ഇന്ന് ഇൻഫൻറ്റ് ജീസസ് ചർച്ചിൻ്റെ തിരുനാൾ ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള സൺഡേ സ്കൂൾ ഭക്തസംഘടനകളുടെ ചേർന്നുള്ള സംയുക്ത വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ വാർഷികാഘോഷം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയ നമ്മുടെ ഏവരുടെയും സ്നേഹ ബഹുമാനപ്പെട്ട സുബിൻ റാത്തപ്പള്ളി അച്ഛൻ നമ്മുടെ ഇവിടെ 1.5 വർഷത്തോളം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം വളരെ നല്ല നിലയിൽ MBA ബിരുദം പാസ്സായി. അതോടൊപ്പം നമ്മുടെ എല്ലാവിധ കൂദാശാ കർമ്മങ്ങളിലും മറ്റ് ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിലും വളരെ ഭംഗിയായി നിർവഹിച്ച ശേഷമാണ് അദ്ദേഹം തലശ്ശേരിയിലേക്ക് പോയത്. ഏതായാലും നമ്മുടെ പ്രാർത്ഥനകളോണ്ടും അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടും അദ്ദേഹത്തിന് പിതാവ് തലശ്ശേരി അതിരൂപതയുടെ വൈസ് ചാൻസലർ പദവി തന്നെ ഏൽപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പ്രസ്തുത പദവി വളരെ ഭംഗിയായി ഈ നടത്തിക്കൊണ്ടു പോകുന്നു. അതിൽ നമുക്കേവർക്കും അഭിമാനിക്കാം. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് രൂപതയെ സമീപിക്കുകയാണെങ്കിൽ വൈസ് ചാൻസലർ എന്ന നിലയിൽ നമ്മുടെ റാത്തപ്പള്ളി അച്ഛൻ അവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി നമ്മുടെ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട റാത്തപ്പള്ളി അച്ഛനെ ഞാൻ ഇടവക സമൂഹത്തിൻ്റെ പേരിലുള്ള ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമുക്ക് ഔപചാരികമായി ലഭിച്ചിട്ടുള്ള നമ്മുടെ വികാരി അച്ഛൻ ലൂയിസ് മരിയാദാസ് അച്ഛൻ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല ഇതുപോലൊരു വൈദികനെ നമുക്ക് ഇടവക വികാരിയായി ലഭിക്കുമെന്ന്. കാരണം നമ്മുടെ മലയാളത്തിൻ്റെ തന്നെ ക്രിസ്തീയ സംഗീതത്തിൻ്റെ വക്താവായി മാറിയ നമ്മുടെ ലൂയിസ് മരിയാദാസ് അച്ഛൻ ഈ ഇടവകയിലെത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്കെല്ലാവർക്കും സംഗീതത്തിലൂടെ സുപരിചിതനാണ് നമ്മുടെ മരിയാദാസ് അച്ഛൻ. അച്ഛൻ്റെ കലാബോധമാണ് നമ്മളുടെ ഇന്നത്തെ ഈ വാർഷിക ആഘോഷത്തിൻ്റെ മികവ് എന്ന് പറയാം. തീർച്ചയായും നമുക്ക് പറയാം. അച്ഛൻ്റെ സംഘാടന മികവും അതുപോലെ തന്നെ അച്ഛൻ്റെ ആ ദിശാബോധവുമാണ് നമ്മളെ ഇത്രയും നല്ല നിലയിലുള്ള ഒരു പരിപാടിയിലേക്ക് നമ്മളെ സംഘടിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചത്. കേവലം 6 മാസം മാത്രമേ ആയിട്ടുള്ളെങ്കിലും നമ്മുടെ അച്ഛൻ വളരെ ഭംഗിയായി നമ്മുടെ ഇടവകയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തു വരുന്നു. നമ്മുടെ ഇടവകയുടെ പേരിലുള്ള എല്ലാവിധ നന്ദിയും ഞാൻ ഈ യോഗത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ലൂയിസ് മരിയാദാസ് അച്ഛനെ നേർന്നുകൊള്ളുന്നു. നമ്മുടെ ഈ യോഗത്തിൽ എത്തിച്ചേർന്ന വിശിഷ്ടാതിഥി, നമുക്ക് ഏവർക്കും പരിചിതയായ ബഹുമാനപ്പെട്ട മിസ്സസ് ജീൻ ലവീന മന്ദിരു അവറുകൾ മഞ്ചേശ്വരം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരം പഞ്ചായത്തിൽ ഒരു മാറ്റത്തിൻ്റെ കാറ്റ് വീശിയത് മാഡം പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയതിന് ശേഷമാണെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. കാരണം പലപ്പോഴും ഞാൻ പഞ്ചായത്തിൽ അതിനു മുമ്പും അതിന് ശേഷവും പോയിട്ടുണ്ട്. പഞ്ചായത്തിനെ പൂർണ്ണമായും ജനകീയമാക്കുവാൻ ഏത് സാധാരണക്കാരനും എപ്പോഴും കയറി ചെന്ന് എന്ത് കാര്യവും സാധിക്കുന്ന വിധത്തിൽ പൂർണ്ണമായും ജനകീയമാക്കുവാൻ വേണ്ടി നമ്മുടെ മാഡത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം വികസന പ്രവർത്തനങ്ങളെ പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുവാൻ വേണ്ടിയും മാഡത്തിന് കഴിഞ്ഞു. ഏതെങ്കിലും ഒരു കോണിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോകുമായിരുന്ന പല വികസന പദ്ധതികളും പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുവാൻ വേണ്ടി മാഡത്തിന് കഴിഞ്ഞു. മാഡം ഓരോ ദിവസം കഴിയുന്തോറും പഞ്ചായത്തിൻ്റെ എല്ലാ കാര്യങ്ങളും
കൂടുതൽ കൂടുതൽ മനോഹരമാക്കിക്കൊണ്ട് കൂടുതൽ മികവുറ്റതാക്കിക്കൊണ്ട് പഞ്ചായത്തിനെ മുന്നോട്ട് നയിക്കുകയാണ്. മാഡത്തിൻ്റെ ഈ വലിയ തിരക്കിനിടയിലും നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് വിശിഷ്ടാതിഥിയായി എത്തി നമുക്ക് വേണ്ടി നല്ലൊരു സന്ദേശം നൽകുവാൻ വേണ്ടി കഴിഞ്ഞു ആയതിനാൽ ഞാൻ മാഡത്തിന് നമ്മുടെ ഇൻഫൻറ്റ് ജീസസ് ചർച്ചിൻ്റെ പേരിലുള്ള നന്ദി, ഈ യോഗത്തിൻ്റെ നന്ദി മാഡത്തിന് സമർപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ ഇടവകയുടെ എല്ലാ ഭക്തസംഘടനകളുടെയും റിപ്പോർട്ട് വളരെ മനോഹരമായി അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ സൺഡേ സ്കൂൾ ഹെഡ് മിസ്റ്റർ ശ്രീമതി ഗ്രേസി ടീച്ചർ പുൽത്തകിടിയെയും ഞാൻ ഈ ഇടവകയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ ഈ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും വളരെ ഭംഗിയായി കോർത്തിണങ്ങിക്കൊണ്ട് പോകുന്ന നമ്മുടെ സിസ്റ്റേഴ്സ്, നമ്മുടെ മദർ സിസ്റ്ററിനെയും അതുപോലെ ആൽഫി സിസ്റ്ററിനെയും ഞാൻ ഈ അവസരത്തിൽ ഹൃദയംഗമമായി അവർക്കുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം ഈ യോഗത്തിലെത്തിയ വിശിഷ്ടാതിഥികൾക്ക് അതിഗംഭീരമായ ഒരു സ്വാഗതം അരുളിയ നമ്മുടെ തിരുനാൾ കമ്മിറ്റി കൺവീനർ ശ്രീ മിസ്റ്റർ VK ജോയ് വെട്ടിക്ക അവർക്കും ഞാൻ എൻ്റെ പേരിലും ഈ ഇടവകയുടെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം നമ്മുടെ ഈ വാർഷികാഘോഷം വളരെ ഭംഗിയാക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാതൃവേദി, സൺഡേ സ്കൂൾ അധ്യാപകർ, KCYM, അതുപോലെ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ ഈ നമ്മുടെ കൊച്ചുമക്കളെയൊക്കെ അണിയിച്ചൊരുക്കി അവരെ കലാപരിപാടികൾക്കായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട അതുപോലെ ഏറ്റവും പ്രവർത്തന നിരതരായ സൺഡേ സ്കൂൾ അധ്യാപകർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഇടവകയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും അതുപോലെ ഈ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന കുഞ്ഞുമക്കൾക്കും ഞാൻ ഈ ഇടവകയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം. സ്നേഹം തുളുമ്പുന്ന വാക്കുകളാൽ എല്ലാവർക്കും നന്ദി അർപ്പിച്ച തോമസ് സാറിന് ഇടവക ജനത്തിൻ്റെ പേരിലുള്ള നന്ദി അർപ്പിക്കും. ഇതോടുകൂടി ഔദ്യോഗികമായിട്ട് നമ്മുടെ സാംസ്കാരിക സമ്മേളനം അവസാനിച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് കലാപരിപാടികളിലേക്ക് പ്രവേശിക്കുന്നതാണ്.
അടുത്തതായി രംഗപൂജയ്ക്കുള്ള സമയമാണ്. മനോഹരമായ ഒരു പ്രെയർ സോങ്ങുമായി നൃത്തരൂപത്തിൽ നമ്മുടെ മുൻപിലേക്ക് അവതരിപ്പിക്കാനായി എത്തുന്നത് പ്രിയപ്പെട്ട മതാധ്യാപകരാണ്. So let's glorify the Lord Almighty through the spiritual entering of the spiritual dance team. So I very cordially invite Riya Tayil, Biji Vetika, Gracie Pultagidil, Biji Valiyaparambil, Mini Panakal, Soli Chundasheri. സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. ആത്മാവിൽ ഊഹാതൻ ധൂപം നിറയ്ക്കൂ. ഇന്നോളം പാപത്തിൻ ദുർഗന്ധം പേറും ആത്മാവിൽ ഊഹാതൻ ധൂപം നിറയ്ക്കൂ. ഓ ആത്മാവിൽ ഊഹാതൻ ധൂപം നിറയ്ക്കൂ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. മാതാവേ ജീവന്റെ മന്നാ നിൻ ഉദരഫലം തന്നെ. ആദ്യത്തെ സക്രാരി നീയേ മാതാവേ ജീവന്റെ മന്നാ നിൻ ഉദരഫലം തന്നെ. ഓ ജീവന്റെ മന്നാ നിൻ ഉദരഫലം തന്നെ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. താങ്ക് യു ഡിയർ ടീം. അടുത്തതായി ബൂം ബൂം പോല സോങ്ങുമായി നമ്മളെ ചിരിപ്പിക്കുന്നതിനായി നമുക്ക് മുൻപിലേക്ക് എത്തുന്നത്
പ്രിയപ്പെട്ട ജോസ്മിയ കല്ലുമാരിക്കുന്നേൽ, എഫ്രീൻ കൊച്ചുതാഴത്ത്, ഇവ റോസ് തയ്യിൽ. Makanaka hukubukure tukubukure chakalaka bikko chikko sili 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 go bagradum chiki chakacho. देखो देखो क्या वो पेड़ है, चादर ओढ़े या खड़ा कोई। हे देखो देखो क्या वो पेड़ है, चादर ओढ़े या खड़ा कोई। बारिश है या आसमान ने छोड़ दिए हैं नल खुले कहीं। हाँ हम जैसे देखे ये जहां है वैसा ही, जैसी नजर अपनी खुल के सोचे आओ, पंख जरा फैलाओ, रंग नए बिखराओ। चलो 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 नए ख्वाब बुन ले। मस्ती में डोले बम बम बोले, मस्ती में तू डोल रे। बम बम बोले मस्ती में डोले, बम बम बोले मस्ती में तू डोल रे। भला मछलियां भी क्यों उड़ती नहीं, ऐसे भी सोचो ना। सोचो सूरज रोज नहाए या बाल भिगो के ये बुद्धू बनाए। हमें ये सारे तारे टिमटिमाए या फिर गुस्से में कुछ बड़बड़ाते रहे। खुल के सोचे आओ, पंख जरा फैलाओ, रंग नए बिखराओ। चलो 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 नए ख्वाब बुन ले। टैंकर फुल, आंखें बंद तो डब्बा गुल। ओए बंद दरवाजे खोल रे, हो जा बिंदास बोल रे। मैं भी हूँ तू भी है, ओ मैं भी तू भी, हम सब मिलके बम चिक बम 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 बम। ചടുലതയാർന്ന ചുവടുകളാൽ സദസ്സിനെ രസിപ്പിച്ച പ്രിയ ഗുരുന്നുകൾക്ക് 1000 നന്ദി. അടുത്തതായിട്ട് മനോഹര ഗാനവുമായി നമുക്ക് മുമ്പിലേക്ക് എത്തുന്നത് ഹൊസങ്കടിയുടെ വാനമ്പാടിയായ പ്രിയപ്പെട്ട സിസിലി ചേച്ചിയാണ്. ഹലോ
ഇമ്പമാർന്ന ഈണവും മധുരിക്കുന്ന സ്വരവുമായി നമുക്കെല്ലാവർക്കും ആസ്വാദന വിരുന്നൊരുക്കിയ സിസിലി ചേച്ചിക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. മനോഹരത കൊണ്ടുവരുവാനുള്ള സമയമാണിത്. ഞങ്ങളുടെ ചെറിയ നൃത്ത ജോഡികൾ തിളങ്ങാൻ തയ്യാറാണ്. നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തുന്ന രസകരമായ നൃത്ത പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കഴിവുള്ള നമ്മുടെ കുഞ്ഞുമക്കളായ ഊഷ്മളമായ സ്വാഗതം നൽകാം. റൂബൻ നെറ്റിക്കാട്ടിൽ, ജോസ്വിൻ കല്ലുമാരുക്കുന്നേൽ ഈസ് ഓൺ ദ സ്റ്റേജ്. കണ്ടടുക്കെ വന്നടുക്കും വെമ്പറന്നോളെ, സമ്മതമോ കന്മതമോ നിൻകട കണ്ണി. കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിണവും നീ, കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മത പൂനിൻ കൊതിപ്പോ കണ്ണിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ കിന്നാരം കാതിൽ ചൊല്ലാൻ ഞാൻ. കണ്ടടുക്കെ വന്നടുക്കും പെമ്പറന്നോളെ, സമ്മതമോ കന്മതമോ നിൻ കടക്കണ്ണിൽ. കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ, കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മതപ്പൂ നിൻ കൊതിപ്പൂ കണ്ണിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ കിന്നാരം കാതിൽ ചൊല്ലാം ഞാൻ. പൊന്തിവരും പൊൻകനവിൽ ചന്ദ്രികയിൽ നീന്തി വരും അന്നക്കിളി കൊഞ്ചലാണ് നീയും നിന്റെ ഗീതകവും. പൊന്തിവരും പൊൻകനവിൽ ചന്ദ്രികയിൽ നീന്തി വരും അന്നക്കിളി കൊഞ്ചലാണ് നീയും നിന്റെ ഗീതകവും. കുഞ്ഞിമണി കുന്നിറങ്ങി ചെന്നിറങ്ങും താഴ്വരയിൽ നിന്നെ കാത്തു നിന്നിരുന്നു ചെന്തളിരും മുന്തിരിയും. ചില ചില കണ്ടടുക്കെ വന്നടുക്കും പെമ്പറന്നോളെ, സമ്മതമോ കന്മതമോ നിൻ കടക്കണ്ണിൽ. കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ, കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മതപ്പൂ നിൻ കൊതിപ്പൂ കണ്ണിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ കിന്നാരം കാതിൽ ചൊല്ലാം ഞാൻ. ചില 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 കണ്ടടുക്കെ വന്നടുക്കും പെമ്പറന്നോളെ, സമ്മതമോ കന്മതമോ നിൻ. ചടുലതയും നർമ്മവും മാറുന്ന ചുവടുകളാൽ നമ്മളെല്ലാവരെയും രസിപ്പിച്ച പ്രിയ ഗുരുന്നുകൾക്ക് 1000 നന്ദി. ദയയും കാരുണ്യവും ചിലപ്പോൾ അപൂർവ ഗുണങ്ങളായി തോന്നുന്ന ഒരു ലോകത്ത് നിസ്വാർത്ഥതയുടെയും ഔദാര്യത്തിൻ്റെയും ആത്മാവ് ഉൾക്കൊള്ളുന്ന ചിലർ നമുക്കിടയിലുണ്ട്. അത്തരത്തിലുള്ള ഒരു നല്ല സമരിയക്കാരൻ്റെ കഥ നമുക്ക് കേൾക്കാം. ജോയൽ കുമ്മണ്ണൂർ. കൂട്ടുകാരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയാണ് നല്ല സമരിയക്കാരൻ. ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോകുമായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉറിഞ്ഞെടുത്ത് പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കി പോയി കളഞ്ഞു. ആ വരിയിൽ ഒരു പുരോഹിതൻ വരുന്നുണ്ടായിരുന്നു. അവനെ കണ്ടെങ്കിലും അവൻ കടന്നുപോയി. ആ വരിയിൽ ഒരു ലേവായനും വരുന്നുണ്ടായിരുന്നു. അവനെ കണ്ടെങ്കിലും അവനും കടന്നുപോയി. എന്നാൽ ഒരു സമരിയക്കാരൻ വരുന്നുണ്ടായിരുന്നു.
അവൻ അവൻ്റെ അടുത്ത് ചെന്ന് മനസ്സലിഞ്ഞ് മുറിവുകൾ എണ്ണയും വീഞ്ഞും വെച്ച് കെട്ടി തൻ്റെ കരുതപ്പുറത്ത് കെട്ടി സത്രത്തിൽ കൊണ്ടുപോയി പരിചരിച്ചു. സത്രസൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാം. അത്യാവശ്യം എന്തെങ്കിലും ചിലവ് വന്നാൽ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. ആരാണ് ഈ കവർച്ചക്കാരുടെ കയ്യപ്പെട്ട മനുഷ്യന് അയൽക്കാരനായി വർദ്ധിച്ചതെന്ന് യേശു ചോദിച്ചു. നീമഞ്ഞാൽ മറുപടി പറഞ്ഞ് അവനോട് കരുണ കാണിച്ചവെന്ന്. യേശു പറഞ്ഞു, നീയും അതുപോലെ പോയി ചെയ്യുക. നന്ദി. നൈർമല്യമാർന്ന വാക്കുകളാൽ നമ്മളോട് കഥ പറഞ്ഞ ജോയൽ കുമ്മണ്ണൂരിന് 1000 നന്ദി. അടുത്തതായി ഒരു സംഗീതം ആലപിക്കുന്നതിനായി സീന മറിയൻ ടീച്ചറെ ക്ഷണിക്കുന്നു. പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടെന്നോർക്കണം. കവിളിലൂടെ ഒഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നോർക്കണം. മധുരത്തിൻ സൗഖ്യമുണ്ടെന്നോർക്കണം. കൈപ്പേന്ന വേദനകൾക്കപ്പുറം മധുരമൊന്നു സൗഖ്യമുണ്ടെന്നോർക്കണം. മാനത്തേക്കാൾ മേഘപ്പുറം സൂര്യപ്രഭ ഉണ്ടെന്നോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാ
പഴയകാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇമ്പമാർന്ന ഗാനം ആലപിച്ച സീന ടീച്ചർക്ക് നന്ദി. അടുത്തതായി സംഗീതവും നൃത്തവും ആടിനെ അടിസ്ഥാനമാക്കിയുള്ള വിനോദവും സമന്വയിപ്പിക്കുന്ന ഒരു ഹൃദ്യമായ പ്രകടനവുമായി 100 ആടുകൾ എന്ന ആക്ഷൻ സോങ്ങുമായി റൂബൻ നെറ്റിക്കാട്ടിൽ, ജോസ്മിൻ കല്ലുമാരുക്കുന്നിൽ, ജോസ്മിയ കല്ലുമാരുക്കുന്നിൽ, ഇവാ റോസ് തയ്യിൽ, എഫ്രിൻ കൊച്ചുതാഴുത്ത്. താങ്ക് യു. നല്ല ഉന്മേഷത്തോടും പ്രസരിപ്പോടും കൂടി ആടിത്തിമർത്ത ഞങ്ങളുടെ കുഞ്ഞുമങ്ങൾക്ക് നന്ദി. വാക്കുകൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്ത വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കലയാണ്. വയനാടിനെ ബാധിച്ച വിനാശകരമായ വെള്ളപ്പൊക്കം ഞങ്ങളുടെ കൂട്ടായ ഓർമ്മയിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു. ദുരിതബാധിതരുടെ പോരാട്ടങ്ങളും വിജയങ്ങളും ഞങ്ങൾ ഓർക്കുന്നു. വയനാട് ദുരന്തത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു മോണോ ആക്റ്റുമായി റിയ തയ്യൽ.
മാന്യ സദസ്സിന് വന്ദനം. കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. 2024 ജൂലൈ 30 വയനാട്ടിൽ വെച്ചുണ്ടായ ഉരുൾപൊട്ടൽ കേരള ചരിത്രത്തിലെ തന്നെ മാരകമായ മഹാദുരന്തങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. അമ്മമ്മേ അമ്മമ്മേ അമ്മമ്മ ഒരു കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞതല്ലേ, പറഞ്ഞു താ അമ്മമ്മേ. ആ മക്കളെ, ഇത് കഥയല്ല, നടന്ന സംഭവമാണ്. കുറേ വർഷങ്ങൾക്ക് മുന്നേ, അന്ന് എനിക്ക് 15 വയസ്സായിരുന്നു പ്രായം. സ്കൂൾ വിട്ട് വരുന്നൊരു കുട്ടി, അച്ഛ അമ്മേ, ഓഗസ്റ്റ് 15 ദേശഭക്തി ഗാന മത്സരത്തിൽ ഞാനും റഷീദെ മേരി എല്ലാം ഉണ്ടച്ചാ. ഞങ്ങൾ ഈ ഗാനമാ പാടുന്നത്. സാരേ ജഹാൻ സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര ഹമാര സാരേ ജഹാൻ സേ അച്ഛാ. രാത്രി കുരിശുവരെയെല്ലാം കഴിഞ്ഞ് എത്ര സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നതെന്നറിയോ. പുറത്ത് മഴ കോരിച്ചൊരിയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ശബ്ദം കേട്ടത്. അച്ഛാ അമ്മേ ചിന്നു എണീക്ക്, എന്തോ ഒരു ശബ്ദം. അയ്യോ, നമ്മുടെ ചൂരമല പൊട്ടുന്ന ശബ്ദമല്ലേ. എന്റെ ദൈവമേ, ഉരുൾപൊട്ടൽ, ഓടിക്കോ. അച്ഛാ അമ്മേ ചിന്നു, അയ്യോ മോളെ ഇവിടെ നിൽക്കല്ലേ, ഓടി വാ. അയ്യോ മോളെ ഒച്ച കേൾക്കല്ലേ, മെല്ലെ. രാത്രി എങ്ങോട്ടെന്നില്ലാതെ ഞങ്ങൾ ഓടി. ആരൊക്കെയോ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഓടിച്ചെന്നതോ മലമുകളിലെ വനത്തിൽ. പിറ്റേന്ന് നേരം വെളുത്തപ്പോ അച്ഛാ അമ്മേ ചിന്നു, ജാനുവരുത്തി, എന്റെ അച്ഛനെ കണ്ടോ? അമ്മയെ കാണുന്നില്ല. ചിന്നു എന്തിയേ? അയ്യോ, ആരും കാണുന്നില്ലല്ലോ ദൈവമേ. എല്ലാരും എവിടെ? അച്ഛാ അമ്മേ, നേരം പുലരുന്നത് വരെ എങ്ങനെയൊക്കെയോ അവിടെ കഴിഞ്ഞുകൂട്ടി. പിറ്റേന്നാ എൻ്റെ പൊന്നു മക്കളെ അമ്മമ്മ കണ്ടത്. വീടോ സ്കൂളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും ചെളിയും പാറക്കെട്ടുകളും വന്ന് നിറഞ്ഞിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ ചേർന്ന് ഞങ്ങളെ അക്കരെയുള്ള സ്കൂളിലെത്തിച്ചു. അപ്പോ അമ്മമ്മയ്ക്ക് വിശന്നില്ലേ? മക്കളെ, ചോറുപൊതികളും വസ്ത്രങ്ങളുമായി കുറെ പേർ ഞങ്ങളെ കാത്തവിടെ നിൽപ്പുണ്ടായിരുന്നു. അച്ഛാ അമ്മേ, ഇതെന്റെ മോന്റെ ഭാവയാ. അവൻ എന്തിയേ? അവനെ കാണുന്നില്ലല്ലോ. മോനെ 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 മോനെ, എന്റെ മോനെ മോനെ. ഈശ്വരനെ പഴിച്ചുകൊണ്ട് കഴിഞ്ഞു പോയ ദിവസങ്ങളായിരുന്നത്.
പെട്ടെന്നാണ് മക്കളെ ഒരു ദിവസം അമ്മമ്മ കേട്ടത്. അമ്മമ്മ കേട്ടു ആ ദിവ്യ ശബ്ദം. അമ്മമ്മ കണ്ടു ആ ദിവ്യ പ്രകാശം. ഭയപ്പെടേണ്ട മകനേ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ, കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. എന്തെന്നില്ലാത്ത ധൈര്യം കിട്ടിയ നിമിഷമായിരുന്നത്. അമ്മമ്മയുടെ ഉള്ളില് പ്രത്യേക എന്തോ ഒരു ആത്മവിശ്വാസം വന്നു. ആരൊക്കെയോ ചേർന്ന് അമ്മമ്മയെ അടുത്തുള്ള പള്ളി ആശ്രമത്തിൽ എത്തിച്ചു. അവിടെയാണ് അമ്മമ്മ വളർന്നത്. അവരാണ് മക്കളെ നിങ്ങളുടെ മുത്തച്ഛനെ കണ്ടെത്തി തന്നത്. അവരാണ് ഈ വീട് അമ്മമ്മയ്ക്ക് പണിയിച്ചു തന്നത്. അതെ, ദൈവത്തിൻ്റെ സ്വന്തം നാട്, സ്നേഹവും കാരുണ്യവും വറ്റാത്ത ജനത, അതാണ് നമ്മുടെ നാട്. നന്ദി. ദുരന്തബാധിതരുടെ ദുരിതങ്ങളും വേദനകളും ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിൽ ഉണർത്തിച്ച് അവർക്കായി പ്രാർത്ഥിക്കണമെന്ന സന്ദേശത്തോടെ ഹൃദയസ്പർശിയായ മോണോ ആക്ട് അവതരിപ്പിച്ച റിയ തയ്യലിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി നമുക്ക് മുൻപിലേക്ക് ഒരു മെലോഡിയസ് സോങ്ങുമായി എത്തുന്നത് എറിക് പ്ലാത്തോട്ടമാണ്. Song again, whatever may pass and whatever lies before me, let me be singing when the evening comes. Bless the Lord, oh my soul, oh my soul, I worship His holy name. Sing like never before. Oh my soul, I worship Your holy name. You're rich in love and You're slow to anger.
It was a time of blessing for all of us. Thank you, Eric, for your melodious song. അടുത്തത് ഒരു ഫ്യൂഷൻ ഡാൻസ്. ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൽ മോഡേൺ സ്റ്റൈലുമായി ഫ്യൂഷൻ ഡാൻസ്. ആൻമരിയ നടുമ്പറമ്പിൽ, ആൻമരിയ പുളിക്കാമ്പുറത്ത്, ഇലോറ പ്ലാത്തോട്ടം, ഏഞ്ചൽ മോണിക്ക ചേനാട്ടുതാഴത്ത്, ജോസിയ കുമ്മണ്ണൂർ. മാറാനിശോ പദവിയിലെ മണർക്കോല പുതുമ കാൺമാൻ കൂറാന ബന്ധുക്കളും ഗുണമുടയ അറിവുള്ളോരും അപ്പനോട് അമ്മാവന്മാർ അയലാരും ബന്ധുക്കളും തേരാനാധനത്തെയൊത്ത് വേഗമോടെ തൻ പിതാക്കൾ வந்து புகழ்ந்தே பரதேசி நானூறும் വന്നവരിങ്ങോ വേരോടി പെറ്റു വളർന്നേ കാണായ അസുറിയാനി കൂട്ടത്തിൽ വന്നണയുന്നേ കല്യാണം അയലുള്ളോരും അറിവുള്ളോരും അനുവാദങ്ങൾ ഇനി തന്നോളും പെണ്ണിനും പയ്യനും ചന്തവും ചാത്തിടുന്നേ ചടുലതയാർന്ന ചുവടുമായി സദസ്സിനെ രസിപ്പിച്ചും കൊച്ചുകൂട്ടുകാർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി ക്രിസ്തീയ കുടുംബങ്ങളിലെ കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹൊസങ്കടി ഇൻഫാന്റ് ജീസസ് മാതൃവേദിയിലെ അമ്മമാർ അവതരിപ്പിക്കുന്നു കൂട്ടുകുടുംബം. ബിജി വലിയ പറമ്പിൽ, ഗ്രേസി പുൽത്തകടിയിൽ, സിമ്പിൾ കുമ്മണ്ണൂർ, റോസമ്മ പാലിയക്കുടിയിൽ, മിനി പനക്കൽ, സോളി ചുണ്ടശ്ശേരി.
പ്രാർത്ഥിക്കാൻ സമയം ഒന്നിനെയും കാണുന്നില്ലല്ലോ. എടി മറിയേ, ആടി കുരിശ് വരയ്ക്കാടി. ഞാൻ നാളെ കല്യാണത്തിന് പോകാനുള്ള സാരി ഒന്ന് തപ്പിക്കോട്ടെ. അവളുടെ ഒരു സാരി പ്രാന്ത്. എടാ കറിയേ, വാടാ കുരിശ് വരയ്ക്കാടാ. ചേട്ടാ, ഞാൻ അത്യാവശ്യമായിട്ട് ഫോണില്ല, ഞാനിപ്പോ അത് കഴിഞ്ഞ ഉടനെ വരാം കേട്ടാ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതും ചെവി വെച്ചോണ്ട് ഇരിപ്പ. അപ്പോ അപ്പ വാ കുരിശ് വരയ്ക്കാം. മോനെ ഈ സീലിൽ നിന്ന് കഴിയട്ടാ മോനെ, ഞാൻ വരാം. അപ്പാപ്പനെങ്കിലും വാ, നമുക്ക് കുരിശ് വരയ്ക്കാൻ സമയായി. എടാ മോനെ ജോർജുട്ടിയെ, അപ്പാപ്പന് പാടില്ലാടാ. കുരിശ് വരയ്ക്കാൻ വിളിക്കാൻ മാത്രം പാടില്ല, അല്ലാത്തപ്പോ എന്നാകണേ ഒരു കുഴപ്പമില്ല. എന്നെ കൂടി ഇവർ പ്രാർത്ഥിക്കാൻ സമ്മതിപ്പിക്കുകയല്ലോ. ഇവിടെയാണെങ്കിൽ 100 പ്രശ്നങ്ങളും. എനിക്ക് വയ്യ. കഷ്ടകാലം എന്റെ കർത്താവേ, എന്റെ കഷ്ടകാലം ഒന്ന് തീർന്നു കിട്ടിയാ മതിയായിരുന്നു. അയ്യോ എന്റെ കർത്താവേ, ഞാനിനി എന്നാ ചെയ്യേ? എടി മറിയക്കുട്ടിയെ, എന്നാ വെച്ചേടി? പിടിച്ചു വാങ്ങുക, കാശു മുടക്കി വാങ്ങുക. അയ്യോ ഈ സാരി കീറിപ്പോയി. കസവിന്റെ കറിയുള്ള സാരിയ, പളപള തിളങ്ങണ സാരിയ. അയ്യോ ഈ സാരി കീറിപ്പോയി. അയ്യാ, നിനക്ക് സാരി കീറിപ്പോയതുകൊണ്ട് ഇവിടെ ബാക്കിയുള്ളവന്റെ കളസം കീറി തുടങ്ങി. നിനക്കും കൂടി അറിയാവുന്നല്ലേ ഈ വീടിന്റെ അവസ്ഥ? ഓ എന്നാ അവസ്ഥയാ? വാടക വീട്ടിലല്ലോ മമ പൊറുതി, അതിൽ കഷ്ടപ്പാട് ദുരിതവും എനിക്ക് സ്വന്തം. എങ്ങനെ കിടക്കും ഞാൻ, കിടന്നങ്ങനുറങ്ങും ഞാൻ. എങ്ങനെ കിടക്കും ഞാൻ, കിടന്നങ്ങനുറങ്ങും ഞാൻ. ഈ രാത്രിയും ഇനെ കഴിച്ചു കൂട്ടും ദൈവേ. നിങ്ങളിങ്ങനെ ദൈവത്തിനെ വിളിച്ചോണ്ടിരുന്നോ? എന്റെ മനുഷ്യനെ ഒരു പണി വേലില്ലാതെ ഇങ്ങനെ കുത്തിയിരുന്ന എങ്ങനെ സാരി മേടിക്കുന്ന വിചാരം? ഓ, നിന്റെ ഒടുക്കത്തെ ഒരു സാരി. എടി, ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കണത് ഞാനല്ലേ? ഓ പിന്നെ. എടി, അനിയനെ വലിയൊരു രാഷ്ട്രീയക്കാരനാക്കിയത് ഞാനല്ലേ? ഓ വലിയ കാര്യം. എടി, ഇല്ലാത്ത കാശുണ്ടാക്കി പെങ്ങളെ കെട്ടിച്ചു വിട്ടില്ലേ? പിന്നെ വയസ്സായ അപ്പനെയും വല്യാപ്പനെയും ഞാൻ നോക്കണില്ലേടി? ഇവരുടെ മൊത്തം കാര്യങ്ങൾ നോക്കിയാ നമ്മൾ എങ്ങനെ ജീവിക്കും? എടി മറിയക്കുട്ടി, എന്നാന്നേ? നീ ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. ഓ പോടുന്നു. അയ്യ, അതല്ല. പിന്നെ എന്നാത്തിനാ? ഇനിയിപ്പൊ ഇവിടെ പിടിച്ചു നിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയോ? എല്ലാ വഴിയാ? കടലിന്റെ അക്കരെ പോയിക്കോട്ടെ, കാണാ പൊന്നിന് പോയിക്കോട്ടെ. കടലിന്റെ അക്കരെ പോയിക്കോട്ടെ, കാണാ പൊന്നിന് പോയിക്കോട്ടെ. പോയി വരുമ്പോൾ ഗോൾഡ് കൊണ്ടുവരാം, കൈ നിറയെ പോയി വരുമ്പോൾ ഗോൾഡ് കൊണ്ടുവരാം. അറബിയുടെ വീട്ടിലെ അലമാരക്കുള്ളിലെ അടുക്കി കെട്ടിയ നോട്ടുകൾ അടിച്ചു മാറ്റി അയച്ചു തരാം ഞാൻ. എന്നാ പോ, എന്നാ പോ, എന്നാ പോ. അടുത്ത കഷ്ടകാലം. അപ്പൻ അവിടെ എവിടെയും പോയത് കിടക്കാൻ പാടില്ലേ? അപ്പനെ നിനക്ക് മൂക്കി പഞ്ഞു വെച്ച് കിടത്താനാണല്ലോ ധൃതി. എടാ, നിനക്ക് ഈ അപ്പനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിചാരം ഉണ്ടോടാ ജോർജുട്ടി? അപ്പൻ ഇവിടെ എന്തിന്റെ കുറവുണ്ടെന്നാ പറയണത്? എടാ, നീ ഏത് നേരം ഈ പെണ്ണുമ്പിള്ളയുടെ പുറകെ എങ്ങനെ നടന്നിട്ട് എന്താണാ കാര്യം? അപ്പൊ അപ്പൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്? ഞാൻ എന്നാ പറഞ്ഞു? കുരിശിന്റെ വഴിയേ പോ, കുരിശിന്റെ വഴിയേ പോ, കുരിശിന്റെ വഴിയേ പോ. ആ, ഈ നിൽക്കണ കുരിശ് ഇവിടെ വന്ന് കേറിയപ്പറ്റിയാടാ ഈ വീടിന്റെ കഷ്ടകാലം തുടങ്ങിയത്. അപ്പനാണ് ഞാൻ നോക്കൂല, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ എന്റെ പെണ്ണുമ്പിള്ളനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാണ്ടല്ല. എടാ ജോർജുട്ടി, ഇവള് ഇവിടെ കാറ്റിക്കൂടുന്ന എന്തൊക്കെയാന്ന് നിനക്ക് അറിയൂടാ? ഇവള് എന്ത് കാണിച്ചെന്ന് അപ്പം പറയണത്? ഉച്ചക്കത്തെ ചോറും വൈകിട്ടത്തെ ചായയും കിട്ടണില്ല മോനെ എനിക്ക്. പടമെണ്ണ ചേർന്ന തുണി കുടിച്ചിരുന്നിട്ട് മടുക്കുക മോനെ എനിക്ക്. ഉച്ചക്കത്തെ ചോറും വൈകിട്ടത്തെ ചായയും കിട്ടണില്ല മോനെ എനിക്ക്. പടമെണ്ണ ചേർന്ന തുണി കുടിച്ചിരുന്നിട്ട് മടുക്കുക മോനേടാ. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാ മതി. പാപ്പന്
പാടില്ലടാ മോനെ ജോർജൂട്ടി ആ കുഴമ്പെടുത്തിട്ട് തിരുമി താട്ടടാ അയ്യോ മുതുകിൽ പിടിച്ച് പതക്കെ തിരുമടാ മോനെ ജോർജൂട്ടി ആ കുഴമ്പെടുത്തിട്ട് പതക്കെ തിരുമടാ ഇടക്കിടക്കിന്റെ വയറിനകത്ത് ഉരുണ്ട് കയറുന്ന മോനെ കരിഞ്ഞു കയറുന്ന മോനെ തിരുമി തട്ടട മോനെ പതക്കെ തിരുമ മോനെ പയ്യ പയ്യ പാടില്ലടാ മോനെ ജോർജൂട്ടി ആ കുഴമ്പെടുത്തിട്ട് പുതുക്കെ തിരുമടാ അയ്യോ ഇപ്പൊ കുറവുണ്ടാവില്ലപ്പാ ആ ഇപ്പൊ കുറവുണ്ട് മോനെ ജോർജൂട്ടി വല്യപ്പന് ഒരു 50 രൂപ എന്താടാ എന്റെ 10 പൈസ ഉണ്ടാവില്ല എന്റെ 50 രൂപ ഇല്ല ഇല്ല എന്റെ 50 രൂപ ഇല്ല ഇല്ലെന്ന് എടാ ഈ പാവപ്പെട്ട വല്യപ്പന്റെ മുഖം ഒന്ന് പേച്ചിൽ ചെയ്യാനും ഈ നരച്ച മുടി ഒന്ന് ഡൈ ചെയ്യാനും 50 രൂപ ചോദിച്ചപ്പോ നിന്റെ കയ്യിൽ 50 രൂപ ഇല്ല. ഓ കിളവന്റെ ഒരു പൂതിയേ ഈ എന്താടാ വെറുതെ നോക്കി കൂടെ കളിയടാ ഓ രാവിലെ തന്നെ തുടങ്ങി എല്ലാം കൂടി കലവില 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 ഒന്ന് നിർത്തണ്ടോ എന്റെ പോക്കറ്റിൽ കിടന്ന 200 രൂപ കാണാനുണ്ട് ചേട്ടനെടുത്തോ ഞാൻ എടുത്തിട്ടില്ല അപ്പനെടുത്തോ ഞാൻ എടുത്തിട്ടില്ല അപ്പാപ്പനെടുത്തോ ഞാൻ എടുത്തിട്ടില്ല ചേച്ചി എടുത്തോ എനിക്ക് ആരെയും പൈസ വേണ്ട പിന്നെ എന്റെ 200 രൂപ ആരാ എടുത്തത് ആ നിന്റെ പോക്കറ്റിൽ കിടന്ന 250 നോട്ട് എങ്ങനെയാടാ 200 രൂപ ആവണ്ടേ അത് ശരി അപ്പാപ്പനാണല്ലേ പൈസ എടുത്തത് മര്യാദക്ക് എന്റെ കാശ് ഒന്നില്ലെങ്കിൽ ഈ കറി ആരാന്ന് നിങ്ങൾ അറിയും ഈ ആരാടാ കറിയ കച്ചറയാ ചെറുപ്പുരുത്തം കെട്ടവനാ ചെറുപ്പം തൊട്ടേ ചെറുപ്പക്കാരികൾ ചെറുത്തു പോയവനാ അണുവനാ തുണി മറത്തിയവനാ ഒരു കൊച്ചപ്പത്ത് നീ കേട്ട് കിട്ടവനാ പറയും പറയാനറിയില്ലേലും ചോറകൾ ചോറായി പറയും കറിയാ ചെറിയ ഭാര്യമറിയാമേലേ സ്വർണ്ണമാണ് പറിച്ചു വിറ്റവനാ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയടാ നീ വെറും കച്ചറയാന്ന് സൂസി സൂസി നീ അകത്തു അകത്തു അയ്യോ നിന്റെ കെട്ടിയോ അല്ലാണ്ടാരാ എന്റെ തന്റെ സ്വഭാവം മനസ്സിലാക്കും പറഞ്ഞ നീ പെണ്ണ് നീ ഇവിടെ വന്നു കയറിയപ്പോ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഈ വീട്ടിലുണ്ടായിരുന്നു വന്നു കയറിയപ്പോ ഇവിടെ മൊത്തം മുടിഞ്ഞു പോയോ മുടിഞ്ഞു പോയിട്ട് ഞാനിവിടെ വന്നോടെ ഇവിടെ എല്ലാം ഉണ്ടാകട്ടെ ഉണ്ടായിരുന്നു എന്താടി ഇല്ലാതിരുന്നത് ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു ഒരു ടി.വി. ഉണ്ടായിരുന്നു ഒരു മിക്സി ഉണ്ടായിരുന്നു ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു ഇതൊന്നും ഇല്ലെങ്കിൽ ഇവിടെ മനസ്സമാധാനം ഉണ്ടായിരുന്നു നോക്കി നിൽക്കാതെ താഴെ ഇരിക്കണേ ഇരിക്കണേ പിണ്ടാതിരികടിയേ ഒന്ന് ചുമ്മാതിരികടിയേ നീ ചേച്ചിയുമായിട്ട് അങ്ങനെ ഇങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ടു പറഞ്ഞ് തമ്മിൽ തല്ലി തലകീറല്ലേ നീ നാട്ടുകാരെ വെളിയിൽ നിന്ന് കേട്ടുതിരിക്കുന്നേ ചേച്ചി കുരിശല്ലേ വാരപണിയല്ലേ തമ്മി തല്ലി പതിവല്ലേ ചേച്ചി കുരിശല്ലേ വാരപണിയല്ലേ തമ്മി തല്ലി പതിവല്ലേ ആ നാളെ കർണിവൽ അടിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്റെ കർത്താവ് ഇതിന്റെ ഇടയ്ക്ക് അതും വന്നാ എടാ മോനെ ടെലിഫോണിന്റെ 3500 രൂപയുടെ ബില്ല് വന്ന് തന്നിട്ട് അത് അടക്കണം കേട്ടോ ബില്ലടിച്ചില്ലെങ്കിൽ പാചകശാലിന് കാണാൻ പറ്റൂടാ അപ്പൊ പിന്നെ എന്റെ മോളുടെ ഫീസോ ഒന്ന് നിർത്തണ്ട നിങ്ങളുടെ ഒടുക്കത്തെ ഒരു ബില്ല് ഓ വല്ലാത്തൊരു ബില്ല് ബില്ല് കൊല്ലാ കൊല ചെയ്യും ബില്ല് വല്ലാത്തൊരു ബില്ല് ബില്ല് കൊല്ലാ കൊല ചെയ്യും ബില്ല് വല്ലാത്തൊരു ബില്ല് ബില്ല് കൊല്ലാ കൊല ചെയ്യും ബില്ല് തട്ടിക്കു 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 നിങ്ങൾ ബില്ല് അടച്ചാലും കൊള്ളാം അടച്ചില്ലെങ്കിലും കൊള്ളാം എനിക്ക് ഞാൻ പറഞ്ഞ സാരി വാങ്ങി തരണം കൊല്ലും ഞാൻ ആ സാരി മേടിക്കാൻ എനിക്ക് ജീൻസ് ടീഷർട്ട് എന്തായാലും മേടിക്കണം അതെ അപ്പാപ്പന്റെ ടൈയുടെ കാര്യം എന്തായി തയ്യാവാറായ മുതുക്കളവനാ ഇനിയിപ്പോ ഹെയർ ഡേ ഡൈയും ടീയും ഒന്നും മേടിക്കണ്ട നീ എനിക്കൊരു ഷൂസും ഒരു ബർമുട ഒരു തൊപ്പി മതി ഡൈ മേടിച്ചില്ലെങ്കിൽ ഞാനിപ്പോ ചത്തുപോവേ അവള് പറഞ്ഞാലും കാര്യമുണ്ട് ചേട്ടാ പാർട്ടിക്ക് തരാന്ന് പറഞ്ഞ 3500 രൂപയുടെ ഫണ്ട് ഇപ്പൊ തന്നെ തരണം ഓ എന്റെ കർത്താവേ ഇവറ്റകളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ മക്കളെ കുട്ടത് തന്നോടല്ലേ പറയേണ്ടത് ഞാൻ
കുട്ടി, നീ ഒരു വഴിക്കും പോകണ്ടടാ. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച തീരാവുന്ന പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുള്ളൂ. മക്കള് വാ, നമുക്ക് എല്ലാവർക്കും കൂടെ സന്ധ്യ. നർമ്മം കലർന്ന നടനവിസ്മയത്തിലൂടെ പ്രാർത്ഥനയുടെ പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിച്ച പ്രിയപ്പെട്ട അമ്മമാർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവപ്പുഴ പിന്നെയും ഒഴുകി എന്ന ഗാനത്തിന് ചുവട് വെച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സണ്ണി വലിയ പറമ്പിൽ, മനോജ് ചുണ്ടശ്ശേരിയും ചുവടുകൾ വയ്ക്കുന്നു. ആയിരം പാദസരങ്ങൾ
ചിരിക്കൂ ഒരിക്കൽ കൂടി ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആരോ ആ പുഴ പിന്നെയും ഒഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആരോ ആ പുഴ പിന്നെയും ഒഴുകി ചടുലതയും നർമ്മവും മാറുന്ന ചുവടുകളാൽ നമ്മളെല്ലാവരെയും രസിപ്പിച്ച പ്രിയപ്പെട്ട സണ്ണി ചേട്ടനെയും മനോജ് ചേട്ടനെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഒരു പേപ്പൽ ആന്തം ആലപിച്ച് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ജനനിരപാടും മധുമയഗാനം വിവാ ഫ്രാൻസിസ് പാപ്പ സ്നേഹം നിറയും വിശ്വപിതാവായി വാഴണമവനിലെന്നും വിവാ ഫ്രാൻസിസ് പാപ്പ വിവാ ഫ്രാൻസിസ് പാത്രേ വിവാ ഫ്രാൻസിസ് പാപ്പ വിവാ ഫ്രാൻസിസ് പാത്രേ നീതി കൊളുത്തിയ ദീപമുയർത്താൻ സത്യവെളിച്ചം പകരാൻ സ്നേഹം നിറയും ഹൃദയവുമായി വത്തിക്കാനിൽ വാഴും വിവാ ഫ്രാൻസിസ് പാപ്പ വിവാ ഫ്രാൻസിസ് പാത്രേ വിവാ ഫ്രാൻസിസ് പാപ്പ